ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക, വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. യുവാന്തപ്രവിശ്യം അവാചമിമാം പ്രസ്ഫുതാം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അതിലെ ദശമസ്കന്ധം അവസാനത്തെ അധ്യായത്തിൽ ആ ദശമസ്കന്ധത്തിലൊരു മംഗളം പാടും പോലെ ഭഗവാന്റെ ആ ഒരു മഹിമ ദ്വാരകയൊന്ന് വർണ്ണിച്ചു. ഭഗവാന്റെ പത്നിമാരുടെ ആ ഒരു ഭക്തി, അവർക്കൊക്കെ എല്ലാം കൃഷ്ണനായിട്ടും കൃഷ്ണനോട് ബന്ധപ്പെടുത്തി മാത്രമേ അവർ കാണാറുള്ളൂ. മേഘശ്രീമൻ ത്വമസി ദയിതോ യാദവേന്ദ്രസ്യ നൂനം, ശ്രീവത്സാംഗം വയമിവ ഭവാൻ ധ്യായതി പ്രേമബദ്ധഃ. അത്യുത്കണ്ഠഃ ശബളഹൃദയോസ്മദ്വിധോ ബാഷ്പധാരാഃ, സ്മൃത്വാ സ്മൃത്വാ വിസൃജസി മുഹുർദുഃഖതസ്തത്പ്രസംഗഃ. കൃഷ്ണപത്നിമാരുടെ ആ ഒരു ഭാവം, ഭക്തി വർണ്ണിക്കുകയാണ്. മേഘമേ, അല്ലയോ മേഘമേ, മേഘഃ ശ്രീമൻ ത്വമസി ദയിതഃ യാദവേന്ദ്രസ്യ നൂനം. അല്ലയോ മേഘമേ, നീ ആ കൃഷ്ണൻ്റെ കൂട്ടുകാരനല്ലേ? നീ ആ മഴ പെയ്യണ സമയത്ത് ഞങ്ങൾക്ക് തോന്നുകയാണ് നീ ആ കൃഷ്ണൻ്റെ കാരുണ്യം കണ്ട് അതുപോലെ അഭിനയിക്കുകയാണോ? ഭഗവാനും കാരുണ്യവർഷം ചൊരിയാറുണ്ട്, അതുപോലെ നീ കാരുണ്യം ചൊരിയുകയാണോ? അതാണോ ഈ മഴ എന്നവർ ചോദിക്കുകയാണ്. ഹംസത്തിനോട് അവർ പറയുകയാണ്, അല്ലയോ ഹംസമേ, നീ വരൂ. പ്രിയരാവപദാനി ഭാഷസേ മൃതസഞ്ജീവികയാനയാഗിര, കരവാണിക്ക് മധ്യത്തെ പ്രിയം വദമേവ ലിഖിതകണ്ഠ കോകില. കുയിലിൻ്റെ നാദം കേൾക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, നീ കൃഷ്ണൻ്റെ വേണുഗാനം കേട്ടിട്ട് അതുപോലെ അനുകരിക്കുകയാണോ? ഹംസ സ്വാഗതമാസ്യതാം പിബപയോ. അരയണത്തെ കാണുമ്പോൾ ചോദിക്കുകയാണ്, അരയണമേ, നീ എന്താ പറയണത്? നീ ആ കൃഷ്ണൻ്റെ ദൂതനല്ലേ, വരൂ, ഞങ്ങളുടെ അടുത്തിരിക്കൂ, കൃഷ്ണൻ്റെ കഥ പറയൂ, ഞങ്ങളെപ്പറ്റി ആ കൃഷ്ണൻ നിന്നോട് പറയാറുണ്ടോ? ഇങ്ങനെ പ്രകൃതിയിലെ എല്ലാം കാണുന്ന സമയത്ത് അവർക്ക് ആ ഭഗവാനെ ഓർമ്മ വരുന്നു. ഒക്കെ ഭഗവത് സംബന്ധമായിട്ടാണ് അവർ കാണുന്നത്. ഇങ്ങനെയായിരുന്നു ആ പത്നിമാരുടെ ഭക്തി എന്നൊന്ന് എടുത്തു പറഞ്ഞു. ഇങ്ങനെ ഓരോ പത്നിമാരിലും ഭഗവാന് ഏകൈകസ്യാം ദശ കൃഷ്ണോജീജനദാത്മജാൻ. ഓരോ പത്നിമാരിലും 10 പുത്രന്മാർ വീതം ഭഗവാനുണ്ടായിരുന്നു. ഒരു ദിക്കിൽ ഒരു പെൺകുട്ടി വീതം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ 10 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും, അത്രയും മക്കൾ ഭഗവാനുണ്ടായിരുന്നു എന്നൊക്കെ വർണ്ണിച്ച് ഈ കൃഷ്ണകഥ വന്നതിന് ശേഷം മറ്റ് നദികളൊക്കെ ഒന്ന് താഴ്ന്നു അത്രേ. തീർത്ഥം ചക്രേ നൃപോനം യദജനി യദുഷു സ്വസരിത് പാദശൗചം. ഭഗവാന്റെ ഈ ഒരു ഭാഗവതം വന്നതിന് ശേഷം ഭഗവാന്റെ പാദശൗചം എന്ന് പറഞ്ഞ ഗംഗ, ഭഗവാന്റെ പാദതീർത്ഥത്തിന് കുറച്ച് വില കുറഞ്ഞു അത്രേ. കാരണം ഇത് സുലഭമായിട്ട് കിട്ടുന്നത് കൊണ്ട് ഗംഗയിലേക്ക് പോയി കുളിക്കുന്നത് ജനങ്ങൾ കുറച്ചു. കാരണം ഭാഗവത ഗംഗ ഗൃഹത്തിലേക്ക് വരുന്നുണ്ടല്ലോ. ഭഗവാന്റെ കഥകൾ കേട്ടാൽ ഹൃദയം ശുദ്ധാവും. അപ്പം അങ്ങനെ തീർത്ഥം ചക്രേ നൃപോനം. തീർത്ഥം ഊനം ചക്രേ എന്നാണ്. ഊനെന്ന് പറഞ്ഞാൽ കുറയുക. ഈ തീർത്ഥം, ഭാഗവത തീർത്ഥം വന്നതിന് ശേഷം മറ്റു തീർത്ഥങ്ങളൊക്കെ ഒന്ന് 2ാം സ്ഥാനമായി. എന്നാമാമംഗളഘ്നം. ഈ ഒരു ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ അമംഗളങ്ങളും തീരും. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മഹിമ ഒന്ന് എടുത്തു വർണ്ണിച്ചു. അങ്ങനെയാണ് ആ ദശമസ്കന്ധം സമർപ്പിക്കുന്നത്. ഭഗവാൻ സുഖമായിട്ട് കഴിഞ്ഞു എന്നും പറഞ്ഞു. സുഖം സ്വപുര്യാം നിവസൻ. സ്വപുരിയിൽ, തൻ്റെ ദ്വാരകാപുരിയിൽ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്തോഷമായിട്ട് സമാധാനമായിട്ട് സുഖമായിട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഇത്രയൊക്കെ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടായിട്ടും എങ്ങനെ ഭഗവാൻ അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു? നമ്മളുടെയൊക്കെ പ്രധാന പ്രശ്നം ബന്ധങ്ങളാണ്. ഭാര്യ പറഞ്ഞാൽ കേൾക്കണില്ല, അല്ലെ മക്കൾ പറഞ്ഞാൽ പേരക്കുട്ടിയുടെ കുട്ടി, അതൊക്കെ വിട്ടേക്ക് ഇതാണ്. അതൊക്കെ എന്താ വെച്ചാൽ അത്രയ്ക്കൊന്നും അങ്ങോട്ട് പോകണ്ട. നമ്മൾ അത്രയല്ലേ നോക്കണ്ടു. നമ്മൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കണം ആദ്യം, അത് മാത്രമേ നോക്കണ്ടൂ എന്നാണ് ഭഗവാൻ കാണിച്ചിരുന്നത്. അതാണ് മുക്തി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങോട്ട് വിട്ട് സ്വതന്ത്രനാവുക, ബന്ധനങ്ങളില്ലാതിരിക്കുക എന്നാണ്. അതാണ് ഭാഗവത്തിലെ വിഷയം തന്നെ. മോക്ഷമാണ് കൈവല്യൈക പ്രയോജനം. കൈവല്യം, കേവലമായ ഭാവം, ഒന്നേ ഉള്ളൂ, ഈശ്വരനേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക, അതാണ് കൈവല്യം. അതിനെപ്പറ്റിയാണ് ഇവിടെ വിസ്തരിക്കുന്നത്. അതാണ് മുക്തി എന്ന ലക്ഷണത്തോടു കൂടിയ ഏകാദശ സ്കന്ധം. 10 ലക്ഷണങ്ങളാണ് ഭാഗവത്തിന്. അതിലെ മുക്തി 11ാമത്തെ സ്കന്ധത്തിൻ്റെ ലക്ഷണം മുക്തിയാണ്. 12ാം സ്കന്ധത്തിൻ്റെ ലക്ഷണം ആശ്രയമാണ്. മുക്തിയെ പറ്റിയാണ് ഇവിടെ വിസ്തരിക്കുന്നത്. മുക്തി എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചല്ല,
മുക്തി എന്ന് പറയുന്നത് അത് ആദ്യ ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. ഇരിക്കുമ്പോൾ സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം. മരിച്ചു കഴിഞ്ഞിട്ടുള്ളതൊക്കെ അതപ്പം ആലോചിക്കാം, മരിക്കട്ടെ എന്നിട്ട് ആലോചിക്കാം. ഇപ്പം ഇവിടെ ഇരിക്കുമ്പം സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മുക്തി ഹി ഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. മുക്തി എന്ന് പറഞ്ഞാൽ അന്യഥാരൂപം ഹിത്വ സ്വരൂപേണ വ്യവസ്ഥിതി ഹി മുക്തി. അന്യഥാരൂപം എന്ന് പറഞ്ഞാൽ താനല്ലാത്ത പലതിനെയും താനായിട്ട് ധരിച്ചു വച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റി ശരിക്കും ഞാൻ ആര് എന്നറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറിയും, പക്ഷേ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണില്ല. കഥ കേൾക്കുമ്പോൾ സമാധാനം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിൽക്കുന്നുണ്ടെന്ന് അർത്ഥം, ഇല്ലെങ്കിൽ ഒട്ടും സമാധാനം ഉണ്ടാവില്ല. കഥ കേൾക്കുമ്പോഴും മുഷ്ണിമുണ്ട്. അങ്ങനെ വെച്ചാൽ മനസ്സിലാക്കുന്നത് ഇതങ്ങനെയല്ല. ചില സമയത്തൊക്കെ നമുക്ക് സമാധാനം ഉണ്ട്, പക്ഷെ നിലനിർത്താൻ പറ്റുന്നില്ല. ആ ഒരു സമാധാനത്തെ നമുക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. ഒരു ഉപാധിയെ ആശ്രയിച്ചും കൊണ്ടാണ് സമാധാനമെങ്കിൽ അതിൽ ചില പ്രശ്നമുണ്ട്. ഭാഗവതം വായിക്കുമ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ എങ്കിൽ അത് ശരിയല്ല. ആ സമാധാനം ഇങ്ങനെ സംഗതി ഉണ്ടിട്ടൊന്ന് ബോധിപ്പിക്കുകയാണ്. അത് വായിക്കാണ്ടിരിക്കുമ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കണം, അറിയണം. ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒന്നും സമാധാനം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ വിഷയം. അതാണ് മുക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അന്യഥാരൂപം ഹിത്വ സ്വരൂപേണ വ്യവസ്ഥിതി. ഞാനല്ലാത്ത പലതിനും ഞാനായിട്ട് ധരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ശരീരം ഞാനാണ്. ശരീരം മാത്രമാണോ? അല്ല, ശരീരമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഞാനാണ്. ഞാൻ അടിഞ്ഞ മാല, അതിലെനിക്ക് എൻ്റെ എന്നുള്ള വിചാരമുണ്ട്. എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. അതിനെന്തെങ്കിലും കേട് വന്നാൽ നമുക്ക് വിഷമാവില്ലേ? ഉടുത്ത വസ്ത്രത്തിന് എന്തെങ്കിലും പ്രശ്നമായില്ലേ? അത് നന്നല്ല പറഞ്ഞാൽ മതി, ഇഷ്ടാവില്ല. പോരട്ടോ, ഒന്നും കൂടി കസവ് പോരാ. വേറെ എത്ര നല്ല സാരി ഉണ്ട് ചോദിച്ചാൽ കഴിഞ്ഞു കഥ. തൻ്റെ ഒന്നല്ല, താൻ അവിടെ നിന്ന് വാങ്ങിയൊന്നും എടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ആ സാരിയോട് പോലുള്ള മമത എത്ര കണ്ടുണ്ട്. സാരി മാത്രമല്ല, താൻ ഇരിക്കുന്ന കസേര, അവിടെ താൻ പോയതിന് ശേഷം ഒരാൾ വന്നിരുന്നാൽ കഴിഞ്ഞില്ലേ കഥ എന്ന് പറഞ്ഞാൽ താൻ ഇരിക്കുന്നത്. താൻ 2 ദിവസം ഇരുന്നാൽ മതി, അപ്പോഴേക്ക് അതിനോടൊരു മമതയായി, ബന്ധമായി. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, തൻ്റെ നാടിനോട്, തൻ്റെ അമ്പലത്തിനോട്, അല്ലേ, അവിടുത്തെ ദേശത്തോട്, ഇങ്ങനെ എല്ലാത്തിലും എൻ്റെ 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 എന്ന് വെച്ചാൽ അങ്ങനെ വിഷമിക്കുകയാണ്. അതിനൊക്കെ പരിക്ക് പറ്റുമ്പോൾ ദുഃഖം കൂടി വരണം. ഇതാണ് ദുഃഖം. അതുകൊണ്ട് മമത ഒഴിവാക്കുക. ഒന്നെങ്കിലൊക്കെ എൻ്റെന്ന് വിചാരിക്കുക. എന്താണ്? എല്ലാം എൻ്റെ, അല്ലെങ്കിൽ ഒന്നും. അത് രണ്ടും കൂടി പാടില്ല. നമ്മൾ നടുക്കങ്ങ് നിൽക്കും. ഒക്കെ എൻ്റെ എന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അത്രയ്ക്ക് അറിവില്ല, പറ്റണില്ല. എന്നാൽ ഒന്നും എൻ്റെ അല്ല എന്ന് പറയാൻ മാത്രം അതും സാധിക്കുന്നില്ല. അവിടെയാണ് ദുഃഖത്തിൻ്റെ കാരണം. ഒന്നെങ്കിൽ ആ സർക്കിൾ വർദ്ധിപ്പിക്കുക, വലുതാക്കുക. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം. അത് തോന്നായിക വേണമിഹ. ഞാനെന്ന ഭാവം ഉണ്ടാവരുതേ. ഞാൻ ഇല്ല. നമ്മൾ ഈ ലോകത്തെ വിസ്തരിച്ച് ശ്രദ്ധിച്ച് കാണുമ്പോൾ ഞാൻ ഇല്ല നമുക്ക് മനസ്സിലാവും. അതാണ് നമുക്ക് കടൽ കാണുമ്പോൾ സന്തോഷം, ആകാശം കാണുമ്പോൾ ഒക്കെ സന്തോഷമാവാൻ കാരണം ഞാനങ്ങോട്ട് ഇല്ലേണ്ടിയാവും. അതങ്ങോട്ട് കാണുമ്പം ഇത്രയും വലിയൊരു സംഗതി കാണുമ്പോഴേ നമ്മളൊന്നും ഇല്ലാണ്ടിയാവും, ചുരുങ്ങി അങ്ങോട്ട് ഇല്ലാണ്ടിയാവണത് പോലെ തോന്നും. അതാണ് ഇത്ര രസം തോന്നാൻ കാരണം. വിശാലമായ സംഗതിയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തപ്പം ബദരി പോയ എത്ര സന്തോഷം, ഹിമാലയം കാണുമ്പോൾ അത്ര സന്തോഷം ചോദിച്ചാൽ ഞാനങ്ങോട്ട് ഇല്ലാണ്ടിയാവുകയാണ് അവിടെ. അതുകൊണ്ടാണ് അതിന് ഇവിടെ ഇരുന്ന് ഇല്ലാണ്ടിയാവുമെങ്കിൽ അവിടെ നിന്ന് പോകേണ്ട കാര്യമില്ല, ഇവിടെ നിന്നിട്ട് തന്നെ അങ്ങനെ സാധിക്കും. ചിലരെ മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ ഞാൻ എന്നുള്ളത് ഇല്ലാണ്ടിയാവും. ഞാനെന്ന ഭാവം തോന്നായിക വേണം ഇഹ. ഇനി അഥവാ തോന്നുകയാണെങ്കിലോ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി. തോന്നുകയാണെങ്കിൽ എല്ലാം ഞാൻ. നമുക്കങ്ങനെയല്ല. ഞാൻ എന്ന് പറഞ്ഞ ഈ ശരീരം, പിന്നെ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് ഭാര്യ, കുട്ടി, അത് ഞാൻ കഴിച്ചതുകൊണ്ടാണ്. ആ കുട്ടിയെ വേറെ ആളാണ് കഴിച്ചതെങ്കിലോ? അല്ല, നമ്മൾ കഴിച്ചത് നമ്മളെ. അതുകൊണ്ട് ഞാനല്ല ആ കുട്ടിയെ കഴിച്ചതെങ്കിൽ എനിക്കിപ്പോൾ ആ കുട്ടിക്കൊരു വയ്യായ വന്ന, ഭാര്യയ്ക്ക് വന്ന വിഷമമൊന്നുമില്ല. കാരണം എൻ്റെ അല്ല സംഗതി. നോക്കൂ, ആലോചിച്ച് നോക്കുക അതിൻ്റെ അവസ്ഥ. എൻ്റെ ഭർത്താവായതുകൊണ്ടല്ലേ, എൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ, എൻ്റെ കുട്ടി ആയതുകൊണ്ടല്ലേ. തലവേദന വന്നാൽ വലിയ ദുഃഖമായി. ആർക്ക്? തനിക്കല്ല, ഭാര്യയ്ക്കാണ് സമാധാനമില്ല. ഭർത്താവിന് വയ്യായി വന്നാലും ഭാര്യയ്ക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും പ്രയാസമല്ലേ. എന്നാലും പുള്ളിക്കാരന് വയ്യ, ആ പുള്ളിക്കാരനെ കഴിച്ചുകൊണ്ടല്ലേ. ഡൈവേഴ്സിറ്റി വന്നു വെച്ചാലോ നന്നായി. നോക്കൂ, ഒരേ സംഗതി തന്നെ, സംഗതി മാറണ കണ്ടില്ലേ. അയാൾക്ക് വയ്യായ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ അല്ല എന്നറിഞ്ഞപ്പോൾ അത് പ്രശ്നം അല്ലാതെയായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ താല്പര്യം നമ്മുടെ മനസ്സാണ് ദുഃഖത്തിന് കാരണം, വേറൊന്നുമല്ല. ആ മനസ്സ് നമ്മൾ നിയന്ത്രിക്കാൻ സാധിച്ചാൽ ദുഃഖിക്കാണ്ടിരിക്കാൻ ഇവിടെ പറ്റും. സന്യാസിമാരൊക്കെ അങ്ങനെയാണ് ദുഃഖിക്കാണ്ടിരിക്കുന്നത്. എത്രയോ യോഗിമാർ, ഗൃഹസ്ഥന്മാരും എത്രയോ പേര് അങ്ങനെയുള്ളവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സമാധാനം ഉണ്ടാവും എന്നാണ്. അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ്. ഏത് സാഹചര്യത്തിലും സമാധാനമായിട്ടിരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. മനസ്സെന്ന് പറഞ്ഞാൽ അതൊരു പിടികിട്ടാത്ത സാധനമാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ്. അതൊന്ന് താളം തെറ്റിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് അത് നമ്മുടെ പിടിയിലാവണം. അതിന് കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് കരുതണം എന്നർത്ഥം. ഇതാണ് മോക്ഷം. മോഹങ്ങളിൽ നിന്നുള്ള ബന്ധം ഒഴിവാക്കുക, മോഹങ്ങൾ തന്നെ ബാധിക്കാണ്ടിരിക്കുക, ആശകളില്ലാണ്ടിരിക്കുക, ദുഃഖമില്ലാണ്ടിരിക്കുക. പ്രശ്നങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമാണ്, സ്വാതന്ത്ര്യമാണ് മോക്ഷം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ പരമപുരുഷാർത്ഥം അത് മുക്തിയാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മോക്ഷമാണ് പരമപുരുഷാർത്ഥം. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മളതിന് വേണ്ടത്ര ആദരവ് കൊടുക്കാറില്ല. നമുക്ക് അർത്ഥകാമങ്ങളാണ് പ്രധാനം. അർത്ഥം എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കുക, കാമം എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക. നമുക്കതിലപ്പുറമൊന്നും ചിന്തിക്കാൻ വയ്യ. ഇനി ഈ വക വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ കേൾക്കണമെന്ന് തന്നെയുള്ളൂ. നമുക്ക് പ്രധാനം തന്നെയാണ്. ആകതൊക്കെ കേൾക്കാൻ പറ്റും, അത്രയൊക്കെ പറ്റുള്ളൂ. അവിടെ ഇരുന്ന് കുറച്ചൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതന്നെയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതൊന്നും പ്രാവർത്തികമാവില്ല എന്ന് പറയണവരുമുണ്ട്. ഒക്കെ കേൾക്കാൻ പറ്റും, നടക്കണ കാര്യമൊന്നല്ല അപ്പോൾ അത് എന്ന് ഉള്ള മട്ടിലാണ് അധികം പേരും ഈ വക വിഷയങ്ങളൊക്കെ കേൾക്കുന്നത്. അതുതന്നെയാണിത് ഫലിക്കാത്തത്. ചിലർ ചോദിക്കും, ഇത്രയൊക്കെ സപ്താഹം നടന്നിട്ടും ഇവിടെ സമാധാനമൊന്നും ഇല്ലല്ലോ ചോദിച്ചാൽ, സപ്താഹം നടക്കണുണ്ടില്ല ഒന്നും പറയണില്ല. ആരപ്പോൾ ഇത് വേണച്ചിട്ട് ശ്രദ്ധിച്ച് കേൾക്കണ എത്ര പേരുണ്ട്? അത്ര ആത്മാർത്ഥമായിട്ട് കേൾക്കണ എത്ര പേരുണ്ട്? അന്വേഷിക്കുമ്പോൾ അത് കുറവ് തന്നെയായിരിക്കും. അതാണ് അതിലത്തെ വിഷയം. നമ്മളത് ഭാഗവത്തിൻ്റെ കുഴപ്പമല്ല. നമ്മൾ മല കയറാൻ പറ്റണില്ല. മലയെ കുറ്റം പറയാൻ പറ്റുമോ? പൊട്ടമല പറഞ്ഞാൽ പറ്റില്ല. നമ്മളുടെ കുറ്റമാണ് കയറാൻ പറ്റാത്തത്. കയറിയവരുണ്ട്. അതുകൊണ്ട് ഒരു ഗ്രന്ഥം അത് പഠിച്ച് നേരെയായവരുണ്ട്. നമുക്ക് നേരെയാവാൻ പറ്റണില്ലെങ്കിൽ അത് ഗ്രന്ഥത്തിൻ്റെ കുഴപ്പമല്ല, അത് നമ്മളുടെ പരിമിതി എന്ന് മനസ്സിലാക്കണം. ഇവിടെ മുക്തി എന്ന് പറഞ്ഞാൽ അതാണ് പരമപുരുഷാർത്ഥം, മോക്ഷം. അതാണ് മുഖ്യം. പക്ഷെ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമുക്കിപ്പോഴും അങ്ങനെ ചെറിയ എന്തെങ്കിലും സുഖം, തുച്ഛമായ സുഖം, ചൊറിയണ സുഖം മതി. പക്ഷെ അതുപോലല്ലോ, അതുപോലെയുണ്ട് ഇവിടെയുള്ള സുഖമൊക്കെ. ഈ ചൊറിയണ സുഖം ചൊറിയുമ്പോൾ നല്ല സുഖമാണ്. അത് ദുഃഖമാണെന്നറിയാം വൈകുന്നേരം കുളിക്കുമ്പോഴാണ്. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ ഇപ്പം പലതും ചെയ്യുമ്പോഴൊരു സുഖമല്ല പറഞ്ഞാൽ സമ്മതിക്കില്ല. പരദൂഷണം പറയുമ്പോൾ സുഖമില്ല പറഞ്ഞാൽ പറ്റുമോ? നല്ല സുഖമുണ്ട് പറയുമ്പോൾ. ശരിയാണ്. പക്ഷേ അത് ദുഃഖമായിട്ട് തോന്നുന്ന ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ തോന്നും. എന്നല്ലെങ്കിൽ നാളെ തോന്നും, വേണ്ടില്ലായിരുന്നു, ഒരാവശ്യമില്ലാണ്ട് കുറേ കുറ്റം പറഞ്ഞു, വേണ്ടില്ലായിരുന്നു, പാടില്ലായിരുന്നു എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പം. ഇപ്പോഴുള്ള അവസ്ഥ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ചിലതൊക്കെ പ്രതികൂലമാകുമ്പോൾ ചിലപ്പം നമ്മൾ മാറി ചിന്തിക്കും. ചിലതൊക്കെ ജീവിതത്തിൽ വിഷമം വരുമ്പോഴേ ഇല്ലാത്തതാണ് നിശ്ചയം. എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു നടന്നില്ല എന്ന് തോന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ്. അതുകൊണ്ട് നിസ്സാരമായ വിഷയങ്ങളൊക്കെ വിട്ടേക്കുക, ഗൗരവത്തിൽ ജീവിതത്തെ നോക്കിക്കാണുക. അതാണ് ഇവിടെ വിഷയം. പരമപുരുഷാർത്ഥം അത് മോക്ഷമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അതാണ് പ്രധാനം. പലപ്പോഴും ഈ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാലും ആ കഥയിൽ ഭ്രമിച്ച് ഈ വിഷയം അറിയാണ്ട് പോവാറുണ്ട്. നമ്മളുടെയൊക്കെ കുഴപ്പം ആ പറഞ്ഞ കാര്യമൊക്കെ ചിലപ്പം കഥ ഓർമ്മ ഉണ്ടാവും, എന്തിന് പറഞ്ഞുള്ളൂന്നും അറിയില്ല. അങ്ങനെ കണ്ട പലരും ചിന്തിക്കന്നെ. ആമയും മൊയിലും പന്തയും വെച്ചുള്ള കഥ കേട്ടാൽ എവിടുന്ന് തിരുമേനി വെച്ചു? കുന്നംകുളത്തുനിന്നാണോ ചാവക്കാട് നിന്നാണോ? അതല്ല അതിൻ്റെ ഉദ്ദേശം. അത് എവിടുന്ന് വെച്ചാലും അഹങ്കാരം ആപത്ത് എന്നുള്ള കാര്യം പറയാനാണ് ഇപ്പോൾ ആ കഥ പറയുന്നത്. അതല്ലാതെ അത് എവിടുന്ന് വെച്ചു എന്ന് അന്വേഷിക്കാനല്ല. ഈ വക വിഷയങ്ങളൊക്കെ പറയണത് അതിലത്തെ കാര്യം കിട്ടാനാണ്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുക ചോദിച്ചാൽ കാര്യം പഠിക്കുന്നില്ല. കഥകൾ ഇത്രയും പറഞ്ഞതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്, കാര്യം മനസ്സിലാക്കണമെന്ന് കരുതിയിട്ടാണ്. ഇനി ഭാഗവത്തിൽ അവസാനം പറയും, കഥായിമാസ്തേ, ഈ പറഞ്ഞ കഥകളൊക്കെ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതി നതു പാരമാർത്ഥ്യം. വലിയ ചർച്ചയാണ് ഈ വിഷയം. അജയന്മാരുടെ തന്നെ രണ്ട് ഭാഗമാണ്, രണ്ട് തരത്തിൽ അന്വയിക്കാം. നമ്മളിത്രയും നോക്കുന്നുണ്ട്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ എടുത്തു പറയണത്, ഈ കഥയൊക്കെ ഞാൻ പറഞ്ഞത് അങ്ങേക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാനാണ്. എന്തിനാണ്? അറിവുണ്ടാവാനും ഈ ലോക വിഷയങ്ങളോട് വിരക്തി ഉണ്ടാവാനും, ആസക്തി ഉണ്ടാവാനല്ല. ഭാഗവതം കേട്ടിട്ട് ലോകത്തിനോട് ആസക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല, ആസക്തി പോവാനാണ്. വിരക്തിയും ജ്ഞാനവും ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതല്ലാതെ ഇതൊക്കെ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ പിന്നാലെ പോയിട്ട് സംശയം കൂടാൻ വേണ്ടിയിട്ടല്ല, ഉള്ള സംശയം കുറയ്ക്കാൻ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് വർണ്ണിച്ചത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി കഥ നിർത്തുന്ന സമയത്ത് സൂതൻ ശൗനകാദികളോട് പറയുന്നുണ്ട്. അതാണ് ഈ കഥയൊക്കെ പറയണത് തന്നെ. അതുകൊണ്ട് കഥയിൽ ഭ്രമിച്ചിട്ട് പണ്ടൊരു ടീച്ചർ സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ, മാത്സിൻ്റെ ടീച്ചറാണ്, ടീച്ചർ അങ്ങനെ ഗുണകോഷ്ടം ചെല്ലും. 2 2 ഈ 2 4 3 എന്നും ചൊല്ലും. എന്നും കുട്ടികൾക്കാച്ചാൽ വലിയ ഉത്സാഹം. അതങ്ങോട്ട് തുടങ്ങിയ കുട്ടികളും ഇങ്ങനെ കൂടെ എന്ത് ചെയ്യും, അവരിങ്ങനെ 2 2 ഈ 2 അങ്ങനെ അങ്ങോട്ട് ചൊല്ലും തന്നെ. ടീച്ചർ ഇത് പഠിക്കട്ടെ കരുതി അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ക്ലാസ് തുടങ്ങുമ്പോൾ ഇതങ്ങോട്ട് ചൊല്ലി തുടങ്ങും. അങ്ങനെ അവസാനം ടീച്ചർക്ക് എന്തോ ഒന്ന് തോന്നി, എന്തോ സ്വതവേ അങ്ങനെ തോന്നാറില്ല. ഒരു ദിവസം ടീച്ചർക്ക് ഒരു വർഷമായിട്ടോ, കഴിയാറായി, ഡിസംബർ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആയി. അപ്പോൾ ടീച്ചർ വെറുതെ ഒന്ന് ചോദിച്ചു, ഒരു കുട്ടിയെ എണീപ്പിച്ചിട്ടേ എന്ത് ഒന്ന് ചൊല്ലാൻ പറഞ്ഞു. കുട്ടി ഒറ്റയ്ക്ക് ചൊല്ലുമ്പോൾ കുട്ടി എണീറ്റ് ഒന്ന് ചൊല്ലുന്നുണ്ട്.
ഒരൊച്ച. അപ്പം ടീച്ചർ ഇങ്ങനെ അല്ല. അപ്പോൾ ആ കുട്ടിയുടെ കുഴപ്പം കരുതി അടുത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടിയാണ് ഇത് തന്നെ. ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടാവേണ്ടതല്ലാതെ 10-40 കുട്ടികളുണ്ട്, അവരെ കൊണ്ടൊക്കെ ചൊല്ലിപ്പിച്ചു. എല്ലാവരും ഓഹോ ഓഹോ എന്ന് മാത്രമേ ചെല്ലണുള്ളൂ. അപ്പോൾ സംഗതി ടീച്ചർക്ക് മനസ്സിലായി. ടീച്ചർ അങ്ങോട്ട് വന്ന് ടീച്ചർക്ക് തറയാം. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? രണ്ട് എല്ലാവരും ഇങ്ങനെ കാണിക്കുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? അവരിങ്ങനെ ഒച്ചുണ്ടാക്കി ആടുന്നുണ്ടെന്നല്ലാതെ സംഗതി പാർക്കും. അധികം നമ്മുടെയൊക്കെ സപ്താഹവും അങ്ങനെ ഓരോ ഓളത്തിലങ്ങോട്ട് പോകുന്നുണ്ടെന്നല്ലാതെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക ഇതൊന്നും പറയണ എനിക്കും കേട്ട നിങ്ങൾക്കും മനസ്സിലായില്ലല്ലോ എന്നാണ്. അത് അപ്പോഴാണ് മനസ്സിലാവുക. പറഞ്ഞാൽ അതങ്ങനെ അതവിടെ ഇതിവിടെ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ തോണി തുഴയണമൊക്കെ ഉണ്ട്, പക്ഷേ കെട്ടഴിച്ച് വിട്ടിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങനെ തുഴയനെയാണ്. ആദ്യം ഒന്ന് അഴിച്ചു വിട്ടാലേ ഇത് നീങ്ങുള്ളൂ. ഇപ്പം രാവിലെ ആയി നോക്കുമ്പോൾ കെട്ട് അവിടെ തന്നെ ഉണ്ട്. രാത്രി കൊണ്ട് അറിഞ്ഞതുമില്ല, പോകുന്നുണ്ട് വിചാരിക്കുക. കാരണം അവസ്ഥ അതുകൊണ്ട് കെട്ടൊന്നും അഴിക്കണം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് പരമപുരുഷാർത്ഥമെന്ന് ഉറപ്പിക്കണം. അർത്ഥകാമങ്ങളുടെ പിന്നാലെ ഞാനിനി അലയുന്നില്ല. കാരണം അർത്ഥകാമങ്ങളൊക്കെ കുറേ കിട്ടിയ നമ്മൾ അലയിൽ നിർത്തും. അതല്ലെങ്കിൽ കിട്ടിയവരെ പരിചയം ഉണ്ടെങ്കിൽ നിർത്തും. എന്താണ് അതൊക്കെ കിട്ടി ദുഃഖിക്കുന്നവരെ കാണുമ്പോൾ വേണ്ടട്ടോ അതൊക്കെ കിട്ടിയാലും പ്രശ്നം തന്നെയാട്ടോ, അയാളുടെ ജീവിതം കണ്ടില്ലേ എന്ന് കരുതി നമ്മൾ നിർത്തില്ലേ. അതുകൊണ്ട് അതിനാണ് ഇപ്പോൾ പരീക്ഷത്തിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത് തന്നെ. ദുഃഖാനി ആലോക്യ ജന്തുഷു അലമുദിത വിവേക. നമുക്ക് ദുഃഖം ഉണ്ടായില്ലെങ്കിൽ സാരല്ലേ, ദുഃഖമുള്ളവരെ കണ്ട് പഠിച്ചൂടെ? നമുക്ക് തന്നെ ദുഃഖം ഉണ്ടായാൽ മാത്രമേ പഠിക്കുള്ളൂ, വാശി വേണ്ട. ദുഃഖിക്കുന്നവരെ കാണണ്ടല്ലോ ലോകത്ത്. അവരുടെയൊക്കെ ജീവിതം നോക്കി നമുക്ക് അതിൽ പാഠം പഠിച്ചൂടെ? അതിനാണ് ഇവിടെ പരീക്ഷത്തിൻ്റെ മരണം ഭാഗവത്തിൽ വർണ്ണിക്കുന്നത് തന്നെ. പരമപുരുഷാർത്ഥം മോക്ഷമാണ്, മോക്ഷത്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വാസ്തവം പറഞ്ഞാൽ നമ്മളൊക്കെ മുക്തരാണ്, പക്ഷേ ആ സത്യം നമുക്കറിയില്ല. അത് തിരിച്ചറിയണം. അതിനാണ് ഇപ്പം ഇത്രയും വർണ്ണിച്ചത്. ഇനി ഏകാദശ സ്കന്ധം പറയുന്നതൊക്കെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മുക്തരാണ്, ഒരു പ്രശ്നവും നമുക്കില്ല, എവിടെയും കെട്ടിയിട്ടിട്ടില്ല. കെട്ടിയിട്ടു എന്നുള്ളത് തോന്നലാണ്, ആ തോന്നൽ ഒഴിവാക്കൂ. കെട്ടിയിട്ടു എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ കെട്ടഴിക്കുക തന്നെ വേണ്ടേ? അത് വേണ്ടേ? അത് വേണം. കെട്ടിട്ടു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ കെട്ട് അഴിച്ച് വിടന്നെ വേണ്ടി വരും. അതാണ് വിഷയം. ഞാൻ എലിയാന്ന് തോന്നിയാൽ വല്ലാത്തൊരവസ്ഥയാണത്. പണ്ടൊരാൾക്ക് അങ്ങനെ രോഗം വന്നു, ഞാൻ എലിയാണെന്ന് ഇങ്ങനെ തോന്നുക. പൂച്ചയെ കാണുമ്പോൾ ഇയാൾ പേടിക്കുക. കാരണം എന്താ ചെയ്യുക, താൻ എലിയാണെന്ന് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ഡോക്ടർ കുറേ ചികിത്സിച്ചു, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. അയാൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ആയി. അങ്ങനെ താൻ എലിയല്ല, മനസ്സിലാക്കിയില്ലേ? അപ്പോൾ പറഞ്ഞു രേഡീസൊക്കെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എലിയല്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഒരു പൂച്ചയെ കണ്ടപ്പോൾ അയാൾ വേഗം അകത്ത് കയറി ഡോക്ടറോട് പറയാണ്, എനിക്ക് ഞാൻ എലിയല്ല മനസ്സിലായി, പക്ഷേ പൂച്ചയ്ക്ക് ഇത് മനസ്സിലായി ഉണ്ടാവുമോ? ഇതാണ് നമ്മുടെയും കുഴപ്പം. സംഗതി നമ്മൾ പേടിക്കേണ്ട വിഷയമില്ല, എന്നാലും ഒരു അകാരണമായൊരു ഭയം ഇടയ്ക്കിങ്ങനെ വരിക. ഭാഗവതം കേൾക്കുമ്പോഴൊന്നുമില്ല, പക്ഷെ അത് അടച്ചു വെച്ചാൽ പിന്നെയും ഒരു ടെൻഷൻ, ഒരു ഭയം, അല്ലെങ്കിൽ ഡിപ്രഷൻ, അത് ഇതെന്തെങ്കിലും പേരിട്ട് വിളിക്കുക. എന്തായാലും എന്തോ ഒരു വയ്യായ ക്ഷീണം ഉണ്ടെന്നർത്ഥം. അത് നീങ്ങണം. അതാണ് വിഷയം. നാളെ മരിക്കുന്ന കണ്ടാലും പരിഭ്രമിക്കാത്തവരുണ്ട് ലോകത്ത്, ഒരു പ്രശ്നമില്ലാത്തവരുണ്ട്. വളരെ കഴുത്തിന് താഴത്തേക്ക് അനങ്ങില്ല, എന്നിട്ടൊരു പ്രശ്നമില്ലാതിരിക്കുന്നവർ ഈ ലോകത്തുണ്ട്. ഇഷ്ടം പോലെ മഹാത്മാക്കളുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം എന്നാണ് ഇങ്ങനെയൊക്കെ സാധിക്കും ലോകത്ത്. നമുക്കിപ്പോൾ അത്രയൊന്നും പ്രശ്നമില്ല, എന്നിട്ട് പോലും എന്തില്ല, നാളെ ഇനി അങ്ങനെ വല്ലതും വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും വരും, എന്നാലും നാളെ മരിച്ചു കൊണ്ടേ. അതുകൊണ്ട് ഇപ്പോഴേ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അതൊന്ന് ഒരുങ്ങി നിൽക്കുന്നത് നല്ലതാണ്. ദുഃഖിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ മോക്ഷം എന്നുള്ള വിഷയം, അവിടെയാണ് അതിൻ്റെ പ്രസക്തി. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മോക്ഷമാണ്. പണ്ട് ബുദ്ധൻ്റെ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞു, എനിക്ക് ഐ വാണ്ട് പീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, പീസ് അവിടെ ഉണ്ട്, ആദ്യത്തെ 2 ഒഴിവാക്കിയാൽ മതി. ഐ വാണ്ട്, എനിക്ക് സമാധാനം വേണം എന്ന് പറഞ്ഞപ്പം അതിൽ എനിക്ക് എന്നുള്ളതും വെട്ടി, വേണം എന്നുള്ളതും വെട്ടി. സമാധാനം അവിടെ ഉണ്ട്, ഇത് രണ്ടും വെട്ടിക്കളഞ്ഞാൽ മതി. എനിക്ക് വേണം, എനിക്ക് വേണം. ഇതങ്ങോട്ട് ഒഴിവാക്കി എന്തുണ്ട് അവിടെ? എനിക്കൊന്നും വേണ്ട വിചാരിച്ചു നോക്കൂ, അവിടെ എന്തുണ്ട്? വിട്ടുകൊടുക്കുന്ന ആൾക്കാണ് സമാധാനം ഉണ്ടാവുക. ത്യാഗേനൈകേ അമൃതത്വമാനശു. ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം അനുഭവിക്കാൻ പറ്റുള്ളൂ. എല്ലാം വെട്ടിപ്പിടിക്കുന്നവൻ എന്നും അസ്വസ്ഥതയായിരിക്കും. എല്ലാം വിട്ടുകൊടുക്കുന്നവനോ അനന്തം സുഖമാപ്നോതി. സുഖമായിട്ടിരിക്കാൻ സാധിക്കും. കാരണം അയാൾക്ക് പരിഭ്രമമില്ല. അതുകൊണ്ട് വിട്ടുകൊടുക്കാൻ പഠിക്കുക, അതാണ് മുഖ്യം. ഈ ശരീരത്തെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ആർക്കാച്ചാൽ മരണത്തിനോ തക്ഷകം കടിക്കണോ, കടിച്ചോട്ടെ, ഞാൻ ശരീരമല്ല എന്നങ്ങോട്ട് അറിയണം.
വിട്ടുകൊടുക്കുക പറഞ്ഞ താല്പര്യം ഇതാണ്, അതറിയുക, അതാണ് മുഖ്യം. ഇവിടെ ഭഗവാന്റെ കൊട്ടാരം കടലെടുത്തുമല്ലോ, ഭഗവാന്റെ മക്കൾ തമ്മിൽ തല്ലി മരിക്കാണല്ലോ ഉണ്ടായത്, ഭഗവാന്റെ പാദത്തിലൊരു വേടൻ അസ്ത്ര ചെയ്തപ്പം കൊണ്ടുവല്ലോ, പിന്നെ നമ്മുടെ കാലിൽ കൊള്ളില്ല വിചാരിക്കുന്നുണ്ടോ? അതിനാണ് ഇപ്പോൾ ഈ കഥ, അല്ലെങ്കിൽ ഇങ്ങനെ കഥ വർണ്ണിക്കേണ്ട കാര്യമുണ്ടോ? സംഭവിക്കും. അതൊന്ന് മാറാൻ ഈ ശരീരത്തിന് സാധിക്കില്ല. ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കണമെന്നാണ് അർത്ഥം. ശീര്യത ആണ് നശിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു പേര് ദേഹം എന്നാണ്, എന്ന് പറഞ്ഞാൽ ദഹിക്കാൻ പോണത്, ഭസ്മാവാൻ പോണത് എന്നാണ് അർത്ഥം. അതാവാണ്ടിരിക്കില്ല. പരീക്ഷത്ത് തക്ഷകൻ കഴിക്കാണ്ട് നോക്കാൻ ശ്രമിച്ചില്ലല്ലോ, അതാണ് പരീക്ഷത്തിൻ്റെ കേമത്വം. പരീക്ഷത്തിനറിയാം ഈ തക്ഷകൻ അല്ലെങ്കിൽ വേറെ തക്ഷകൻ വന്ന് കടിക്കും. എന്തിനാ വെറുതെ ഇല്ലാണ്ടിയാക്കാൻ നോക്കണത്? ഞാൻ ശരീരമല്ല എന്ന് അറിഞ്ഞാൽ പോരെ? അതാ ചോദ്യം. ഇത്രയേ ഉള്ളൂ. നമുക്കൊന്നും ഇല്ലാണ്ടിയാക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തെ അങ്ങോട്ട് നേരെയാക്കാനോ മരിക്കാണ്ടിരിക്കാനുള്ള ഗുളിക കണ്ടുപിടിച്ചോ? ശാസ്ത്രം എത്ര വികസിച്ചു, എന്നിട്ടോ എപ്പോഴും സമാധാനമായിട്ടിരിക്കാനുള്ളൊരു യന്ത്രം ഉണ്ടാക്കിയോ? ഉണ്ടോ? അവിടെ അങ്ങോട്ട് ഒരു മുറി, ആ മുറിക്ക് അങ്ങോട്ട് കയറിയാൽ സമാധാനം. അങ്ങനെ ഉണ്ടോ? പീസ് മേക്കർ ഉണ്ടോ? മറ്റേതുണ്ട്, ഉള്ളിൽ കയറിയിരുന്ന അങ്ങനെ യന്ത്രമുണ്ട്. എത്ര സൗകര്യമാണ്. യന്ത്രം കിട്ടോ? ഭാഗവതത്തിൽ അങ്ങോട്ട് കയറിയിരുന്നാൽ സമാധാനം. അത് മടക്കി വെച്ചാൽ അപ്പം അങ്ങനെയുള്ള യന്ത്രം ഇല്ല പറയാൻ വയ്യ. അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഉണ്ടാവണില്ല. അങ്ങനെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പുറമുള്ള സാഹചര്യം എന്തായാലും സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും, അതിന് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ. സന്തോഷം നമ്മുടെ കയ്യിലാണ്. പുറമെ രോഗമുണ്ടെങ്കിലും ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് നമ്മളെ ബാധിക്കാണ്ടിരിക്കാൻ സാധിക്കും. അതാണ് മുക്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവൻ മുക്തി. എന്താണ്? ശരീരം അവിടെ ഉണ്ട്, വിദേഹമുക്തിയെ പറ്റിയല്ല. ശരീരം അവിടെ ഉണ്ടെങ്കിൽ പോലും തന്നെ ബാധിക്കില്ല. അത് തന്നെ ബാധിക്കാണ്ട് അങ്ങനെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. ഒരു തോർത്തും കൊണ്ട് തോലിട്ട പോലെ, അത് വേണമെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലും സാരമില്ല. അതുപോലെ ദേഹം അവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇനി അത് നാളെ തക്ഷകം കടിച്ചാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കാൻ സാധിക്കും. അതിനെപ്പറ്റിയാണ് ഇവിടെ ചർച്ച. ഈ കാണുന്നതൊക്കെ നശിക്കും എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നശിക്കാത്ത ഒന്നിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അതല്ലാണ്ട് ഇതൊക്കെ എല്ലാ കാലവും ഉണ്ടാവുന്നൊരു വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആരെപ്പറ്റി ശ്രദ്ധിക്കില്ല, ഭഗവാനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ ശാന്തിയെപ്പറ്റി അന്വേഷിക്കില്ല. അതുകൊണ്ടാണ് അധികം പേരും അതിനെപ്പറ്റി അന്വേഷിക്കാത്തത്. ഇപ്പം താൻ പലതിൻ്റെയും പിന്നാലെ ഓടുന്നുണ്ട്, ഇതൊക്കെ നിത്യമാണെന്നുള്ള വിചാരം കൊണ്ടാണ്. തെറ്റിദ്ധാരണയാണ്. സമ്പത്ത് നിത്യമാണ്, സൗന്ദര്യം എന്നുണ്ടാവും ഇല്ലേ? അങ്ങനെയൊക്കെ ഒരു ധാരണ പൊതുവെ ഇല്ല എന്നൊക്കെ നിശ്ചയുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയില്ല. ഉണ്ടാവും എന്നുള്ള വിചാരം കൊണ്ടാണ് ഈശ്വരനിലേക്ക് തിരിയാത്തത്. ഒരു പ്രായം കഴിഞ്ഞാൽ ഈശ്വരനിലേക്ക് തിരിയണത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നഷ്ടപ്പെടും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. പഴയ പല്ല് പോയി, പഴയ തോല് പോയി, പഴയ മുടി പോയി, പഴയ ആരോഗ്യം പോയി, മക്കൾ പോയി. ഞാൻ പോയില്ല, ഒക്കെ വിദേശത്ത് എവിടെ ഉണ്ടാവും. അങ്ങനെ എന്നാലും വലിയ ശ്രദ്ധയൊന്നുമില്ല എന്നർത്ഥം. നമ്മൾ വിചാരിച്ചതുപോലൊന്നും എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ എന്ത് പറ്റും? എന്നാൽ പിന്നെ ഒന്ന് ഭാഗവതം നോക്കുക എന്ന് പറഞ്ഞാൽ കുറേശ്ശെ തിരിച്ചറിയണത് കൊണ്ടാണ്. ശാശ്വതമല്ല എന്നൊരു സൂചന കിട്ടിത്തുടങ്ങി. ഇതൊന്നും നിത്യമായിട്ട് നിൽക്കില്ല എന്നുള്ളത് അറിയുമ്പോൾ നിത്യമായത് എന്ത് എന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെയുള്ള അന്വേഷണമാണ് നമ്മളൊക്കെ ഭാഗവതത്തിൻ്റെ മുന്നിലൊക്കെ കൊണ്ട് എത്തിക്കുന്നത്. അതിനാണ് ഇപ്പോൾ 1-ാമത്തെ അധ്യായം ഭഗവാന്റെ വംശം നശിച്ചു എന്ന് പറയുകയാണ്. എന്തുണ്ടായി? അതിനൊരു കാരണം, ഒരു ശാപം എന്ന് കൂട്ടിക്കോളും. ഒരിക്കൽ ഋഷിമാർ ഭഗവാനെ കാണാനായിട്ട് വന്നു ദ്വാരകയ്ക്ക്. പക്ഷേ ദ്വാരകയിൽ അന്ന് ഭഗവാൻ അവിടെ ഇല്ലായിരുന്നു. അവർ ഉഗ്രസേനനെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുക. ഉഗ്രസേനനെ കണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് ആ ഋഷിമാരെ ഭഗവാന്റെ മക്കൾ കണ്ടു. അപ്പം അവർക്കൊരു തോന്നൽ, ഇവർ ഈ താടി നീട്ടി നടക്കുകയാണ് നാട്ടുകാരെ പറ്റിച്ചിട്ട്. എന്താ ഇപ്പോൾ ഇവർ ചെയ്യണത്? ലോകത്തിന് വല്ല കാര്യമുണ്ട് അവരെ കൊണ്ട്? അങ്ങനെയൊക്കെ ചോദിക്കണവരുണ്ട്. സന്യാസിമാരൊക്കെ നോക്കിയിട്ട് എന്താ ഇപ്പോൾ ഇവർ ചെയ്യണത്? വെറുതെ അങ്ങനെ നടക്കുക, തടിച്ചു കൊഴുത്തു നടക്കുക, എല്ലാവരുടെയും കാശും വാങ്ങി. എന്താ അവർ ചെയ്യണത്? നമ്മളൊക്കെ ഇപ്പോൾ എന്താ ചെയ്യണത്? അല്ല, കുറേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായി? ലോകത്തിന് വല്ല നേട്ടം ഉണ്ടായോ എന്ന് അന്വേഷിച്ചാൽ അവർ ചെയ്യണ അത്രയും കൂടി ആരും ചെയ്യുന്നില്ല. നമ്മളൊന്നും അത്യധ്വാനം ചെയ്താൽ പോലും അത്ര എത്തണമില്ല. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ആർക്കൊരു ഉപദ്രവം ചെയ്യാണ്ടിരുന്നാൽ തന്നെ വലിയ കാര്യമാണ് ഈ ലോകത്തിന് നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഹ്യമായിട്ട് നോക്കിയിട്ട് കാണാനൊന്നും സാധിക്കില്ല. നമ്മളിപ്പം കുറേ മെനക്കെട് പറഞ്ഞാൽ എന്താ പിറകു വെട്ടി കയറുന്നതാണോ അപ്പം വലിയ അധ്വാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്? അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. മനസ്സുകൊണ്ട് അവർ അധ്വാനിക്കുന്നുണ്ട്, അവർ പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. അവരുടെ ആ പ്രവൃത്തി കൊണ്ട് ലോകത്തിന് വലിയ ശാന്തി, ചിലപ്പോൾ നമ്മളൊക്കെ മെനക്കെട്ടാലില്ലാത്ത ശാന്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് പലർക്കും. ഇതൊന്നും നമ്മൾ വിലയിരുത്താണ്ട പോകരുതെന്ന് അർത്ഥം. നമ്മൾ അധ്വാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ കണക്കാക്കണത്? ചിലർ ഓരോരുത്തർ ഓരോ രീതിയോ. പണ്ടൊരു സന്യാസി ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നു, ഒരു അമ്മയുടെ അടുത്തേക്ക് വന്നു.
അവിടുത്തെ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നല്ല ശരീരമാണല്ലോ, നല്ല കരുത്തുണ്ടല്ലോ, എന്തെങ്കിലും പണിയെടുത്താൽ എന്തെങ്കിലും തരാൻ പറഞ്ഞു. അവർ എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ കുറേ വിറകുണ്ട് അപ്പുറത്തെ, ആ വെട്ടിക്കീറിക്കോളം പറഞ്ഞു. വെട്ടിക്കീറി കഴിഞ്ഞപ്പോൾ അമ്മ ഭക്ഷണം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിക്കില്ല പറഞ്ഞു. അതെന്താ ചോദിച്ചു. ഞങ്ങളുടെ രീതി എന്താ വെച്ചാൽ പണിയെടുക്കുന്ന ദിക്കിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കഴിക്കുന്ന ദിക്കിൽ പണിയെടുക്കില്ല. എന്താണ് അങ്ങനെയൊക്കെ ഓരോ നിയമമാണ്. എന്താ ചെയ്യുക, നമുക്ക് പിന്നെ അങ്ങനെയല്ല, നമ്മൾ പണിയെടുത്തിട്ട് അവർക്ക് അങ്ങനെ. അപ്പോൾ ചിലപ്പോൾ അവരങ്ങനെയാവും, വാങ്ങിയ ആളടുക്ക് തിരിച്ച് കൊടുക്കുന്നുണ്ടാവില്ല. ഒരാളിന്ന് വാങ്ങും, ഇല്ലാത്ത ആൾക്ക് കൊടുക്കുന്നുണ്ടാവും. വാങ്ങിയ ആൾക്കാരെ തിരിച്ചു കൊടുത്തോളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതി നമുക്കിതൊന്നും വിലയിരുത്താൻ സാധിക്കില്ല എന്നർത്ഥം. പണ്ട് ഇങ്ങനെ കഥ പറയാം, കഥയെല്ലാം ഉണ്ടായ സംഗതി തന്നെയാണ്. അമൃതാനന്ദമയി അമ്മയ്ക്ക് ഒരു ഭക്ത കുറച്ചെന്തോ സ്വർണ്ണമാല എന്തോ വിലപിടിപ്പുള്ളൊരു മാല കൊടുത്തു. അത് കൈ കിട്ടി അധികമായില്ല. അപ്പോഴേക്കും ഒരു സ്ത്രീ വന്നിട്ട് എന്തോ വിഷമം പറഞ്ഞു, മകളുടെ കല്യാണമാണ്, കാശില്ല പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അത് കിട്ടി അധികം നേരമായില്ല. അപ്പോഴേക്കും ആർക്ക് കൊടുത്തു, ആ സ്ത്രീക്ക് കൊടുത്തു. അപ്പോൾ കൂടെയുള്ള ആരോ വന്ന് പറഞ്ഞു, അതെ അമ്മ നല്ല വിലപിടിപ്പുള്ള, ചെറുതാ വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ല കാശുള്ള സാധനമാണ്, വിലപിടിപ്പുള്ളതാണ് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പോകുമ്പം അമ്മ കൈയടിച്ച് വിളിച്ചു എന്നാണ്, ഇങ്ങോട്ടെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ശ്രദ്ധിച്ചു കൊണ്ടുപോകണം കേട്ടോ, വിലപിടിപ്പുള്ള സാധനം. അത്രയേ ഉള്ളൂ. എന്താണ് ശ്രദ്ധിച്ചു കൊണ്ടുപോകണം, അല്ലാതെ ഇങ്ങോട്ട് വാങ്ങി വയ്ക്കില്ല. നമ്മളാച്ചാലോ അത്ര വിലയുള്ള സാധനം അറിഞ്ഞില്ല. അവരെ സംബന്ധിച്ച് അങ്ങനെയല്ല, തൻ്റെ കയ്യിൽ കിട്ടിയാലും അയാളുടെ കയ്യിൽ കിട്ടിയാലും അപ്പോഴാണ് മഹാത്മാവാണത്. നമ്മളിപ്പോൾ മോഹാത്മാവാ, അത്രയേ ഉള്ളൂ. മഹാത്മാവൊന്നും ആയില്ല. മഹാത്മാവാണെന്ന് വെച്ചാൽ ഭേദബുദ്ധി ഇല്ല. ആർക്കായാലും നന്നാവട്ടെ, സ്വസ്ഥമായിട്ടിരിക്കട്ടെ, എല്ലാവരും സമാധാനമായിട്ടിരിക്കുമ്പോൾ തനിക്കും സന്തോഷം. അന്യനെ കാണുന്നില്ല. ഒരാൾ ദുഃഖിക്കുമ്പോൾ തനിക്ക് വേദന ഉണ്ട്, അയാൾക്കും ദുഃഖം മാറിയാൽ മാത്രമേ തനിക്ക് സമാധാനമാവുള്ളൂ. അതൊക്കെയാണ് പ്രത്യേകത. ഏതായാലും ഇവിടെ ആ ഋഷിമാരെ നിന്ദിക്കണമെന്ന് എന്തോ ഒരു തോന്നൽ ആർക്കുണ്ടായി, ഈ കുട്ടികൾക്കുണ്ടായി. എന്താ ഇപ്പം ഭഗവാന്റെ മക്കൾക്ക് അങ്ങനെ തോന്നാന്നൊക്കെ ചോദിച്ചാൽ എന്താ ഇപ്പോൾ ഉത്തരം പറയുക? അതിനൊന്നും ഉത്തരമില്ല. അങ്ങനെ തോന്നി. ഭഗവാൻ നേരാവണ്ണം വളർത്തിയില്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അത് സാധിക്കില്ല. ഓരോരുത്തർക്കും ഓരോ പ്രാരബ്ധം. നമുക്കങ്ങനെ വളർത്താനൊന്നും സാധിക്കില്ല എന്നുള്ളതൊരു സത്യമാണ്. കുറേയൊക്കെ ശ്രദ്ധിക്കണം. വ്യവഹാരത്തിൽ അങ്ങനെ പറയും, അച്ഛനും അമ്മയും ശ്രദ്ധിക്കണം, അവരുടെ ശ്രദ്ധയ്ക്ക് ആവശ്യം എന്നൊക്കെ പറയും. പക്ഷേ അവർ ശ്രദ്ധിച്ചു എന്ന് കരുതിയിട്ട് ഹിരണ്യകശിപു പ്രഹ്ലാദനെ ഒട്ടും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് പ്രഹ്ലാദൻ ആരായി? അച്ഛൻ്റെ സ്വഭാവം ഒന്നും കിട്ടിയില്ല, മിടുക്കനായില്ലേ. അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പം അത് ഓരോ ജീവനും പ്രാരബ്ധമുണ്ട്. കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, നേരാവണ്ണാക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ വെച്ചാൽ, അവരഥവാ നേരെയായില്ലെങ്കിലും ഞാൻ സമാധാനമായിട്ടിരിക്കും. എന്താണ് എൻ്റെ സമാധാനം ഇല്ലാണ്ടാക്കാൻ അത് ഭാര്യയ്ക്കും കുട്ടിക്കൊന്നും പറ്റില്ല എന്ന് ഉറപ്പിക്കണം. ഇതിപ്പോൾ അങ്ങനെയല്ല. അവർ വിചാരിച്ച എളുപ്പം നമ്മളിങ്ങനെ, അവർ ചാനൽ മാറ്റും നമ്മളതിനനുസരിച്ച് ഇങ്ങനെ. അതല്ല, നമ്മുടെ റിമോട്ട് നമ്മുടെ കയ്യിൽ. അതെന്തൊക്കെ വന്നാലും ഞാൻ എന്തായാലും സമാധാനമായിട്ടിരിക്കും, എന്തു വന്നാലും എന്ന് ഉറപ്പിക്കണം. അതാണ് ഇവിടെ വിഷയം. സമാധാനം എന്നുള്ളത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇവിടെ ഭഗവാൻ കാണിച്ചു തരേണ്ട പാഠതാണ്. ഈ കുട്ടികൾ വേഷം കെട്ടി, അങ്ങനെ സാമ്പനെ സ്ത്രീ വേഷം കെട്ടിച്ചു, ഒരു ഇഡ്ഡലി ചെമ്പൊക്കെ വെച്ച് സാരി എടുത്തു, ഗർഭിണിയാണെന്നും പറഞ്ഞ് ആരടുത്തേക്ക് പോയി, ഋഷിമാരടുത്തേക്ക് പോയിട്ട് ഋഷിമാരോട് പറയുകയാണ്, അതെ ഇവിടെ ഒന്നോ നാളെയോ പ്രസവിക്കും, നിങ്ങൾ പറയോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്ന് പറയോ, നിങ്ങൾക്ക് ഭാവി അറിയാനുള്ള ശേഷിയുള്ളവരല്ലേ, സർവജ്ഞന്മാരല്ലേ. ഉപസംഗൃഹ്യ പപ്രച്ചുഹു അവിനീതവത്. ഒരു വിനയവും ഇല്ലാത്തവരാണ്, പക്ഷെ അവർ വലിയ വിനയമുള്ളതുപോലെ തൊഴുത് തലയൊക്കെ താഴ്ത്തി നിങ്ങളൊന്ന് പറയോ, മഹാത്മാക്കളല്ലേ, ഒന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക്, ഇവൾ നാളെയോ മറ്റന്നാളോ പ്രസവിക്കും, ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് ആ ഋഷിമാരെ പരിഹസിച്ചും കൊണ്ട് അവർ ചോദിക്കണം. ഋഷിമാർ നല്ലോണം നോക്കി, അവർക്കാണത് കണ്ടെത്താൻ പ്രയാസം. അവർ പറഞ്ഞു പ്രസവിക്കൂട്ടോ. മുസലം കുലനാശനം. മുസലം എന്ന് പറഞ്ഞാൽ ഒലയ്ക്ക പ്രസവിക്കും, അത് കാരണം നിങ്ങളുടെ കുലം നശിക്കും. ഭഗവാന്റെ സങ്കല്പം അങ്ങനെയാവുമായിരിക്കും എന്നവർ കണക്കാക്കി. കളി കാര്യമായി. സാരി കണ്ട് അഴിച്ചപ്പോഴേക്കും വലിയൊരു ഒലയ്ക്ക താഴത്തേക്ക് അങ്ങോട്ട് വീണു. അതങ്ങോട്ട് വലുതാവാൻ തുടങ്ങി. ആ ഒലയ്ക്കും തോളിൽ വെച്ച് ഇവർ ഉഗ്രസേനൻ്റെ അടുത്ത് വന്നു. അന്ന് കൃഷ്ണൻ അവിടെ ഇല്ല. ഉഗ്രസേനൻ ആദ്യമായിട്ടൊരു തീരുമാനം എടുത്തതാണ്, ആദ്യമായിട്ടും അവസാനമായിട്ടൊരു തീരുമാനം എടുത്തതാണ്. ഇതിപ്പം പുറത്ത് പറയേണ്ട, നമ്മുടെ വംശത്തിന് തന്നെ ചിത്തപ്പേരത്. ഇത് രാഗി പൊടിച്ച് കടലിൽ കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. രാഗി പൊടിച്ച് കടലിൽ കളഞ്ഞാൽ തീരുവോ പ്രാരബ്ധം? അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ പറ്റൂ. അതിപ്പോൾ സാധിക്കില്ലല്ലോ. എന്തായാലും അങ്ങനെ രാഗി പൊടിച്ചു, കടലിൽ കളഞ്ഞു. അത് തിരമാലടിച്ച് കരയിൽ തന്നെ അടിഞ്ഞു, അത് പൊന്തി. അതാണ് ഏരകപ്പുല്ലുകളായിട്ട് മുളച്ചു. ഒരു തരം പ്രത്യേകതരം മൂർച്ചയുള്ളൊരു തരം പുല്ല്. ഒരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു, അത് വലിച്ചെറിഞ്ഞു. അത് കശ്ചിൻ മത്സ്യോഗ്രസിൽ ലോഹം. ഒരു മത്സ്യം ആ ലോഹത്തെ വിഴുങ്ങി. അത് ഒരു മുക്കുവിന് കിട്ടി.
മുക്കുവൻ ആ മത്സ്യത്തെ കീറിയപ്പോൾ ലോഹം കണ്ടു. തൻ്റെ കൂട്ടുകാരനായ ജര എന്ന് പറഞ്ഞ വേടനത് കൊടുത്തു. ആ വേടൻ അത് തൻ്റെ അമ്പിൽ തിരികി. ആ അമ്പാണ് ഭഗവാന്റെ പാദത്തിലേക്ക് അയക്കുന്നത്. തൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ തമ്മിൽ തല്ലി നശിക്കാനുള്ള ഏരകപ്പുല്ലും നേരെയായി, തൻ്റെ കാലിലേക്ക് അയക്കാനുള്ള അസ്ത്രവും നേരെയായി. ഇനിയിപ്പോൾ എന്താ വേണ്ടു? ഇനിയിപ്പോൾ സമയമായി അഭിനയിക്കുക. വേണമെച്ചാൽ ഇതൊക്കെ ഇല്ലാണ്ടിയാക്കാൻ ഭഗവാന് പറ്റും. പക്ഷെ എന്നിട്ടും അതൊന്നും ഇല്ലാണ്ടിയാക്കാൻ ആരും നിന്നില്ല, ഭഗവാൻ നിന്നില്ല. കാലരൂപി അന്വമോദത, കാലരൂപിയായിട്ടുള്ള ഭഗവാൻ എന്തായാലും പോകേണ്ട സമയമായി. 125 വർഷം ആവാറായി, ഇനി പോകണം, ഇങ്ങനെ ആവട്ടെ എന്ന് ഭഗവാൻ കണക്കാക്കി. അങ്ങനെയാണ് 1-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. മുക്തിയാണ് വിഷയം. ആ വിഷയത്തിൻ്റെ മുമ്പായിട്ട് എല്ലാം നശിക്കുന്നു എന്നുള്ള കഥ വർണ്ണിച്ചു. അതെന്തിനാണ് വർണ്ണിച്ചത് ചോദിച്ചാൽ, എല്ലാം നശിക്കുന്നു എന്നറിയുമ്പോഴേ നമ്മൾ നശിക്കാത്തൊന്നിനെപ്പറ്റി ആലോചിക്കുള്ളൂ. ആ ചിന്ത വരണം. എപ്പോഴെങ്കിലും ജീവിതത്തിൽ എന്ത് വേണം? ഈശ്വരനോടൊരു താല്പര്യം, ആധ്യാത്മിക വിഷയത്തിനോടൊരു താല്പര്യം വരണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആശ്രയിച്ച വസ്തുക്കൾ നമ്മളെ വിട്ട് പോകണം. അവരെന്തെങ്കിലും പറ്റിക്കണം, അതല്ലെങ്കിൽ അത് അവർ പോകണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കും. കുറച്ചൊരു ആധ്യാത്മിക സംസ്കാരം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കും, ഇല്ലെങ്കിൽ കള്ളുഷാപ്പ് പോയിരിക്കും എന്നാണ്. അതല്ല, കുറച്ചൊരു കഥയുള്ള ആളാണെങ്കിൽ ആധ്യാത്മിക വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനനം ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ ആ 1-ാമത്തെ അധ്യായം വർണ്ണിച്ചത് താല്പര്യം എത്രയേ ഉള്ളൂ, എല്ലാം നശിക്കും എന്നറിയുക. ഭഗവാന്റെ ദ്വാരക പോലും കടലെടുത്തു. പിന്നെ നമ്മുടെ ഇട്ടാവട്ടം നശിക്കുന്നതിന് വേറെ പറയണോ എന്ന് കാണിക്കാനാണ് ഇപ്പോൾ 1-ാമത്തെ അധ്യായം. പിന്നെ വർണ്ണിക്കുന്നത് ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം ഗുരുദ്വഹ അവാത്സീൻ നാരദോഭീക്ഷ്ണം കൃഷ്ണോപാസനലാലസഹ. ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം, ഭഗവാന്റെ ആ കൈകളാകുന്ന മതിലിൻ്റെ ഉള്ളിലുള്ള ആ ദ്വാരകയിൽ, ദ്വാരകയുടെ സംരക്ഷണം ഭഗവാന്റെ കൈകളാണ്. അവിടെ ഇരിക്കുന്ന ആ നാരദ മഹർഷി ഇപ്പം ഭഗവാന്റെ കൂടെ തന്നെയാണ്. കാരണം ഈ രൂപം ഇനി അധികം നേരം ഉണ്ടാവില്ല എന്ന് നാരദർക്കറിയാം. ഇപ്പോൾ ഉള്ള സമയത്ത് ഇവിടെ ഇരിക്കുക എന്ന് കരുതി ഭഗവാന്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. ആ നാരദ മഹർഷി അങ്ങനെ ഭഗവാന്റെ കൂടെ ഇരിക്കുന്നത് കണ്ടപ്പം അവിടേക്ക് വസുദേവർ വന്ന് ചോദിച്ചു, എന്തനുഷ്ഠിച്ചാലാണ് ഈ ജന്മം സഫലമാവുക എന്നൊരു ചോദ്യം. അതിനുത്തരമായിട്ട് നാരദ മഹർഷി പറഞ്ഞു, പണ്ട് ഇതേ ചോദ്യം നിമിരാജാവ് ചോദിച്ചു നവയോഗികളോട്. ആരാ നവയോഗികൾ? ഋഷഭദേവൻ്റെ മക്കളാണ്. ഭഗവാന്റെ അവതാരമാണ് ഋഷഭദേവൻ. ഋഷഭദേവന് 9 ഉണ്ണികളുണ്ട്. കുറേ 100 പേരുണ്ട്. അതിലെ 9 പേര് വളരെ പ്രധാനമാണ്. അവരുടെ കേമത്വം യോഗീശ്വരന്മാർ എന്നാണ് അവരറിയപ്പെടുന്നത്. നവയോഗികൾ, 9 യോഗികൾ. കവി, ഹരി, അന്തരീക്ഷനും, പ്രബുദ്ധൻ, വിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇങ്ങനെയാണ് 9 പേര്. അവരുടെ പേര് പറഞ്ഞാൽ തന്നെ ഹൃദയം ശുദ്ധാവും. പിന്നെ അവരെ കണ്ടാലുള്ള കാര്യം പറയണം. ഇതിലെ 9 പേരെയും കാണാനുള്ള ഭാഗ്യം നിമിരാജാവിനുണ്ടായി. ഒരിക്കൽ നിമിരാജാവ് ഈ യോഗീശ്വരന്മാരെ കണ്ട സമയത്ത് അവരെ തൊഴുതു നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര. ഇവിടെ ഒരു മനുഷ്യന്മം കിട്ടുക പറഞ്ഞാൽ വളരെ ദുർലഭമാണ്. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം. ഇനി മനുഷ്യന്മം കിട്ടിയിട്ട് കാര്യമില്ല, വൈകുണ്ഠപ്രിയന്മാരെ, ഭഗവത് ഭക്തന്മാരെ കാണാൻ സാധിക്കുക പറഞ്ഞാൽ അതും വളരെ ദുർലഭമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ കണ്ട സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, അത് ആത്യന്തികം ക്ഷേമം പൃച്ഛാമഹ. ആത്യന്തികമായിട്ടുള്ള ക്ഷേമം എന്താണ്? തൽക്കാലത്തേക്ക് ക്ഷേമമുള്ള വഴി എനിക്ക് പറഞ്ഞു തരണ്ട, അതെനിക്കറിയാം. കുറച്ച് കാശുണ്ടെങ്കിൽ തൽക്കാലം ക്ഷേമാവും. വിശന്ന് കഴിഞ്ഞാൽ ആഹാരം കിട്ടിയാൽ തൽക്കാലം ക്ഷേമാവും. തൽക്കാലമേ ഉള്ളൂ. അപ്പോൾ ആഹാരം കഴിച്ചു, എത്ര നേരം കിട്ടും? 4:15 വരെ. പിന്നൊരു ഫിൽട്ടർ കോഫി ആയാലോ, ഒരു പ്രാവശ്യം കൊണ്ട് കഴിച്ചു, ഇനി ജീവിതം കഴിയുന്നത് വരെ കഴിക്കണ്ട, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ഗുളികണ്ട തിരക്കിടില്ല. എത്ര പ്രാവശ്യം കഴിഞ്ഞു, ഇനി വേണ്ട, ഇനിയിപ്പോൾ ഒന്നും അങ്ങനെയല്ലല്ലോ. താൽക്കാലിക ക്ഷേമത്തിനുള്ള വഴിയൊക്കെ നമുക്കറിയാം. ജോലി കിട്ടിയാൽ മതി, ശമ്പളം കിട്ടിയാൽ മതി, ട്രാൻസ്ഫർ ആയാൽ മതി, അങ്ങനെയൊക്കെ പല വഴികളുമുണ്ട്. അത് താൽക്കാലിക ക്ഷേമമല്ലേ? ആത്യന്തികം ക്ഷേമം പൃച്ഛാമഹ. ആത്യന്തിക ക്ഷേമം എന്താ? ഇതാണ് ഒരു മനുഷ്യനെ ആലോചിക്കേണ്ടത്. താൻ തൃപ്തനാണോ എന്ന് ചിന്തിക്കണം. ഇപ്പം നമുക്ക് തൃപ്തനാണോ എന്ന് അറിയില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ ഓടുന്നു, നമ്മളും ഓടുന്നു. എല്ലാവരും കാശുണ്ടാക്കുന്നു, നമ്മളും ഉണ്ടാക്കുക. എല്ലാവരും വീട് വയ്ക്കുന്നു, നമ്മളും വീട് വയ്ക്കുന്നു. എല്ലാവരും കല്യാണം കഴിക്കേണ്ടത്, നമ്മൾ കഴിച്ചേക്കുക. എല്ലാവർക്കും കുട്ടിയുണ്ട്, എനിക്ക് കുട്ടി വേണം. ഇങ്ങനെയൊക്കെ അല്ലാണ്ട് നമുക്കിപ്പോൾ ഇതൊന്നും ഇപ്പോൾ എന്താ, നമ്മൾ തൃപ്തരാണോ, സന്തോഷമായിട്ടിരിക്കണുണ്ടോ എന്നുള്ളതൊന്നും ആലോചിക്കുന്നില്ല. അതാണ് അടുത്ത വിഷയം. ഇവിടെ അപ്പോൾ അതാണ് ചോദ്യം. എന്താണ് വേണ്ടത്? എന്താണ് ആത്യന്തികമായ ക്ഷേമം? എന്താ അത് പറയൂ. കല്യാണം കഴിക്കലാണോ, കുട്ടിയുണ്ടാവലാണോ, കാശുണ്ടാവലാണോ, വലിയ ബംഗ്ലാവ് വെക്കലാണോ, ആരോഗ്യമായിട്ടിരിക്കലാണോ? എന്താ അപ്പം വേണ്ടു? എന്താണ് ആത്യന്തികമായ ക്ഷേമം? അതൊന്ന് പറയൂ. സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗ ശേവധിർനൃണാം. ഈ സംസാരത്തിൽ
അല്പനേരമാണെങ്കിലും സത്സംഗം ലഭിച്ചാൽ, ക്ഷണാർദ്ധോപി, ഒരു ക്ഷണത്തിൻ്റെ പകുതിയാണെങ്കിൽ പോലും സത്സംഗം ഉണ്ടായിച്ചാൽ അത് ശേവധീഹി, ശേവധി പറഞ്ഞാൽ നിധി എന്നർത്ഥം. അത് വലിയ നിധിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. നിധിയും സത്സംഗം ഒരുപോലെയാണോ? അല്ലേ അല്ല. പക്ഷെ നമുക്ക് മനസ്സിലാവണം, നിധി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. 9 നിധികുംഭങ്ങൾ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയാണ് 9 യോഗീശ്വരന്മാരെ ആർക്ക് കിട്ടി? നിമിരാജാവിന് കിട്ടിയില്ലേ? നിധിയും യോഗീശ്വരന്മാരും ഒരുപോലെ കേട്ടോ. പക്ഷെ നമുക്ക് കാശെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ട് എന്ത് പറയാണ്? അങ്ങനെ ആ 9 യോഗീശ്വരന്മാരെ കാണാൻ സാധിച്ചു. അവരോട് പറഞ്ഞു, ധർമാൻ ഭാഗവതാൻ ബ്രൂത യതി ന ശ്രുതയേ ക്ഷമം. ക്ഷമം എന്ന് പറഞ്ഞാൽ അർഹത. നിങ്ങൾ എനിക്ക് ആ ഭാഗവത ധർമ്മം പറഞ്ഞു തരുമോ? അതും എത്ര വിനയത്തോടെ ചോദിക്കുന്നത്. പറഞ്ഞു തരണം, ഞാൻ രാജാവാണ്. അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ എനിക്ക് ആ ഭാഗവത ധർമ്മം പറഞ്ഞു തരുമോ? അതും എങ്ങനെ? യതി ന ശ്രുതയേ ക്ഷമം, അത് കേൾക്കാൻ ഞാൻ യോഗ്യനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗവത എന്താണ് അല്ല, അത് നോക്കണമല്ലോ. ഞാനത് കേൾക്കാൻ അർഹനാണുള്ളത് എനിക്കറിയില്ല, മോഹമുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗുരുനാഥന്മാരെ, നിങ്ങൾ എനിക്ക് ആ ഭാഗവധർമ്മം പറഞ്ഞു തരുമോ? യൈഹി പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജ. ഇത്രയും പറഞ്ഞ സമയത്ത് നാരദർ പറയണ വസുദേവരോട്, ഇങ്ങനെ ആ നിമിരാജാവ് അഭ്യർത്ഥിച്ച സമയത്ത് ആ യോഗീശ്വരന്മാരിലെ പ്രഥമൻ കവി എന്ന യോഗീശ്വരൻ, കവി എന്ന് പറഞ്ഞാൽ നാന്ന് ഋഷിക്കവി എന്നാണ്. ഋഷിയല്ലാത്തവൻ കവിയല്ല. കവി പറഞ്ഞ ഋഷി എന്നർത്ഥം, മന്ത്രദ്രഷ്ടാവ് എന്നാണ് ഋഷി പറഞ്ഞ അർത്ഥം. കവി എന്ന് പറഞ്ഞാൽ ജ്ഞാനിന്ന് താല്പര്യമുണ്ട്, ജ്ഞാനിന്ന് അർത്ഥം. വലിയ അറിവുള്ള ആൾ, ക്രാന്തദർശിത്വം ഉള്ള ആൾ, നല്ല അറിവുള്ള ആൾ, വിവേകമുള്ള ആൾ. അങ്ങനെ ആ കവി എന്ന യോഗീശ്വരൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇവിടെ എല്ലാവർക്കും പ്രശ്നം എന്താ ചോദിച്ചാൽ ദുഃഖമാണ് പ്രശ്നം. ആരും സുഖം ഒരു പ്രശ്നമായിട്ട് പറയാറേ ഇല്ല. സത്യം പറഞ്ഞാൽ സുഖവും ഒരു പ്രശ്നമല്ലേ ആണ്. സുഖവും ഒരു പ്രശ്നമാണ്. പക്ഷെ ആരും സുഖം പ്രശ്നമായിട്ട് നമ്മൾ പറയാറുണ്ടോ? സുഖം പ്രശ്നമായിട്ട് എന്താ അറിയില്ല. ശമ്പളം എത്രയായ വയ്യ, കുറച്ച് കുറയ്ക്കാൻ വല്ല വഴി. ഇന്ന് വരെ അതിനുവേണ്ടി സമരം ഉണ്ടായില്ല. ശമ്പളം കുറച്ചേ തീരൂ, ഇത്ര വയ്യ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇനിയും വേണമെന്നല്ലാതെ ഇങ്ങനെ കാശായ വയ്യട്ടോ അല്ലേ. ഇങ്ങനെ ആരോഗ്യം എപ്പോഴും ഇങ്ങനെ നോക്കൂ. ഒരു പനി വന്നിട്ട് ഇപ്പം എത്ര കാലമായി, അങ്ങനെ ആരും പറയാറുണ്ടോ? ഇല്ല. അപ്പം സുഖം പ്രശ്നമായിട്ട് നമുക്ക് തോന്നണില്ല. സുഖവും പ്രശ്നം തന്നെയാണ്. സുഖവും ദുഃഖവും നമ്മളെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ള സത്യം തന്നെ പലരും തിരിച്ചറിയുന്നില്ല. സുഖമായിട്ട് അറ്റാക്ക് വരുന്നവരുണ്ട് ഇല്ലേ? ലോട്ടറി അടിച്ച വിവരം അറിഞ്ഞിട്ട് അപ്പം തന്നെ കഴിഞ്ഞു. 1 കോടി രൂപ അടിച്ചു എന്നുള്ള വാർത്ത കേട്ട് ബോധം പോയവരൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതും താങ്ങാനൊന്നും പറ്റണില്ല. അപ്പം അതുകൊണ്ട് സുഖവും ദുഃഖവും നമ്മളെ അലട്ടുന്നുണ്ട് മനസ്സിലാക്കി വിവേകിയായിട്ടുള്ളൊരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് ശാന്തിയാണ്. എന്താണ്? സുഖവും വേണ്ട, ദുഃഖവും വേണ്ട, ഉള്ളതിങ്ങനെ ഇത്രയും വേണ്ടു. എന്ത് മതി? സമാധാനമായിട്ടിരുന്നാൽ മതി. പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല. ഇപ്പം ഉള്ള സമാധാനം അങ്ങനെ ഉണ്ടായാൽ മതി, അത്രയേ ഉള്ളൂ. മന്യേ അകുതശ്ചിത് ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം. ഇവിടെ ഭയമാണ് എല്ലാവരുടെയും പ്രശ്നം. ഭയം എന്ന് പറഞ്ഞാൽ പേടിയുണ്ട് എല്ലാവർക്കും. കാരണം നമ്മൾ പേടിയോട് കൂടിയവരാണ്. പേടിയില്ലാത്തവരായിട്ട് ആരുമില്ല. എന്തെങ്കിലുമൊക്കെ പേടി എല്ലാവർക്കും ഉണ്ടാവും. രോഗം വരുമെന്നുള്ള പേടിയായിരിക്കും, അതല്ലെങ്കിൽ മരിച്ചു പോകുമെന്നുള്ള പേടിയായിരിക്കും, സൗന്ദര്യം നഷ്ടപ്പെടും എന്നുള്ള പേടിയായിരിക്കും, തറവാടിത്വം കുലമഹിമ നഷ്ടപ്പെടുമെന്നുള്ള പേടിയായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള പേടി നമുക്കുണ്ട്. പേടിയില്ലാത്തവരായിട്ട് ആരുമില്ല. പേടി പോകണമെങ്കിൽ ആണ്. പേടിക്ക് കാരണം എന്തെന്ന് ആലോചിക്കണം. അപ്പോൾ മനസ്സിലാക്കാം. ദുഃഖത്തിന് കാരണം പേടിയാണ്. പേടിക്ക് കാരണം ദ്വിതീയാദ് വൈ ഭയം ഭവതി. പേടി ഉണ്ടാവുക 2 എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? പേടി ഉണ്ടാവുള്ളൂ. 2ൽ നിന്നാണ് പേടി ഉണ്ടാവുന്നത്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് പേടിയില്ല, അതാണ് സത്യം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ വിചാരിക്കുക. ലോകത്ത് വേറൊരാളും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പേടിയുണ്ടോ? ഞാനേ ഉള്ളെങ്കിൽ ഞാൻ ആരെ പേടിക്കാൻ? വേറൊരാളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ പേടി, നിങ്ങളായതുകൊണ്ടാണ്. ഞാൻ തന്നെയാണെങ്കിലോ ഇവിടെ ഇരിക്കണമൊക്കെ ഞാൻ തന്നെയാണ്. അങ്ങനെയാണ് എന്താ പേടിക്കാൻ? നമുക്ക് നമ്മുടെ ആളുകളാണെങ്കിൽ തന്നെ പേടിക്കാനില്ലല്ലോ. ഞാൻ തന്നെയാണെങ്കിൽ പിന്നെ സംശയമുണ്ടോ? ഒട്ടും പേടിയുണ്ടാവില്ല. അപ്പോൾ ദ്വിതീയാദ് വൈ ഭയം ഭവതി. 2ൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ട അളവിലുണ്ടായ ഒരിണ്ടൽ. ഇണ്ടൽ എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടാവുന്നത് ഒന്നായ ഈശ്വരനെ 2ആയും 2000ആയിട്ടും 2 ലക്ഷമൊക്കെ ആയിട്ട് നമ്മൾ ഈ കാണുന്നത്. ശരിക്കും ഒന്നേ ഉള്ളൂവെങ്കിലും നമ്മൾ പലതായിട്ട് കാണുന്നുണ്ട്. ഒരേ ഈശ്വരൻ തന്നെ നമുക്ക് ശത്രുവായിട്ടും മിത്രമായിട്ടും ഇങ്ങനെ പലതായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു, സുഖം ഉണ്ടാവുന്നു, എല്ലാം അനുഭവിക്കേണ്ടി വരികയാണ്. വാസ്തവത്തിൽ ഇവിടെ എന്തേ ഉള്ളൂ? ഈശ്വരനേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ഇതാണ് അറിവ്. എന്താ അറിവ്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈശ്വരനേ ഉള്ളൂ.
ഈശ്വരൻ ഉണ്ടെന്നല്ലേ പറയേണ്ടത്? അല്ല, ഈശ്വരനെ ഉള്ളൂ എന്നേ പറയാവൂ. ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരനും ഉണ്ട്, പിന്നെയും പലതും ഉണ്ടെന്ന് അർത്ഥമുണ്ട്. ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈശ്വരനല്ലാതെ വേറൊന്നില്ല. ഇനി ചെകുത്താൻ ഉണ്ടെങ്കിൽ ചെകുത്താനും ഈശ്വരൻ തന്നെ, അത്രയേ ഉള്ളൂ. ഈശ്വരനല്ലാണ്ട് മറ്റൊന്നില്ല. അതാണ് താല്പര്യം, അതാണ് സത്യം. ഏകമേവ അദ്വിതീയം, ഒന്നേ ഉള്ളൂ, രണ്ടില്ല. അതാണ് അറിവ്. ഈ അറിവില്ലാത്തതിൻ്റെ കുഴപ്പമാണ് രണ്ടെന്നുള്ള തോന്നൽ. രണ്ടുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഭയം ഉണ്ടാവുന്നത്. ഭയം കൊണ്ടാണ് ദുഃഖമുണ്ടാവുന്നത്. അത്ര എളുപ്പമുള്ള വിഷയമൊന്നുമല്ല. എന്താണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഉറങ്ങട്ടെ കരുതിയിട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ തമാശ പറയാൻ നിൽക്കണില്ല. അതുകൊണ്ട് ഭയത്തിന് കാരണം എന്താണ്? ദുഃഖത്തിന് കാരണം ഭയം, ഭയത്തിന് കാരണം രണ്ടെന്നുള്ള തോന്നൽ. രണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത് അജ്ഞാനം കൊണ്ട്. ജ്ഞാനം എന്താണ്? ഒന്നേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെ എഴുതി കോപ്പി എഴുതി പഠിക്കണം. എന്താണ് ദുഃഖത്തിന് കാരണം? ദുഃഖത്തിന് കാരണം ഭയം, ഭയത്തിന് കാരണം രണ്ടെന്നുള്ള തോന്നൽ. രണ്ടെന്നുള്ള തോന്നലുണ്ടാവാൻ കാരണം അജ്ഞാനം. അത്രയേ ഉള്ളൂ. ഞാനെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ആണ്, ഈശ്വരനേ ഉള്ളൂ, ഞാനല്ലാണ്ട് മറ്റൊന്നുമില്ല എന്നറിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തില്ല? അയാൾക്ക് ദുഃഖമില്ല എന്നാണ്. എന്ത് കാണുമ്പോഴും ഈശ്വരൻ, അതിലൊക്കെ ഈശ്വരനെ കാണുന്ന ഒരാൾക്ക് പിന്നെ എന്തില്ല? ഈശ്വരനെ കാണുക പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ എങ്ങനെ പീലി ചാർത്തിയിട്ട് ഭഗവാൻ അങ്ങനെ ചതുർബാഹുവായിട്ട് എല്ലാവരിലും ഇങ്ങനെ കാണുക എന്നുള്ളതല്ല. അതിലൊക്കെ ഉള്ള ചൈതന്യം ഒന്നു തന്നെ. ആ ഭഗവാൻ പല വേഷത്തിലാവും നിൽക്കുക. അപ്പോൾ എല്ലാത്തിലും ഉള്ളത് വൈദ്യുതിയാണ്. മൈക്കിലുള്ളതും വൈദ്യുതിയാണ്, ഫാനിലുള്ളതും വൈദ്യുതിയാണ്. നമുക്കറിയില്ലേ? ഫാനിലാകുമ്പോൾ അത് കറങ്ങും, മൈക്കിലാകുമ്പം ആ ശബ്ദം സ്പീക്കറിലൂടെ കൂടുതലായിട്ട് കേൾപ്പിക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോന്നിലും വ്യത്യാസമുണ്ട്. പെന്നിലൂടെ ഈശ്വരൻ പറയുന്നു, നിങ്ങളിരുന്നിട്ട് കേൾക്കുകയാണ്. രണ്ടിലുള്ളത് ഈശ്വരൻ തന്നെയാണെന്നുള്ള അങ്ങനെ അറിയാം. അത്രയേ ഉള്ളൂ. അത് ബുദ്ധി കൊണ്ട് അറിയാം, മനസ്സിലാക്കുക. അതാണ് വേണ്ടത്, അതാണ് താല്പര്യം. അതാണ് ഇവിടെ പറഞ്ഞത്. മന്യേ അകുതശ്ചിത് ഭയം അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം. നിത്യം അച്യുതൻ്റെ പാദത്തെ ഉപാസിക്കുന്നൊരുവന് എന്തില്ല? പിന്നെ അയാൾക്ക് ഭയമില്ല. അച്യുതൻ്റെ പാദത്തെ ഉപാസിക്കുക പറഞ്ഞാൽ എന്ത് കാണുമ്പോഴും അത് ബ്രഹ്മമാണെന്ന് വിചാരം ചെയ്യുന്നവൻ എന്തില്ല? അയാൾക്ക് പേടിയില്ല. നാമരൂപം അയാൾക്ക് അസ്തമിക്കും. അയാൾ നാമത്തിലും രൂപത്തിലും ഭ്രമിക്കുന്നില്ല, വസ്തുവിനെ മാത്രമേ കാണുന്നുള്ളൂ. നാമം രൂപം എന്ന് പറഞ്ഞാൽ പേര്, നാമം എന്ന് പറഞ്ഞാൽ പേര്, രൂപം എന്ന് പറഞ്ഞാൽ ആകൃതി. ഇവിടെയുള്ള ഇതിൻ്റെയൊക്കെ രൂപവും പേരും അങ്ങോട്ട് ഒഴിവാക്കിയാൽ പിന്നെ എന്തേ ഉള്ളൂ? ഇപ്പം ഞാൻ എന്ന് പറയുന്ന രൂപവും പേരും അങ്ങോട്ട് ഒഴിവാക്കിയ ആരാളുള്ളത്? ഈശ്വരനേ ഉള്ളൂ. എന്താണ്? അത് ഈശ്വരനാണ്. നമ്മളുടെയൊക്കെ രൂപവും പേരും ഒഴിവാക്കിയാൽ പിന്നെ വസ്തു ബ്രഹ്മം മാത്രം. വിളക്കിൻ്റെ പേര് ഒഴിവാക്കി ആകൃതി ഒഴിവാക്കിയാൽ എന്തേ ഉള്ളൂ? പറയുമ്പോൾ മനസ്സിലാവും. എപ്പോഴും ഇത് എടുത്തു വെച്ചോളൂ. ഓട് കിണ്ടി വിളക്കൊക്കെ എടുത്തു വെച്ചാൽ എളുപ്പമുണ്ട്. നാമവും രൂപവും ഒഴിവാക്കിയാൽ പിന്നെ എന്തില്ല? പിന്നെ ഈശ്വരനേ ഉള്ളൂ. നാമം രൂപവുമാണ് നമ്മളെ ഭ്രമിപ്പിക്കുന്നത്. ഈ ലോകത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ നാമരൂപം ആണ്. നാമവും രൂപവും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വസ്തുവിനെ മറന്നു പോവുക. നാമത്തിൽ, പേരിൽ, അതുപോലെ കണ്ടാലുള്ള രൂപത്തിലാണ് നമ്മൾ മയങ്ങി പോവുക. അപ്പം എന്ത് പറ്റി? നമ്മൾ ആ മോഹിനിയെ കണ്ട് വിഷ്ണു ഭഗവാനെ മറന്നു പോവുക. എന്നിട്ടാണ് ശിവൻ ഓടിയതുപോലെ നമ്മളും അങ്ങനെ ഓടുകയാണ്. അപ്പം അങ്ങനെ പറ്റിപ്പോവുകയാണ്. അതാണ് മായ എന്ന് പറയുന്നത്. നാമരൂപത്തിൽ ഭ്രമിക്കുന്നതിനെയാണ് മായ എന്ന് പറയുക. നാമരൂപവും മാറ്റി നിർത്തി വസ്തുവിനെ കാണാൻ പഠിച്ചാൽ അയാൾക്ക് എന്തില്ല? അയാൾ ആര് മരിച്ചാലും ദുഃഖിക്കില്ല. കാരണം എന്താ? വസ്തു അവിടെ ഉണ്ടല്ലോ. ആ നാമം നഷ്ടപ്പെട്ടു, ആ രൂപം മറഞ്ഞു, അത്രയേ ഉള്ളൂ. വസ്തുവിനൊരു മാറ്റം ഒരിക്കലും ഇല്ല. വിളക്ക് പൊട്ടിയാൽ അയാൾ ദുഃഖിക്കില്ല. കാരണം ഓടവിടെ ഉണ്ടല്ലോ. ഓടില്ലേ? ഓടിന് മാറ്റമില്ല. നാമത്തിലും രൂപത്തിലും ഭ്രമിക്കുന്ന ആൾക്ക് എന്നും വിഷമം അലട്ടിക്കൊണ്ടിരിക്കും. അതാണ് കുഴപ്പം. അതാ പറയണത്. അയാൾക്ക് ഭേദബുദ്ധി ഉണ്ട്. ഒക്കെ ജ്വല്ലറി പോയാൽ നമുക്ക് വ്യത്യാസമില്ലേ? 4 വള, 2 മാല, 10 മോതിരം, അങ്ങനെയൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ വാങ്ങി വീട്ടിൽ വെച്ച് രാത്രി കക്കാൻ വരുന്ന കള്ളനോ സ്വർണം, അത്രയേ ഉള്ളൂ. നമുക്ക് പിന്നെ ഓൾഡ് ഫാഷൻ അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. ആ പഴയതാ, പഴയ ഫാഷൻ വേണ്ട, പുതിയത് മതി. 2 പഴയതും വാങ്ങി, 10 പുതിയതും വാങ്ങി. കള്ളം വന്നപ്പോൾ എന്ന് വിചാരിച്ചു പഴയത് വേണ്ട വിചാരിക്കുമോ? കള്ളനൊറ്റ ചിന്തയുള്ളൂ. എത്ര പവനുണ്ട് അയാൾ നോക്കുള്ളൂ. അയാൾക്ക് സ്വർണം മാത്രമേ കാണണ്ടൂ. ഇതുപോലൊരു ബുദ്ധി. എന്ത് കാണുമ്പോഴും അതിൽ സ്വർണത്തെ മാത്രം ആ കള്ളൻ കാണുന്നത് പോലെ ഇവിടെ എന്ത് കാണുമ്പോഴും മനസ്സെവിടേക്കാണ് പോണത്? നേരെ പോയിട്ട് ആ രൂപത്തിലും നാമത്തിലും ഭ്രമിക്കാതെ വസ്തുവെ ശ്രദ്ധിക്കുക. ആ പരമാർത്ഥ വസ്തു എന്ന് പറഞ്ഞാൽ പരം സത്യം ധീമഹി. താൽക്കാലികമായ സത്യത്തെ വിട്ട് പരമമായ സത്യത്തെ ധ്യാനിക്കുക. അതാണ് മുഖ്യം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ആരെ കാണുന്നതെങ്കിലും ദുഃഖിക്കില്ല. അതാണ് അമ്മയ്ക്ക് ആദ്യമേ ഭഗവാൻ ഉപദേശം കൊടുത്തിട്ടുണ്ട്. അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത് ചിന്തയന്തൗ കൃതസ്നേഹോ യാസ്യതേ മദ്ഗതിം പരാം. നിങ്ങൾ എന്നെ പുത്രനായിട്ട് കണ്ട് സ്നേഹിച്ചോളൂ. പക്ഷേ വിചാരം ചെയ്യേണ്ടത് എങ്ങനെ വേണം? ബ്രഹ്മഭാവേന ചിന്തയന്തൗ. വിചാരം ചെയ്യേണ്ടത് അങ്ങനെ വേണം. വ്യവഹാരത്തിലൊരു നാടകം പോലെ ഒക്കെ അഭിനയിച്ചോളൂ ഭാര്യയോടും
മക്കളോടൊക്കെ അഭിനയിക്കുമ്പോഴും വിചാരം എന്ത് വേണം? ഇതൊക്കെ ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെ ഈ രൂപത്തിൽ ഇങ്ങനെ അഭിനയിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് അത് മറഞ്ഞു പോവും, അസ്തമിക്കും. അപ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം എന്ന് ആദ്യം അറിഞ്ഞാൽ ദുഃഖം ഉണ്ടാവില്ല. നമ്മൾ പക്ഷേ ആദ്യം അറിയണില്ല, എല്ലാ കാലവും ഉണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ദുഃഖം. അപ്പോഴേ ആ വസ്തുവിനെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ദുഃഖം ഉണ്ടാവില്ല. അതാണ് ഇവിടെ വർണ്ണിച്ചത്. പാദാംബുജോപാസനം അത്ര എന്ന് പറഞ്ഞാൽ നിത്യം ഈ ഒരു സത്യവിചാരം ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എന്ത് കാണുമ്പോഴും, ഇനി മുതൽ ഞാൻ എന്ത് കാണുമ്പോഴും. ജി ബാലകൃഷ്ണൻ നായർ അദ്ദേഹം പറയും, അതിപ്പോൾ ഇനി അടുക്കളയിലാണെങ്കിലും യുദ്ധക്കളത്തിലാണെങ്കിലും ചായ ഉണ്ടാക്കുമ്പോഴും എന്താ ഞാൻ ചെയ്യണത്? ബ്രഹ്മപൂജ, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിഹി, ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം. അത്രയേ ഉള്ളൂ. കഴിക്കണത് ആരാ? ബ്രഹ്മം. കുടിക്കണത് അതും ബ്രഹ്മം. ബ്രഹ്മത്തെ കുടിക്കുക, അത്രയേ ഉള്ളൂ. എന്ത് പണി ചെയ്യുമ്പോഴും, അത് ഊണ് കഴിക്കുകയാണെങ്കിലും വിസർജിക്കുകയാണെങ്കിൽ പോലും എല്ലാ കർമ്മവും അത് ഈശ്വര പൂജയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ചിന്ത മാറുന്നില്ല. എന്താണ് ചിന്ത? എപ്പോഴും എവിടെയാണ്? ഗർഭിണികളെ പോലെ അവർ പല പണിയും ചെയ്യുന്നുണ്ടാവും, പക്ഷേ ചിന്ത എവിടെയാണ്? ഉള്ളിലുള്ള കുട്ടിയെ മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇതേപോലെ പണികളൊക്കെ എടുക്കുന്നുണ്ടാവും, ജോലിക്ക് പോകുന്നുണ്ട്, ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ അതൊക്കെ വൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷേ ശ്രദ്ധ എവിടെയാണ്? ശ്രദ്ധ ഭഗവാനിൽ മാത്രം. ഇങ്ങനെ ഇരിക്കുക വേണ്ടത്. ഇതുതന്നെയാണ് സമർപ്പണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും മനസ്സ് ഭഗവാനിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ബോധത്തിൽ വയ്ക്കുക, അല്ലെങ്കിൽ ജ്ഞാനത്തിൽ വയ്ക്കുക, ബ്രഹ്മത്തിൽ വയ്ക്കുക. പല പേരിൽ വിളിക്കാം, സംഗതി ഇത്രയേ ഉള്ളൂ. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ അനുസൃത സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതത്. എല്ലാം ആ നാരായണനായിട്ട് സമർപ്പിക്കുക. യാതൊന്നു കാണുമതതു നാരായണ പ്രതിമ. എന്ത് കാണുമ്പോഴും അത് നാരായണനാണെന്നുള്ള സത്യം തിരിച്ചറിയാം. നമുക്കത് പറയാൻ സുഖമാണ്, നമ്മളിങ്ങനെ പാടുകയൊക്കെ ചെയ്യും. യാതൊന്നു കാണുമതതു നാരായണ പ്രതിമ. ആ കൊതുകിനെ കൊന്നു, ആ കൊതുകിനെ നാരായണനായിട്ട് കാണാൻ വയ്യ. അതും നാരായണനാണ്. ഈ ചൊല്ലാനൊക്കെ എളുപ്പമാണ്. ഇതിപ്പോൾ കായന വാചം ചൊല്ലാൻ നല്ല സുഖമാണ്, നമ്മളൊക്കെ ചൊല്ലാറുമുണ്ട്. പക്ഷെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആരും ചൊല്ലില്ല. സർവം സമർപ്പയാമി, എല്ലാം ഞാൻ ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം സമർപ്പിക്കുക എന്നല്ല. നമ്മൾ സമർപ്പിക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ ആരുടെയാ? ഞാൻ ഗുരുവായൂരപ്പൻ ലേശം കൊടുക്കാൻ പോവുക. ആര് നമ്മൾ കൊടുക്കാൻ? നമ്മൾ തന്നെ ഗുരുവായൂരപ്പനില്ല, അതറിയണില്ല. നമ്മൾ ലേശം ഗംഗയിൽ നിന്ന് വെള്ളമെടുത്ത് ഗംഗയിലേക്ക് തന്നെ തർപ്പിക്കുകയാണ്. ആർക്ക്? എവിടുന്നാണ് വെള്ളമെടുത്തത്? ആർക്കാ കൊടുക്കുന്നത്? ഗംഗയ്ക്ക്. ഗംഗ ഇങ്ങനെ നോക്കുക, ഇയാളെന്ത് വിഡിത്തായി കാണിക്കുന്നത്? എന്നിൽ നിന്ന് സാധനം എടുത്ത് എനിക്ക് തന്നെ തരികയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് സാധനം എടുക്കുന്നത് ഭഗവാന്റെ സ്വത്താണ്. എന്നിട്ട് ആർക്കാ കൊടുക്കുന്നത്? ഭഗവാന് കൊടുക്കുക. എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് എനിക്കത് തന്നാലോ? നമ്മളെ കീശ തന്നെ എടുത്തിട്ട് തിരുമേനിതാ ഇരിക്കട്ടെ, ഇതിപ്പോൾ എൻ്റെ കീശ എടുത്ത് എനിക്ക് തന്നാൽ അത്രന്നെ ഇപ്പം നമ്മൾ ചെയ്യണുള്ളൂ. ഇതൊക്കെ ആരുടെയാണ്? ഭഗവാൻ്റെ തന്നെയാണ്. അതുകൊണ്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സമർപ്പിക്കുക എന്നുള്ളതല്ല, സമർപ്പിതമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതാണ് അർത്ഥം. ഇതൊക്കെ അങ്ങയിലാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നു, തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് താല്പര്യം. അല്ലാണ്ട് സമർപ്പിക്കാൻ ആരാ? നമ്മളൊക്കെ ഭഗവാനിൽ സമർപ്പിതമാണ്. നമ്മൾ സമർപ്പിച്ചാലും ഇല്ലെങ്കിലും നമ്മളൊക്കെ ഭഗവാനിൽ സമർപ്പിതമാണ്. ചെയ്യുന്നതൊക്കെ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ, ഒക്കെ സംഭവിച്ചു. നമ്മളിപ്പം നമ്മൾ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, അതൊന്നും തെറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിക്കാണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എവിടെ ഇരുന്ന് ഉറങ്ങണത് പോലും അല്ല. വേറെ ഉദാഹരണമൊന്നും വേണ്ടല്ലോ. ആരിപ്പം ഉറങ്ങണമെന്ന് വിചാരിച്ച് ഉറങ്ങണതല്ലല്ലോ, അല്ലേ? അങ്ങനെ വിചാരിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സത്സംഗത്തിലിരുന്ന് എനിക്കൊന്ന് ഉറങ്ങണം എന്നൊന്നും വാശിയായിട്ട് വരുന്നവരല്ല. അപ്പോൾ അതിൽ തന്നെ എന്ത് മനസ്സിലാക്കാം? ഇതൊക്കെ ഭഗവാനിൽ സമർപ്പിതമാണ്. നമുക്കൊരു കർത്തൃത്വമില്ല. നമ്മളങ്ങനെ ഒരു യന്ത്രം പോലെ അങ്ങനെ വന്നിരിക്കുന്നു. ഒക്കെ ഭഗവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നടക്കും, ഉറങ്ങണു, എണീപ്പിക്കും, ബസ് കയറ്റി വിട്ടു, എവിടെയെങ്കിലൊക്കെ ഇറങ്ങി, അങ്ങനെ കാര്യങ്ങളൊക്കെ ആരും നോക്കുന്നു? ഭഗവാൻ ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ, ഇനിയിപ്പം നിർത്തല്ലേ. നമുക്ക് നിർത്താൻ മോഹമില്ല. നമുക്ക് ഇനി ഇങ്ങനെ ഇവിടെ കുറച്ച് കാലം കൂടി 10-300 കൊല്ലം കൂടി ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഭഗവാൻ മതി ഇനിയിപ്പം പോരാ. അപ്പോൾ നമുക്ക് പിന്നെ എന്താ ഉള്ളത്? ഒന്നുമില്ലാന്നുള്ളതാണ് സത്യം. ആ സത്യം തിരിച്ചറിയുക. ആ തിരിച്ചറിവുണ്ടാവുന്നു, അല്ലെങ്കിൽ ഞാനത് അറിയുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാണ്ട് സമർപ്പിക്കാൻ ഇപ്പം നമ്മളാരാ? സമർപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ സമർപ്പിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഭഗവാനിൽ സമർപ്പിതമാണ്. നമ്മളിവിടെ ജനിച്ചില്ലേ? ആരുടെ സങ്കല്പ? നമ്മളാരും സങ്കല്പിച്ചിട്ടല്ലല്ലോ. വളരണം സങ്കല്പിച്ചോ? ഒന്നുമില്ല, വളർന്നു. ക്ഷീണിക്കണമെന്ന് വിചാരിക്കണില്ല, കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണിക്കും. മുടി നരയ്ക്കണമെന്ന് വിചാരിക്കണുണ്ടോ? നരയ്ക്കണുണ്ട്. തോല് ചുളിയണമെന്ന് വിചാരിക്കണുണ്ടോ? ഇല്ല, ചുളിയണുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ കാണാണ്ടാവും. അതിപ്പോൾ മരിക്കണം വിചാരിച്ചിട്ടൊന്നുമല്ല,
ഭരിക്കും. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ തിരിച്ചറിയുന്നു. സമർപ്പയേ തത് കായേന, ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മനസ്സാ, മനസ്സുകൊണ്ടും വാച, നാവ് കൊണ്ട് പറയണതും ഒക്കെ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നടക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അതാണ് യോ അന്തഃപ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തിധര സ്വധാംന. ഏതൊരു ശക്തിയാണോ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഈ ഉറങ്ങിയിരിക്കുന്ന എൻ്റെ വാക്കിനെ ഉണർത്തുന്നത്, ഇതൊക്കെ ചെയ്യണത് ആരാ ചോദിച്ചാൽ അത് ഭഗവാനാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നു. ഞാനല്ല എന്നർത്ഥം. അതാണ് സമർപ്പണം. ഞാനല്ല, ഒന്നും ചെയ്യണത് ഞാനല്ല. രാമകൃഷ്ണദേവൻ പറയും, അമ്മ യന്ത്രി, ഞാൻ യന്ത്രം, ഞാനൊരു കളിപ്പാട്ടം. അമ്മ എങ്ങനെയാണ് ചലിപ്പിക്കണത് വെച്ചാൽ അങ്ങനെ പാവക്കൂത്ത് പോലെയാണ്. നൂല് നമ്മൾ കണ്ടോളന്നില്ല, പക്ഷെ പിന്നെ പോയി നോക്കിയാൽ മനസ്സിലാവും ഇതൊന്നും ഇപ്പോൾ അത് ചെയ്യണതല്ല. പിന്നെ ഒരാളെന്ത് ചെയ്യാൻ നൂലുകൊണ്ട് കളിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ രാജാവിനെ കാണുന്നുണ്ട്, മന്ത്രിയെ കാണുന്നുണ്ട്, യുദ്ധം നടക്കുന്നുണ്ട്, ഒക്കെ ചെയ്യണത് ഒരാളാണ്. അയാൾ നൂല് വെച്ച് കളിപ്പിക്കുകയാണ്, നൂല് കണ്ടോളന്നില്ല. ഇതുപോലെ നമ്മളെ വെച്ച് അങ്ങനെ ആ ഭഗവാൻ രസിക്കുന്നു. അതാണ് സത്യം. അത് തിരിച്ചറിയാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ഈ ജീവിതം വളരെ സരളമായി മാറും, സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കും. അതറിയാണ്ടിരുന്നാൽ ദുഃഖം ഉണ്ടാവും. ഭഗവാന്റെ ലീലയാണെന്ന് തിരിച്ചറിഞ്ഞാൽ സമാധാനമായിട്ടിരിക്കാം, അതറിയാണ്ടിരുന്നാൽ ദുഃഖിച്ചിരിക്കാം. രണ്ട് കൂട്ടരും ഇവിടെ ഇരിക്കും, പക്ഷേ ഒരാൾ ദുഃഖിച്ചിട്ടായിരിക്കും, ഒരാൾ സന്തോഷിച്ചിട്ടായിരിക്കും. എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. അതാണ് സമർപ്പണം എന്ന് പറഞ്ഞ താല്പര്യം. ഭഗവാനിൽ സമർപ്പിച്ചാൽ ഒന്നും കൂടി സൗന്ദര്യം കൂടും, ഒന്നും കൂടി ലളിതമാവും, ഈസിയാവും. മറ്റത് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒന്നുകൂടി എളുപ്പത്തിലിരിക്കാം. നല്ലൊരു ഡ്രൈവറെ കാറ് ഏൽപ്പിച്ച് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്നൂടെ? നമുക്ക് അത്രയൊന്നും ആയില്ല. നല്ല ബ്ലോക്കുള്ള സ്ഥലത്ത് കൂടെ ഓടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നിശ്ചയമില്ല വണ്ടി ഓടിക്കാൻ. കഷ്ടിച്ച് ലൈസൻസ് എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എന്തായിരിക്കും കഥ? അയാളെ കൊണ്ട് ലോകത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാവും, എല്ലാവരുടെയും ചീത്തയും കേൾക്കേണ്ടി വരും. നേരെ മറിച്ച് നല്ല ഡ്രൈവർക്ക് ഏൽപ്പിച്ചാലോ നമുക്ക് പിന്നിൽ കിടന്നുറങ്ങാം, AC ഇട്ടിട്ട് സുഖമാണ്. അങ്ങനെ ചെയ്താൽ പേടിക്കാനില്ല. അതാണ് സമർപ്പണം. ഭഗവാനെ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ് ചാവി, എവിടെ വെച്ചാൽ കൊണ്ടുപോവുക. അർജുനൻ അതാ ചെയ്തത്. കൃഷ്ണ നീ വണ്ടി ഓടിച്ചോളൂ, ഞാൻ അവിടെ എവിടെയും കിടന്നുറങ്ങട്ടെ, യുദ്ധം കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞു. യുദ്ധമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് അർജുനൻ കാര്യങ്ങൾ, അർജുനൊന്നും ചെയ്തിട്ടില്ല. അർജുനനോട് ഭഗവാൻ തന്നെ പറയണില്ലേ, നിമിത്തമാത്രം ഭവ, നീ ഒന്ന് തന്നാൽ മതി അർജുന, നീ അവിടെ നിന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ആയിക്കോളാം. അതാണ് സത്യം. നമ്മളിങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്നു എന്നിടയ്ക്കിങ്ങനെ വിചാരിക്കുമ്പം പ്രശ്നം ഉണ്ടാവുകയാണ്. ആ വിചാരം അങ്ങോട്ട് പോയാൽ മതി, ഇനി എന്ത് ചെയ്താലും സാരമില്ല. ഞാൻ ചെയ്യണമെന്നുള്ള വിചാരമില്ലെങ്കിൽ അത് അയാളെ ബാധിക്കില്ല, അതുകൊണ്ടൊരു ക്ലേശവും അയാൾക്ക് ഉണ്ടാവില്ല. ഇനി അയാൾ എന്ത് കർമ്മം ചെയ്താലും അയാളുടെ മനസ്സ് ബ്രഹ്മത്തിലാണെങ്കിൽ അത് അയാളെ ബാധിക്കില്ല. യോഗരതോവ ഭോഗരതോവ സങ്കരതോവ സംഗവിഹീന യസ്യ ബ്രഹ്മണിരമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ഇനി യോഗരതനാണെങ്കിലും ഭോഗരതനാണെങ്കിലും, കാരണം അദ്ദേഹം ഇത് ഭോഗിക്കുന്നുള്ള വിചാരത്തിലല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സെവിടെയാണ്? ബ്രഹ്മത്തിലാണ്, വേറെ എവിടെയും മനസ്സ് പോകണില്ല. അങ്ങനെയുള്ള ആൾ എന്ത് കർമ്മം ചെയ്താലും ആ കർമ്മം പുണ്യവും പാപവും അദ്ദേഹത്തിന് ഇല്ല. അതാണ് വാസ്തവത്തിൽ സമർപ്പണം എന്ന് പറഞ്ഞാൽ താല്പര്യം. ഭഗവാനിൽ മനസ്സ് വയ്ക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മനസ്സ് കാണില്ല, മനസ്സും ഭഗവാനും കൂടി അങ്ങോട്ട് ഒന്നായി മാറും. മനസ്സങ്ങോട്ട് തേഞ്ഞു പോകും. ചിന്തിച്ച് 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 പിന്നെ എന്തില്ലാണ്ടാവും? ചിന്ത ഇല്ലാണ്ടാവും. അതാണ് വേണ്ടത്. അതാണ് സമർപ്പണം. അങ്ങനെ സമർപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സമയത്താണ് ചോദ്യം വരുന്നത്, അല്ല ഇങ്ങനെ എല്ലാവർക്കും സാധിക്കുന്നില്ലല്ലോ, എന്താ അതിന് കാരണം? അതിന് കാരണം മായയാണ്. ഈ ഭക്തന്മാർ തന്നെ 3 തരത്തിലുണ്ട്. ഉത്തമൻ, മധ്യമൻ, പിന്നെ പറയേണ്ടത് അധമൻ എന്നാണ്. ഭക്തി ആയതുകൊണ്ട് നമ്മൾ പിന്നെ അധമൻ എന്ന് പറയണ്ടല്ലോ എന്ന് കരുതി പ്രാകൃതം എന്ന് പറയുകയാണ്. പ്രാകൃത ഭക്തന്മാരാണ് ലോകത്തിലധികവും. എന്തിനാപ്പോൾ ഇത് പറഞ്ഞത് ചോദിച്ചാൽ നമ്മളൊക്കെ ഏത് ഭക്തൻ്റെ കൂട്ടത്തിൽ പെട്ടതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, അല്ലാണ്ട് മറ്റുള്ളവരെ അളക്കാനല്ല. പ്രാകൃത ഭക്തി എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കാണുക, വിഗ്രഹത്തിൽ മാത്രം. അത് ഭഗവാൻ നമ്മളെപ്പോലെ തന്നെ പരിമിതിയുള്ള ഒരാളായിട്ട് കണക്കാക്കുകയാണ്. അവിടെ നടടച്ചാൽ പിന്നെ ഭഗവാനൊന്നും കാണില്ല, അമ്പലടച്ചാൽ ഗുരുവായൂരപ്പന് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, നമുക്ക് എന്തും ചെയ്യാം, മൂപ്പര് കാണില്ല എന്നൊരു വിചാരമുള്ളവരാണ് ലോകത്തധികം പേരും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്? അവരക്രമങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കവിടെ എഴുതി വെക്കേണ്ടി വരുന്നത്, യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. എന്തിനാപ്പോൾ അത് എഴുതി വെക്കേണ്ടി വന്നത്? അതിൻ്റെ അർത്ഥം ബ്രാക്കറ്റിൽ കൊടുക്കണം, കയ്യിലിരിപ്പ് പുറത്തെടുക്കരുത്, അതാണ് അർത്ഥം. അതിപ്പോൾ ക്യാമറ നിരീക്ഷണത്തിലൊന്നും കാണിക്കാനല്ല, ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കണ്ട എന്നാണ് ഇപ്പോൾ അതിൻ്റെ താല്പര്യം. ഇപ്പം അധികം പേരും ശരിക്കുള്ള സ്വഭാവം പുറത്ത് കാണിക്കാണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈശ്വരനെ പേടിച്ചിട്ടാണ്. അങ്ങനെ പേടിയുള്ള ഭക്തന്മാരാണ് പ്രാകൃതന്മാർ.
അവർക്ക് ഈശ്വരനോട് സ്നേഹം എന്നുള്ളത് പേടിയാണ്, ഭയം. അതുകൊണ്ട് അവർ കുഴപ്പമൊന്നുമില്ല, ലോകത്ത് വലിയ അധർമ്മം ചെയ്യാണ്ടിരിക്കണ്ടല്ലോ, അങ്ങനെ ഇരിക്കുന്നുണ്ട്. മധ്യമഭക്തന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഭഗവാനെ വിഗ്രഹത്തിൽ മാത്രമല്ല കാണുന്നത്, സജ്ജനങ്ങളെ കണ്ടാലും വീണ് നമസ്കരിക്കും. സജ്ജനങ്ങളിലും ആരെ കാണും? ഭാഗവതന്മാരിലും ഭഗവാനെ കാണും. ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലൊക്കെ നല്ല ശ്രദ്ധയുള്ളവരാണ്, അതിനൊക്കെ ആദരിക്കും. തീർത്ഥക്ഷേത്രങ്ങൾ, പുണ്യനദികൾ, അതൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അവർ പക്ഷേ മധ്യമന്മാരാണ്. അതെന്താ അവർ മധ്യമന്മാരാവാൻ കാരണം? അവർ ഈശ്വരനെ സേവിക്കാത്തവരിൽ ആരെ കാണില്ല? ഈശ്വരനെ കാണില്ല. അങ്ങനെ കുഴപ്പമുണ്ട്. അവർ പ്രഹ്ലാദനിൽ ഈശ്വരനെ കാണും, ഹിരണ്യകശിപുവിൽ ഈശ്വരനെ കാണാൻ അവർക്ക് പറ്റില്ല. ഭാഗവതം പഠിക്കുന്നവരിലും അല്ലെങ്കിൽ ഭാഗവത്തെ അനുകൂലിക്കുന്നവരിൽ ഈശ്വരനെ കാണും, ഈശ്വര നിഷേധികളിൽ ആരെ കാണില്ല? അയ്യോ, അങ്ങനെ പറ്റില്ലല്ലോ. എന്നാൽ ഉത്തമ ഭക്തന്മാരെങ്ങനെയാണ്? അവർക്ക് പിന്നെ അങ്ങനെ ഭേദബുദ്ധി ഇല്ല. ഇവിടെയുള്ള എല്ലാത്തിലും ഉള്ളത് ഈശ്വരൻ തന്നെയാണ്. അവർക്ക് ഭാഗവതം പഠിക്കുന്നവരാണോ, വായിക്കുന്നവരാണോ, വായിക്കാത്തവരാണോ, വരാത്തവരാണോ, അമ്പലത്തിൽ പോണവരാണോ, പോവാത്തവരാണോ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഉള്ളത് ആ ചൈതന്യം തന്നെയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും ആദരിക്കുന്നു. അവരാണ് ഉത്തമ ഭക്തന്മാർ. നമ്മളും ഉത്തമ ഭക്തന്മാരാവാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് വരാത്തവരെയും കേൾക്കാത്തവരൊന്നും വലിയ പരാതിയൊന്നും നമ്മൾ പറയേണ്ട കാര്യം ഇല്ല. പൊതുവേ അങ്ങനെ കുറച്ചൊക്കെ പോണവർക്ക് പോവാത്തവരെ കുറ്റം പറഞ്ഞൊരു സ്വഭാവം ഉണ്ടാവാൻ നിങ്ങൾക്കുണ്ടെന്നല്ല കേട്ടോ, നിങ്ങൾക്കൊന്നുമില്ല, എനിക്കറിയാം. പക്ഷേ എന്നാലും ചിലർക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അപ്പം നമ്മളത് പറയണ്ട. കാരണം അത് അവർക്ക് അവരുടേതായിട്ട് തിരക്കൊണ്ടാണ്. നമ്മളും പണ്ട കാലത്തൊന്നും പോയിട്ടൊന്നും ഉണ്ടാവില്ല. ഉണ്ടോ? 10-25 വയസ്സിൽ എവിടെയായിരുന്നു? അത് പറയണ്ട. അതാണ് തന്നെ. അപ്പം അതൊരു സമയമാകുമ്പോഴാണ് ഓരോരുത്തർക്കും അങ്ങനെ തോന്നുന്നത്. അപ്പം അതുകൊണ്ട് അവരിപ്പം വരാത്തതിനും പഠിക്കാത്തതിനും ശ്രദ്ധിക്കാത്തതിനും വലിയ കുറ്റമൊന്നും പറയണ്ട എന്നർത്ഥം. അവരിലും ഈശ്വരൻ തന്നെയുള്ളത്. ആ ഈശ്വരൻ സമയമാകുമ്പം കേൾപ്പിച്ചോളും എന്ന് കരുതി ശ്രമിക്കേണ്ടെന്നല്ല, പറഞ്ഞു നോക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചാൽ ഭാവിയിൽ വലിയ വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ സുഖമായിട്ടിരിക്കുക. ഇപ്പോഴേ നീന്തൽ പഠിച്ചാൽ വെള്ളത്തിൽ ചാടുമ്പോൾ എളുപ്പമുണ്ടല്ലോ അല്ലേ? ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ നീന്തൽ പഠിക്കാൻ പുറപ്പെട്ടൊരു കാര്യമില്ലല്ലോ. ആദ്യം നമ്മൾ കിണറൊക്കെ കുഴിച്ചു വെച്ചാൽ അവസാനം ഭാവിയിൽ വീടിന് തീ പിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വീടിന് തീ പിടിച്ചപ്പോൾ കിണർ കുഴിക്കാൻ പോവുക. അയ്യോ, അത് വെറുതെ ഒന്ന് കുഴിക്കാൻ പോയാൽ ആണ്. സന്ദീപ്തേ ഭവനേതു കൂപഖനനം ആണ്. വീടിന് തീ പിടിച്ചപ്പം കിണർ കുഴിക്കാൻ പോവുകയാണ്. പ്രത്യുദ്യമ കീദൃശ. ആ ഉദ്യമത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അതെങ്ങനെയാണ്? ഇതുപോലെയാണ്. സമയമാകുമ്പോൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. കുറച്ച് മുമ്പേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ, ഇന്ദ്രിയങ്ങളൊക്കെ പ്രബലമായിരിക്കുമ്പം ഭഗവാനെ അകത്തെത്തിച്ചാൽ, ഭാവിയിൽ ഇന്ദ്രിയങ്ങൾ ക്ഷീണിക്കുമ്പം ഭഗവാനെ നമുക്ക് ധ്യാനിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അതാണ് വേണ്ടതെന്നർത്ഥം. അപ്പം ഉത്തമ ഭക്തന്മാരാവാനാണ് ശ്രമിക്കേണ്ടത്. സവൈ ഭാഗവതോത്തമ. ആ ഉത്തമ ഭക്തൻ എങ്ങനെയിരിക്കും? അയാൾക്ക് ഒരു പ്രലോഭനത്തിലും വീഴില്ല. കാരണം ഭഗവാനേക്കാൾ വിലയുള്ളതായിട്ടൊന്നും അദ്ദേഹം കാണുന്നില്ല. ത്രിഭുവന വിഭവഹേതവേപ്യകുണ്ഠസ്മൃതിരചിതാത്മസുരാദിഭിർവിമർഗ്യാത് ന ചലതി ഭഗവത് പദാരവിന്ദാത്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നിന്ന് ലേശം പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ചലിക്കില്ല. ലവനിമിഷാർദ്ധമപി. ഒരു നിമിഷം പോലും ഭഗവാന്റെ ഭാഗത്തുനിന്ന് മനസ്സ്, എന്തൊക്കെ കർമ്മം ചെയ്താലും മനസ്സ് ഭഗവാന്റെ ഭാഗത്തുനിന്ന് ചലിക്കുന്നില്ല. അതാണ് യസ്സ വൈഷ്ണവാഗ്ര്യ. അവരാണ് വൈഷ്ണവാഗ്ര്യന്മാർ, അവരാണ് ഉത്തമ ഭക്തന്മാർ. അവർക്ക് ഭഗവാനെ അവർ മറക്കില്ല. ഊണിലും ഉറക്കിലും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും. നമുക്ക് ഭാഗവതം കേൾക്കുമ്പോൾ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഈശ്വരനെ വന്നാൽ ആയി എന്നല്ല, നമുക്കിത് വരുന്നില്ല. അനുകൂല സാഹചര്യമായിട്ട് പോലും നമുക്ക് ഈശ്വര വിചാരം. ഇവർക്ക് അങ്ങനെയല്ല. ഏത് സാഹചര്യത്തിലും അവർ ഭഗവാനെ മറക്കണില്ല. ജീവിതത്തിൽ ദുഃഖം വരുമ്പോഴും മറക്കണില്ല, സുഖം വരുമ്പോഴും ഭഗവാനെ മറക്കണില്ല. പിന്നെന്താ പ്രശ്നം? പിന്നെന്ത് സുഖം ദുഃഖം ഒന്നും ബാധിക്കില്ല എന്നർത്ഥം. യസ്സ വൈഷ്ണവഗ്ര്യ. അവരാണ് വിഷ്ണുഭക്തൻ, അവരാണ് ഉത്തമ ഭാഗവതൻ. ത്യാഗരാജസ്വാമികളൊക്കെ ജീവിതത്തിൽ ദാരിദ്ര്യം കഷ്ടപ്പാടും ഉണ്ടായിട്ട് പോലും ഭഗവാനെ പഴി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ശരഭോജ രാജാവ് ആളെ വിട്ടു. തന്നെപ്പറ്റി സ്തുതിച്ചാൽ, ഒരു പാട്ട് എഴുതിയാൽ പാടിയാൽ കനകാഭിഷേകം ചെയ്യാം, തനിക്ക് പിന്നെ ദാരിദ്ര്യമില്ല, സുഖമായിട്ടിരിക്കുക, ഇവിടെ ഒരു പീഠം തരാം, ഇവിടെ ഇരിക്കാം. നമ്മളാച്ചൻ ചെയ്യും, ഇതായിരുന്നു ഞാൻ കാത്തിരിക്കുന്നത്, എൻ്റെ ജീവിതം സഫലമായി, ഇത്രയും കാലം പാടിയതിനൊരു അർത്ഥം ഉണ്ടായി നോക്കിയാൽ പറയുക. അദ്ദേഹം ഒരു കഷ്ടം തന്നെ. അദ്ദേഹം അവിടെ ഇരുന്നൊരു പാട്ട് പാടി, അതാണ് നിധിചാല സുഖമാ രാമുനി സന്നിധി സേവാ സുഖമാ. നിധി നിധി എന്ന് രണ്ടിലും കാണാം. നിധി കിട്ടാൻ വേണ്ടി പാടണോ, രാമൻ സന്നിധി, രാമൻ കേൾക്കാൻ പാടണോ, അതാണ്. മനസ്സെ നീ പറയൂ, ഞാൻ ആര് കേൾക്കാനാണ് പാടേണ്ടത്? രാജാവ് കേൾക്കാനോ? നരസ്തുതി വേണോ അല്ലെങ്കിൽ ഈശ്വരനെ സ്തുതിക്കുകയാണോ വേണ്ടത്?
ഒരു മനുഷ്യനെ സ്തുതിക്കുകയാണോ വേണ്ടത്, അതല്ല ഭഗവാനെ സ്തുതിക്കുകയാണോ വേണ്ടത്? തുച്ഛമായ സ്വർണം കിട്ടാൻ പാടണോ, അതല്ല രാമ അമൂല്യമായ നീ കേൾക്കാൻ ഞാൻ പാടണോ? മനസ്സേ നീ പറയൂ. നമ്മുടെ മനസ്സായിട്ട് എന്താ പറയുക? നിധി കിട്ടാൻ പാടും, അല്ലാതെ ഇപ്പം വെറുതെ രാമൻ കേൾക്കാൻ. ഇതാണ് പ്രശ്നം. ആ രാമൻ കേൾക്കാൻ പാടുന്നതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. അതാണ് കായേന വാച മനസ്സേന്ദ്രിയവും. നിധി കിട്ടാൻ പാടുക പറഞ്ഞാൽ ലോകർ കാണാൻ പാടുക, ലോകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി. അവർ കണ്ടുകൊണ്ടൊന്നും കിട്ടണില്ല കേട്ടോ, അത് വേറെ വിഷയം. നമ്മളിപ്പോൾ നാട്ടുകാർ അവർ കണ്ടിട്ടിപ്പോൾ എന്താ, അവർ കണ്ടിട്ട് ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുന്നൊന്നുമില്ല. അവർ കണ്ടു എന്ന് വിചാരിച്ച് നമുക്കൊരു സന്തോഷം. അവർ കണ്ട് അവർ നമ്മളെപ്പറ്റി നല്ലത് പറയുന്നുണ്ടാവും, ഒന്നും പറയണമൊന്നുമില്ല, എന്നാലും അതങ്ങനെ വിചാരിച്ച് സന്തോഷം. ലോകരെന്ത് പറഞ്ഞാലും ഇല്ലെങ്കിൽ എന്താ, അത് നല്ല വിഷയം. പക്ഷേ പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു കഥ. അതാണ് ഇവിടെ പറഞ്ഞത്. ത്യാഗരാജൻ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ത്യാഗരാജ ഭാഗവതൻ എന്ന് പറയുന്നത്. ഈശ്വരൻ കേൾക്കാൻ വേണ്ടി മാത്രമേ പാടുന്നുള്ളൂ. നമ്മൾ പാടുന്നത് ഫ്ലാറ്റ് കിട്ടാനാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആർട്ടിസ്റ്റ് എന്നേ പറയാറുള്ളൂ. ഇപ്പം ഭാഗവതനൊന്നുമില്ല. കാരണം പാടുന്നത് പൈസ കിട്ടാനാണ്. അപ്പം ആർട്ടിസ്റ്റ് എന്നേ പറയുള്ളൂ. പണ്ടങ്ങനെയല്ല. പണ്ട് ചെമ്പൈ വൈദ്യനാഥ ആർട്ടിസ്റ്റല്ല, ഭാഗവതർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാൻ കേൾക്കാൻ വേണ്ടി പാടുകയാണ്. അതാണ് മുഖ്യം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ചെയ്യണ കർമ്മം വേണ്ടതുപോലെ ആവണമെങ്കിൽ അത് ഭഗവാൻ കാണാൻ, ഭഗവാൻ കേൾക്കാൻ എന്ന് വിചാരിക്കുക. അതാണ് വേണ്ടത്. ആ ഭക്തന്മാർ ഒരിക്കലും ഭഗവാനെ മറക്കുന്നില്ല. ഭഗവാന്റെ ഹൃദയം, ഭഗവാന്റെ പാദം അവരുടെ ഹൃദയത്തിലാണ്. പ്രണയരശനയാധൃതാഘ്രി പത്മഹ സഭവതി ഭാഗവത പ്രധാന ഉക്ത. അവരവരുടെ പ്രേമമാകുന്ന പട്ടുനൂലുകൊണ്ട് ഭഗവാന്റെ പാദത്തെ അവരുടെ ഹൃദയമാകുന്ന ആ ഒരലിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നല്ല ഭക്തന്മാർ, ഉത്തമ ഭാഗവതന്മാർ. അങ്ങനെയാണ് അവർ ഭഗവാനെ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ചോദ്യം, മറന്നു പോണ കാര്യം അല്ലേ, മറന്നു പോണ ഭക്തന്മാർ എന്താ അങ്ങനെ മറന്നു പോകാൻ കാരണം? ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകാൻ എന്താ കാരണം? അതിന് കാരണം മായ. എന്താണ് മായ? ആ മായ ജയിക്കാനാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ പഠിക്കുന്നത്, കേൾക്കുന്നത്. മായ ജയിക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നിരന്തരമായ അഭ്യാസം കൊണ്ടും നിരന്തര ശ്രവണം കൊണ്ട് തന്നെ എത്ര അഭ്യസിച്ചാൽ പോലും മായ എപ്പം പിടിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. വലിയ വലിയ യോഗീശ്വരന്മാർ പോലും അതാണ്. ഋഷഭയോഗീശ്വരൻ പറയുമ്പോൾ ഭഗവാന്റെ അവതാരമല്ലേ, എന്നിട്ട് പോലും അദ്ദേഹം തന്നെ മായ ബാധിച്ചാലോ കരുതി ഏകാന്തത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇപ്പം നമ്മളെ കാര്യം പറയാനുണ്ടോ? വായലൊക്കെ ചരൽ നിറച്ചിട്ടെ തൻ്റെ അടുത്തേക്ക് ആരും വരണ്ട എന്ന് കരുതി അടുത്തേക്ക് വരുമ്പോൾ തുപ്പും. കാരണം ഭക്തന്മാർ സെൽഫി എടുക്കാൻ വരിക. അപ്പം അദ്ദേഹത്തിന് ഭയം, ഇനിയിപ്പം താനും ഈ മായയിൽ പെട്ടുപോകുമെന്ന് കരുതി അടുത്തേക്ക് ആരും വരാതെ അദ്ദേഹം നോക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നിട്ട് പോലും, കാരണം മായ ബാധിക്കുക എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വലിയ വലിയ യോഗീശ്വരന്മാരെ പോലും മായ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഭഗവാന്റെ മായ എപ്പം വേണമെങ്കിലും ബാധിക്കാം. അതുകൊണ്ട് കരുതിയിരിക്കണം. മായ എന്ന് പറഞ്ഞാൽ യാ മാ സാ മായ, ഇല്ലാത്തതാണ് ജ്ഞാനികളെ സംബന്ധിച്ചില്ലാത്തത്. എന്താണ്? അത്രേ പറയാൻ പറ്റുള്ളൂ. അജ്ഞാനികളെ സംബന്ധിച്ചുള്ളത്. സ്വപ്നം ഇല്ലാത്തതാണോ ഉള്ളതാണോ? അങ്ങനെ ചോദിച്ചാൽ കാണുന്നവനെ സംബന്ധിച്ചുള്ളത്, ഉണർന്നവനെ സംബന്ധിച്ച് ഇല്ലാത്തത്. അത്രയേ ഉള്ളൂ. അല്ലാതപ്പം ഉള്ളതോ ഇല്ലാത്തതോ ചോദിച്ചാൽ രണ്ടും പറയാൻ വയ്യ. ഉണ്ടെന്നും പറയാം, ഇല്ലയെന്നും പറയാം. കാണുമ്പോൾ ഉള്ളതാ. കാണുന്നവനെ സംബന്ധിച്ച് ഇല്ല തോന്നിയോ? സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ലാത്തതാണ്? കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈവായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ തോന്നിയോ? ഇത് ഇല്ലാത്തതാട്ടോ, ഇല്ലാത്തതാ, ഇതൊക്കെ ഇല്ലാത്ത തോന്നിയോ? ഉണർന്നപ്പം മനസ്സിലായി ഇല്ലാത്തതാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാത്തത് അറിയണം. ഇതുപോലെ ഇപ്പം നമുക്കിതൊക്കെ ഉള്ളതാ തോന്നണില്ലേ? അത് മനസ്സിലാവും എപ്പം ഭാഗവതം കേട്ട് ഉണർന്നാൽ. അവ കേട്ടതൊക്കെ ഇല്ലാത്തത്, അതൊരു സ്വപ്നമായിരുന്നു. ഇതൊരു സ്ഥൂലമായ സ്വപ്നം, കുറച്ചധികം നേരം നീണ്ടു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ജാഗ്രത എന്ന് വിളിക്കുകയാണ്. അതും എന്താണ്? അതൊരു സ്വപ്നം തന്നെയാണ്. ലോകത്ത് രണ്ടെണ്ണമുള്ള സ്വപ്നവും സുഷുപ്തിയും മാത്രമേ ഉള്ളൂ. എന്താണ്? ജാഗ്രത ഇല്ല. വലിയ സ്വപ്നത്തെ നമ്മൾ ജാഗ്രത എന്ന് വിളിക്കുന്നു മാത്രം. അതുകൊണ്ട് മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുള്ളതുപോലെ തോന്നലാണ് മായ. പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം, അരണ്ട വെളിച്ചത്തിൽ കയറ് പാമ്പായിട്ട് തോന്നി. എന്താണ്? നല്ല പറയാൻ പറ്റിയ ഭാഗം ഉച്ചയ്ക്ക് ശേഷം. നല്ല അരണ്ട വെളിച്ചത്തിൽ കയറ് കണ്ടപ്പോൾ എന്തായി തോന്നി? പാമ്പായിട്ട് തോന്നുകയാണ്. അവിടെ ചോദ്യം, വാസ്തവത്തിൽ പാമ്പില്ല, പക്ഷേ പാമ്പ് തോന്നി ഇല്ലേ? പാമ്പായിട്ട് തോന്നി. ഇതുപോലെ വാസ്തവത്തിൽ ഇവിടെ ഈ പ്രപഞ്ചമില്ല, പക്ഷെ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നിയില്ലേ? ഉണ്ടെന്ന് തോന്നണമെങ്കിൽ അതിനടിസ്ഥാനമായ ഒരു വസ്തു വേണം. ഒന്നുമില്ലാത്തടത്ത് പാമ്പിനെ തോന്നുമോ? ഇല്ല. അവിടെ എന്തുണ്ടായിരുന്നു? കയറുണ്ടായിരുന്നു. ഒന്നുമില്ലാത്തടത്ത് ഈ പ്രപഞ്ചത്തെ തോന്നില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവണം? ഈശ്വരൻ ഉണ്ടാവണം. ആ ഈശ്വരനെ കണ്ടിട്ടാണ് നമുക്ക്
പ്രപഞ്ചമായിട്ട് തോന്നിയത്. ആനന്ദസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ കണ്ടിട്ട് നമുക്ക് പ്രപഞ്ചമായിട്ട് തോന്നി നമ്മൾ ദുഃഖിക്കുകയാണ്. എന്താണ്? നല്ല സൗന്ദര്യമുള്ള ഭംഗിയുള്ള നല്ല സുഗന്ധമുള്ള മുല്ലമാല കണ്ട് വെളിച്ചമില്ലാത്തതുകൊണ്ട് നമ്മൾ പാമ്പായിട്ട് വിചാരിച്ച് പേടിക്കുകയാണ്. തന്നെയാണ് പറഞ്ഞത്. സെയിം അതേ കാര്യം തന്നെ. ഈ പ്രപഞ്ചം കണ്ട് നമ്മൾ ദുഃഖിക്കുന്നുണ്ട്. ദുഃഖമുണ്ടല്ലോ, ഭയം ഉണ്ടല്ലോ, പേടി ഉണ്ടല്ലോ. പേടിക്കേണ്ട കാര്യമില്ല, ഭഗവാനാണ്. പക്ഷെ നമുക്ക് അത് തോന്നുന്നില്ല. അത് അറിവില്ലായ്മ കൊണ്ടാണ്. അരണ്ട വെളിച്ചം എന്നുള്ളത് മറന്നു പോകണ്ട. എന്താണ്? വെളിച്ചം നല്ലോണമില്ല, നല്ല ഉണ്ട്, കുറച്ചുണ്ടല്ലോ. കുറച്ചുള്ളതുകൊണ്ടല്ലോ എന്തോ ഉണ്ടല്ലോ, ഒന്നുമില്ല എന്നല്ലേ തോന്നുള്ളൂ. അവിടെ എന്തോന്നുണ്ട് തോന്നില്ല. പാമ്പാണ് സംശയം ഉണ്ടാവാൻ കാരണം ലേശം വെളിച്ചുണ്ട്. നമ്മുടെയൊക്കെ കുഴപ്പം ലേശം ഉള്ളതാണ് കുഴപ്പം. ഒന്നുമില്ല, നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒട്ടും ബുദ്ധി ഇല്ലെങ്കിൽ ജഡത്തിനൊക്കെ വല്ല വിഷയമുണ്ടോ? കല്ലിന് വല്ല വിഷയമുണ്ടോ? ഉണ്ടോ? ദുഃഖം ആണ് താൻ അനുഭവിക്കണമെന്ന് അറിയണത് എന്തുകൊണ്ടാണ്? കുറച്ച് കഥ ഉള്ളതുകൊണ്ടാണ്. അല്ലെ അതും അറിയില്ല. ഒരു വയസ്സ് 1.5 വയസ്സ് കുട്ടിക്ക് വല്ലതും അറിയുമോ? അടുത്ത ബന്ധു മരിച്ചാൽ അറിയുമോ? ഒന്നും അറിയണില്ല. അതിനിപ്പം താൻ അനുഭവിക്കണമെന്ന് തന്നെ അറിയാനുള്ള ശേഷിയൊന്നുമില്ല. നമ്മളുടെ കുഴപ്പം ലേശം അറിയാമെന്നുള്ളതാണ്. അരണ്ട വിളിച്ചത്. നമുക്കിപ്പം അജ്ഞാനം ഉണ്ടെന്ന് അറിയണത് എന്തുകൊണ്ടാണ്? ഞാനുള്ളതുകൊണ്ട്? അല്ലെങ്കിൽ അറിയില്ല. നമ്മൾ ഞാനെന്ന് പറയുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഒരാൾ ഒരു ഉത്തരം പറയുമ്പോൾ നമുക്ക് സമാധാനമാവേണ്ടത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം നമ്മളിലുണ്ട്. നമ്മളിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കണമെന്ന് വെച്ചാൽ ആ ഉത്തരം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കും. അവസാനം ഒരാൾ ആ ഉത്തരം പറപ്പാ സന്തോഷമായി. ആ ഉത്തരം കിട്ടാതെ നിൽക്കുന്നത് വരെ നമ്മൾ ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിലുണ്ട് ഉത്തരം. ആ ഉത്തരത്തിനോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കണുള്ളൂ. നമുക്ക് അറിയില്ല എന്നുള്ളത് അറിയണത് എന്തുകൊണ്ടാണ്? ജ്ഞാനം കൊണ്ടല്ലേ. ചിലർ പറയും എന്താ അറിയില്ല. അപ്പോൾ കുറേയൊക്കെ ഭാഗവതം കേട്ടിട്ടും ഒന്നും മനസ്സിലാവില്ല. അത് മനസ്സിലായില്ലേ? ആ വലിയ അറിവല്ലേ ഇതിപ്പോൾ. നമ്മളിപ്പോൾ മനസ്സിലായിച്ച് നിൽക്കല്ലേ ഇപ്പോൾ ഒക്കെ. ഇതിപ്പം മനസ്സിലായില്ല എന്നുള്ള അറിവ് വലിയ അറിവ് തന്നെയാണ്. അത് വലിയ അറിവ് തന്നെയാണ്. അപ്പോൾ അതറിയണ്ടല്ലോ. അതെങ്ങനെ അറിഞ്ഞു? അതന്നെ ഒരു പുരോഗതിയാണ്. അത് മനസ്സിലാവേണ്ടത് അർത്ഥം. കുറേശ്ശൊക്കെ കിട്ടിത്തുടങ്ങി എന്നാണ് അർത്ഥം. അരണ്ട വെളിച്ചം, ലേശം വെളിച്ചം ഉണ്ട് എന്നുള്ളതാണ് വിഷയം. അത് നന്നാക്കുക. നല്ല വെളിച്ചം ആവട്ടെ. സൂര്യനെ മറക്കണില്ലേ മേഘം? അത് ചിലപ്പോൾ കൈകൊണ്ടൊക്കെ മറയ്ക്കാറുണ്ട്. നമ്മൾ പറയുക സൂര്യനെ മേഘം മറച്ചു എന്ന്. സത്യം പറഞ്ഞാൽ അത് തെറ്റാണ്. മേഘം മറയ്ക്കുന്നത് നമ്മുടെ കണ്ണിനെയാണ്, സൂര്യനെ അല്ല. സൂര്യനെ മറയ്ക്കാനൊന്നും മേഘം കൂട്ടിയാൽ കൂടില്ല. ഇതുപോലെ അജ്ഞാനം വിചാരിച്ചാലൊന്നും ആ ബ്രഹ്മത്തെ മറയ്ക്കാൻ സാധിക്കില്ല. പിന്നെ ആരെയാണ് മറച്ചത്? നമ്മളെ മറച്ചത്. എന്താണ്? നമ്മളിങ്ങനെ കൈകൊണ്ടൊക്കെ മറയ്ക്കാറില്ലേ? ഞാൻ ഈ സൂര്യനെ അങ്ങോട്ട് മറച്ചു കൈകൊണ്ടേ. അങ്ങനെയല്ല പറയേണ്ടത് കണ്ണിനെ മറച്ചു എന്ന് പറഞ്ഞാൽ മതി. കണ്ണിൻ്റെ അടുത്താണ് കയ്യ, സൂര്യൻ്റെ അടുത്തല്ല. പക്ഷെ നമ്മളങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ വിവരക്കേടുകൊണ്ട് പറയുക. ഇതുപോലെ ഭഗവാനെ മറയ്ക്കുക. അത് ഒന്ന് ചോദിക്കട്ടെ, ഈ സൂര്യനെ മേഘം മറച്ചു എന്നുള്ളത് നമ്മളെങ്ങനെ അറിഞ്ഞു? ആ വെളിച്ചതാ സൂര്യനെയാണ് മറച്ചത്. ആര് മറച്ചു? മേഘം മറച്ചു എന്നെങ്ങനെ കണ്ടു? സൂര്യൻ്റെ വെളിച്ചമുള്ളതുകൊണ്ടാണ് കണ്ടത്. എന്താണ്? സൂര്യനെ മറച്ചു എന്നുള്ളത് പറഞ്ഞത് ആരാ? സൂര്യനാണ്. നമുക്ക് അജ്ഞാനമുണ്ടെന്ന് പറഞ്ഞത് ആരാ? ആ ജ്ഞാനസ്വരൂപനായ ഭഗവാനാണ്. എന്നാൽ അപ്പോൾ അജ്ഞാനം നീക്കൂ എന്ന് കാണിക്കാനാണ് ആ അജ്ഞാനം ഉണ്ടെന്ന് കാണിച്ചിരുന്നത്. അത് നീക്കിയ സമാധാനമായിട്ടിരിക്കാം. ഇവിടെ മേഘം മറച്ചു എന്ന് തോന്നുന്നത് തന്നെ, അത് അറിയണത് തന്നെ വെളിച്ചമുള്ളത് കൊണ്ടാണ്, ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ്. ഇതുപോലെ നമ്മൾ അജ്ഞാനിയാണെന്നുള്ള സത്യം തിരിച്ചറിയണത് എന്തുള്ളതുകൊണ്ടാണ്? അതിനും അടിസ്ഥാനമായൊരു ജ്ഞാനം ഉള്ളത് കൊണ്ടാണ്. ഭഗവാൻ പറയും, എനിക്ക് 2 വിദ്യകളാണ്. വിദ്യമ്മ തനു വിദ്യുദ്ധവ. ഉദ്ധവ, താൻ മനസ്സിലാക്കൂ, എനിക്ക് എൻ്റെ മായയ്ക്ക് 2 ഭാവങ്ങളാണ്. ഒന്ന് വിദ്യ, ഒന്ന് അവിദ്യ. വിദ്യാമായ, അവിദ്യാമായ. നമ്മളിപ്പം ഏത് മായയെ ഉപാസിക്കണത്? നമ്മളിപ്പോൾ വിദ്യാമായയെ ഉപാസിക്കുക. എന്താണ്? ഇതും മായ തന്നെയാണ് കേട്ടോ. ഈ മായ എന്തിനാണ് ഉപാസിക്കുന്നത്? അവിദ്യാമായയെ ഇല്ലാണ്ടിയാക്കാൻ വിദ്യാമായയെ ഉപാസിക്കുന്നു. 2 ഇല്ലാണ്ടിയാവും. അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ വിഷയം. മായ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിലെ നായയാണെന്ന് പറയും രാമകൃഷ്ണദേവൻ. നായയെ പറ്റി പിന്നെ പറയണ്ടല്ലോ, വലിയ പ്രയാസമായിരിക്കും. ചില വലിയ നായകളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും ഇത് വാതിൽ തുറന്നിങ്ങോട്ട് വരും. നമ്മുടെ നെഞ്ചത്ത് കൈയും വെച്ച് കുത്തനെ നിന്നാൽ നമ്മളെക്കാളുണ്ട്. എങ്ങനെ ഇപ്പോൾ ഇതിനോട് നമ്മൾ പെരുമാറുക? അതിനോട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അത്രയും വലിയ ജന്തുവിനോട് നമ്മൾ യുദ്ധം ചെയ്താൽ നമ്മൾ തോൽക്കുകയുള്ളൂ. അതിനെ നമ്മൾ യുദ്ധം ചെയ്യുന്തോറും അതിൻ്റെ പരാക്രമം കൂടും. പിന്നെ അവിടെ ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ, അതിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് കരയുക. അതുപോലെ നമ്മൾ ഉടമസ്ഥനെ വിളിക്കുക. ഹരേ നമ, ഗുരുവായൂരപ്പ, കൃഷ്ണ, ഗോവിന്ദ, നാരായണ, ദാമോദര, മാധവ ഒക്കെ വിളിക്കുക എന്നല്ലാതെ എന്താ ചെയ്യുക? അങ്ങനെ നമ്മൾ ആ ഉടമസ്ഥനെ വിളിക്കുമ്പോൾ അയാൾ ഇറങ്ങി വരും. അയാൾ വന്നാൽ വിളിക്കുമ്പോഴേക്കും ആര് പോവും?
ആ നായ സുഖമായിട്ട് അയാളെ കൂടെ അങ്ങോട്ട് പോവുകയും ചെയ്യും. അതല്ലാണ്ട് വഴിയില്ല. അതുകൊണ്ട് ആ മുതലാളിയെ വിളിക്കുക, ഈ മായയുടെ ഉടമസ്ഥനെ, നമ്മളൊക്കെ മായയുടെ അടിമയാണ്. നമ്മൾ മായയുടെ അടിമകളെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ ഇവിടേക്ക് നമ്മളെ രക്ഷിക്കാൻ പറഞ്ഞു ഒരു മായയെ കണ്ടാൽ, മായ എന്നൊക്കെ മനസ്സിലായില്ലായിരുന്നു കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം വെറുതെ വിളിക്കണ്ട. മായയുടെ ഉടമയായിട്ടുള്ള ഭഗവാനെ വിളിച്ചാൽ ആ മായ തിരിച്ചാരത്തേക്ക് പോകും, ഭഗവാന്റെ അടുത്തേക്ക് പോകും. കുറച്ച് ദിവസം നമ്മൾ ഭഗവാനെ ഉപാസിക്കുകയാണെങ്കിൽ, കുറച്ച് ദിവസം നമ്മൾ ആ മുതലാളിയുടെ കൂടെ അവിടെ കഴിയുകയാണെങ്കിൽ, ആ മായ പിന്നെ നമ്മളെ കാണുമ്പോഴും ആ നായ നമ്മളെ നോക്കി വാലാട്ടും. അടുത്ത് വന്നിങ്ങനെ പറയും, അറിഞ്ഞില്ലായിരുന്നു, അന്ന് ഞാൻ അറിയായിട്ടോ, സോറി എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിലും അടങ്ങി നിന്നോളും. ഒറ്റ വഴിയുള്ളൂ, ഗുരുവായൂരപ്പൻ്റെ ആളായാൽ ആ മായ തൻ്റെ ബോസിൻ്റെ ആളാണ്, അതുകൊണ്ട് അയാളെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് തീരുമാനിക്കും. അതല്ലാണ്ട് വേറെ വഴിയില്ല. പാദാംബുജോപാസനം അത്ര നിത്യം. അതല്ലാണ്ട് മായയോട് മത്സരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഭഗവാന്റെ ശക്തിയാണ് മായ. ശരിക്കും പറഞ്ഞാൽ ഭഗവാനും മായയും രണ്ടല്ല. ഞാനും എൻ്റെ വാക്ശക്തിയും പോലെ എന്നാണ് പറയുക, ഞാനും എൻ്റെ വാക്കും പോലെ. വാക്ക് ഞാനല്ലേ, അല്ലേ? ഞാൻ തന്നെയാണ് വാക്ക്. പക്ഷേ ഞാൻ തന്നെയാണ് വാക്ക് പറഞ്ഞ് ഞാൻ പ്രസംഗിക്കാണ്ടിരുന്നാലോ ഞാൻ തന്നെയാണ് വാക്ക്, അതുകൊണ്ട് ഞാൻ മിണ്ടണില്ല എന്ന് പറഞ്ഞിരുന്നാൽ പറ്റുമോ? അത് പറ്റില്ല. ഞാൻ തന്നെയാണ് വാക്കെങ്കിലും പറയുമ്പോൾ രണ്ടായിട്ട് തോന്നും, പ്രവർത്തിക്കുമ്പോൾ രണ്ടായിട്ട് തോന്നും, അത്രയേ ഉള്ളൂ. ഭഗവാൻ തന്നെയാണ് മായ. ഭഗവാന്റെ ശക്തി തന്നെയാണ്. തീയിൻ്റെ ചൂട് എന്ന് പറയുന്നത് പോലെയാണ്. എന്താണ് തീയിൻ്റെ ചൂട്? തീ തന്നെയാണ് ചൂടേ. പക്ഷേ നമുക്കത് പ്രകടമാവുമ്പോൾ രണ്ടായിട്ട് തോന്നും. ഉദാഹരണം പറയാം, ഇന്ദ്രജാലക്കാരനും അയാളുടെ ഐന്ദ്രജാല ശക്തി ഇതാണ്. അല്ലെങ്കിൽ പാട്ടുകാരൻ, ഗായകനും അയാളുടെ പാട്ട് പാടാനുള്ള കഴിവും. ആ ഗായകന് പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് എപ്പോഴേ മനസ്സിലാവുള്ളൂ. അയാൾ പാടാണ്ടിരുന്നാൽ മനസ്സിലാവും. അയാൾ ഒന്നും കഴിക്കും, ഉണ്ടാണ്ട് കഴിക്കും. ഇയാൾ പാട്ടുകാരൻ നമുക്ക് മനസ്സിലാവും. അയാൾ പാടുമ്പോഴേ നമുക്കെന്ത് മനസ്സിലാവുള്ളൂ, അയാളുടെ ആ ശക്തിവിശേഷം നമ്മൾ അറിയണുള്ളൂ. ഇതുപോലെ ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുമ്പോഴാണ് ഭഗവാന്റെ ശക്തിവിശേഷം അറിയുക. അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ പറ്റി അറിയുന്നില്ല. അതിനാണ് ഈ സൃഷ്ടി. എന്ത് ഭഗവാന്റെ ആ മഹിമയൊന്ന്, ഏതാവാനസ്യ മഹിമ, അതൊന്നറിയാൻ. ഈ സൃഷ്ടി എന്തിനാ ചോദിച്ചാൽ, ഈ സൃഷ്ടി ഇല്ലയെന്ന് തിരിച്ചറിയാനാണെന്ത്. എന്തിനാ ഭഗവാൻ സൃഷ്ടിച്ചത്? സൃഷ്ടി ഇല്ല എന്നറിയാൻ. എന്തിനാ സ്വപ്നം കാണുന്നത്? ഉണരാൻ. എന്തിനാ ഉണരാൻ? ഉണർന്ന പ്രശ്നം തീരും, അത്രയേ ഉള്ളൂ. ഒന്ന് ഉണർന്ന് കിട്ടണം. അതിനാണിതൊക്കെ. അതാണ് മായ എന്ന് പറഞ്ഞാൽ താല്പര്യം. അതുകൊണ്ട് മായയെ ജയിക്കാൻ എന്താ വഴി, അതന്വേഷിക്കൂ. അതാണ് വേണ്ടത്. ആ ഒരു ബുദ്ധി ഉണ്ടാവട്ടെ. മായയെ ജയിക്കണം, മായയിൽ പെട്ടിരിക്കല്ലാണ്ട് ജയിക്കണം എന്നുള്ള വിചാരം ഉണ്ടാവും. നല്ലൊരു ഉദാഹരണം ആചാര്യസ്വാമികൾ പറയും. നമ്മൾ എന്തിനു മായ എന്ന് ചോദ്യം നിർത്തണം. പക്ഷെ അധികം പേര് അങ്ങനെ ചോദിക്കുക, എന്തിന് ഈ ജീവിതം, എന്തിന് ഇവിടെ എങ്ങനെ ഉണ്ടായി, എന്തിന് ഞാൻ ജനിച്ചു എന്നൊക്കെ ചോദിച്ചാൽ അതിനുത്തരമില്ല. ജനിച്ചിട്ടില്ലാന്നുള്ളത് ഉത്തരം. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് ആ ചോദ്യത്തിന് അർത്ഥമില്ല. നമ്മളതാ ചോദിക്കുക, എന്തിനാ അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ, ഞാൻ എന്തിന് ഇയാളെ തന്നെ കല്യാണം കഴിച്ചു, ഞാൻ എന്തിന് ഇങ്ങനെ. ഇതിനിപ്പോൾ എന്താ ഉത്തരം? കഴിച്ചത് കഴിച്ചു, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തിനാ ഇവിടെ ജനിച്ചു? നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ. അങ്ങനെയൊന്നും പറയണ്ടാവും. ഇത് നരകമൊന്നുമല്ല, നല്ല വൈകുണ്ഠാണിത്. വെറുതെ നമ്മൾ ഈ പരാതി പറയണ്ടല്ലോ. അപ്പം അതിൻ്റെ ആവശ്യം ഇല്ല. അതൊരു ഉദാഹരണം പറഞ്ഞത്, കാലിൽ എന്തോ കാലിലൊരു അഴുക്ക് ഉണ്ടായി, എന്തോ ജന്തുവിൻ്റെ വിസർജ്യ വസ്തുവാണ്, എന്തോന്ന് പറ്റി കാലിന്. നമ്മൾ വീട്ടിലെത്തി എന്താ ചെയ്യുക? ഒരു ലെൻസ് എടുക്കും. ആണോ? അല്ല, ഏത് ജന്തുവിൻ്റെയാ പരിശോധിക്കുമോ? ഇല്ല, കഴുകി അങ്ങോട്ട് കളയല്ലോ. അത്ര മതി, നമ്മളത്ര ചെയ്യണ്ടു. ഇത് എന്തിൻ്റെയാണെന്ന് ഇനി പരിശോധിക്കാൻ നിൽക്കണ്ട. അത് കഴുകി അങ്ങോട്ട് കളഞ്ഞേക്കുക, അത്രയേ വേണ്ടൂ. അല്ലാതെ എന്തുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ എങ്ങനെ വന്നു, അങ്ങൊന്നും അന്വേഷിച്ച ഉത്തരമില്ല. അതിന് പിന്നാലെ പോയി ആയുസം അങ്ങോട്ട് പോകുന്നല്ലാതെ. പണ്ട് ശ്രീനിവാനന്ദ സ്വാമിയോട് ചോദിച്ചു ഒരാൾ, എന്തിനാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, താൻ ആദ്യം ആ ഭഗവാൻ എന്ന് കണ്ടെത്തുക. ആരെ? എന്നോട് ചോദിച്ചിട്ട് ഞാനല്ലല്ലോ സൃഷ്ടിച്ചത്. അതുകൊണ്ട് താൻ ചെയ്യേണ്ടത് ആദ്യം ഭഗവാനെ കണ്ടെത്തുക. അതിനാണ് ഇപ്പോൾ ഗീത വായിക്കണതും പഠിക്കണതൊക്കെ. അത് വായിച്ച് ഭഗവാനെ കണ്ടെത്തിയിട്ട് കണ്ടു കഴിഞ്ഞാൽ അയാളെ കോളർ പിടിച്ച് താൻ ചോദിച്ചോളൂ, എന്തിനാണോ ഈ ഏടാകൂടം ഉണ്ടാക്കിയത് ചോദിച്ചോളൂ. അപ്പോൾ അതെന്ത് വേണം? ആദ്യം കണ്ടെത്തണ്ടേ? എന്നാൽ വരൂ, അത് ചെയ്യൂ. അത് ചെയ്യാൻ വേണ്ടത്. അങ്ങനെ ഭഗവാനെ കണ്ടെത്താൻ നമ്മളിങ്ങനെ ശ്രമിക്കുമ്പോൾ കുറച്ച് ദൂരം കണ്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭഗവാനൊന്നും സൃഷ്ടിച്ചിട്ടില്ല. എന്താണ് ഇവിടെ സൃഷ്ടിയെന്നൊന്നുമില്ല എന്ന് മനസ്സിലാവും. അത് പരിശോധിക്കണം. അത് അന്വേഷിച്ച് ആഴത്തിൽ പോകുമ്പോൾ മാത്രമേ അത് തിരിച്ചറിയുള്ളൂ. ആ വഴിക്ക് പോകണം. ഇതിപ്പോൾ ആ വഴിക്ക് നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയണില്ല. അതാണ് പ്രധാനം. നമ്മൾ കടലിൻ്റെ ആഴം അളക്കാൻ അങ്ങോട്ട് പുറപ്പെട്ടാൽ ഉപ്പുപാവ ആരാണ്? ഉപ്പുപാവ ഉപ്പിൻ്റെ സ്കെയിലുമായിട്ട് പോയതാ. ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ ഇറങ്ങിയിട്ടേ എത്ര ആഴമുണ്ടെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാൽ ഇറങ്ങി. നമ്മൾ കാത്തിരിക്കുക, ആര് വരും ഇപ്പം?
ഇനി വരില്ല. ഉപ്പുപാവ കടലിൻ്റെ ആളളക്കാൻ പോയാൽ ഉപ്പുപാവയും കടലും കൂടി ഒന്നാവും എന്നല്ലാതെ ഇനിയിപ്പം വന്ന് എത്ര ആളെന്ന് പറയാൻ വരില്ല. ഇതുപോലെ ഭഗവാനെ അളക്കാൻ നമ്മളങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഭഗവാനും ഒന്നായി മാറും. അതാണ് വിചാരം ചെയ്ത് കഴിഞ്ഞാൽ ആ മനസ്സങ്ങോട്ട് എന്തായി മാറും? ഈശ്വരനെ ചിന്തിക്കുന്ന മനസ്സെന്തായി മാറും? അത് ബ്രഹ്മമായി മാറും. മോക്ഷോ നിർവിഷയം മനഃ. വിഷയങ്ങളില്ലാത്ത മനസ്സ് അത് തന്നെയാണ് മോക്ഷം. ഇതാണ് ചിന്തകളില്ലാത്ത മനസ്സ്. ചിന്തകളില്ലെങ്കിൽ മനസ്സില്ല. മനസ്സെന്ന് പറഞ്ഞ ചിന്തകളുടെ കൂട്ടമാണ്. ചിന്തകൾ അങ്ങോട്ട് അസ്തമിച്ചാലുള്ള അവസ്ഥ എന്താ? അത് തന്നെയാണ് മോക്ഷം. അതാണ് വേണ്ടത്. അതിനെന്ത് വേണം? അതിന് ഈ വിചാരം ചെയ്യണം. ഈ പറഞ്ഞതൊക്കെ കേൾക്കുക, അതിങ്ങനെ വിചാരം ചെയ്യുക, ഉറപ്പിക്കുക. ഇപ്പം നമ്മൾ കേട്ട് പോകുന്നേ ഉള്ളൂ, എല്ലാം ഒന്നും പിടിക്കാൻ പറ്റണില്ല. അത് വിസ്തരിച്ചിരുന്ന് എന്ത് ചെയ്യുക? നല്ലോണം വിചാരം ചെയ്ത് ഈ വരിയിലൂടെ സഞ്ചരിച്ച് എന്ത് പറയണമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനെന്ത് വേണം? അതിന് തസ്മാത് ഗുരും പ്രപദ്ധ്യത, നല്ലൊരു ഗുരുനാഥനെ ആശ്രയിക്കുക. ശാബ്ദേ പരേച്ച നിഷ്ണാതം, ശാസ്ത്രം പഠിച്ച നേർവഴിക്ക് തന്നെ സഞ്ചരിക്കുന്ന ഒരു ഗുരുനാഥനെ ആശ്രയിക്കുക. അദ്ദേഹം ഭാഗവതം നമ്മളെ പഠിപ്പിക്കും. അത് ശ്രദ്ധിച്ചിരുന്ന് പഠിച്ച് ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദാം അന്യത്ര ചാഭിഹി. ആ ഭാഗവത ശാസ്ത്രം ശ്രദ്ധിക്കുക, മറ്റുള്ളതിനെ നിന്ദിക്കാണ്ടിരിക്കുക. ഇങ്ങനെ ആ വഴിക്ക് സഞ്ചരിക്കുമ്പം കുറച്ച് കഴിയുമ്പം നമുക്ക് ആ തത്വം തെളിഞ്ഞു വരും. എന്താണ് ഈശ്വരൻ എന്നുള്ളത് മനസ്സിലാവും. ഭഗവാന്റെ സ്വരൂപം മനസ്സിലാവും. രാജാവ് ചോദിച്ചു, എന്താ ഭഗവാന്റെ സ്വരൂപം പറയൂ? പിപ്പലായനം പറഞ്ഞു, സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച. സ്വപ്നജാഗര സുഷുപ്തി ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായിട്ടിരിക്കുന്നവനാണ് ബ്രഹ്മം. അതാണ് ഈശ്വരൻ്റെ സ്വരൂപം. ഇവിടെ വാസ്തവം പറഞ്ഞാൽ മൂന്നവസ്ഥയേ ഉള്ളൂ: സ്വപ്നം, ജാഗ്രത, സുഷുപ്തി. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഇത് നമ്മൾ ഓർഡർ പറയാം. പക്ഷേ ജ്ഞാനികൾ പറയാം സ്വപ്നം, ജാഗ്രത, സുഷുപ്തി. ഇനി അപ്പോൾ സ്വപ്നം, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത പറഞ്ഞാൽ ഉണർന്നിരിക്കുക, സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറങ്ങാന്നല്ല, ഉണർന്നിരുന്നൊരു സ്വപ്നം കാണാം, അതാണ് ചിന്തിക്കുക. അതാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. അത് നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി ചിന്തിക്കുന്നതുണ്ട്, നമ്മുടെ സങ്കല്പം പോലെ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ അറിയാണ്ട് നമ്മളൊക്കെ വിചാരിക്കാതെ ചിന്തിക്കുന്നതുകൊണ്ട്. ഇപ്പോൾ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉണർന്നിരുന്നിട്ടും കാണാം, ഉറങ്ങിയിട്ടും കാണാം, അത് സ്വപ്നം. സുഷുപ്തി എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാതുള്ള ഉറക്കത്തിനെയാണ് എന്താ പറയുക? സുഷുപ്തി. ഈ മൂന്നവസ്ഥയിലും ഉള്ളതാര്? ഈ മൂന്നവസ്ഥയിലും ആരേ ഉള്ളൂ? നമ്മളെ തന്നെ നിരീക്ഷിച്ചാൽ മതി. ഞാനിപ്പോൾ ഉണർന്നിരിക്കുകയാണ്, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എല്ലാവരും ഉണർന്നിരിക്കുക വിചാരിക്കുക. അപ്പം അങ്ങനെ ഉണർന്നിരിക്കുകയാണ്, അത് ജാഗ്രത അവസ്ഥയാണ്. ഈ ജാഗ്രത അവസ്ഥയിൽ എന്തൊക്കെയാണുള്ളത്? സൂര്യനുണ്ട്, നക്ഷത്രങ്ങൾ ഉണ്ടാവും അല്ലേ, ഗ്രഹങ്ങൾ, ഭൂമി. ഇവിടെ ഗുരുവായൂരുണ്ട്, ഗുരുവായൂരിൽ ഹാള് നമ്മളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴേ ഉള്ളൂ? ഉണർന്നിരിക്കുമ്പോഴേ ഉള്ളൂ. ഞാൻ സ്വപ്നം കാണുമ്പോഴോ? സ്വപ്നം കാണുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ളത് മറക്കരുത്, അത് എപ്പോഴും വെക്കണം. എന്നെ സംബന്ധിച്ചതൊന്നും ഇല്ല. പക്ഷെ അപ്പോഴും ആരുണ്ട്? ഞാനുണ്ട്. സ്വപ്നം കാണുന്നത് ആരാ? ഗുരുവായൂരപ്പനാണ്. ഞാൻ കാണുകയാണ്. ഞാൻ എന്നിലെ ഗുരുവായൂരപ്പനാണ് കാണുന്നത്. ആ സത്യം തിരിച്ചറിയണം. സ്വപ്നം കാണുന്ന സമയത്ത് പലതും നമ്മൾ സ്വപ്നത്തിൽ കാണും. ഏതൊക്കെ സ്വപ്നം കാണുക എന്നുള്ളത് പറയാൻ പറ്റില്ല. സ്വപ്നവും ജാഗ്രതയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ, ജാഗ്രതത്തിന് തുടർച്ച ഉണ്ട്, സ്വപ്നത്തിന് എന്തില്ല? തുടർച്ച ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഒരു പക്ഷേ നമ്മൾ സ്വപ്നവും ഇങ്ങനെ തുടർച്ചയായിട്ട് കാണുമെങ്കിലേ, എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ശനി, നാളെ ഞായർ അല്ലേ, ഇന്നത്തെ ബാക്കിയാണ് നമ്മൾ നാളെ രാവിലെ തുടങ്ങുക അല്ലേ. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണർന്നാൽ എന്തായി? ഉറങ്ങുമ്പോൾ തോന്നുമില്ല, ഒക്കെ ഓഫ് ആക്കിയിട്ട് നമ്മൾ ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റാൽ ഞായറാഴ്ചത്തെ കാര്യങ്ങൾ നോക്കുക. പുതിയ ജീവിതമാണോ? ആണോ? പുതിയ ഭാര്യ, പുതിയ ഭർത്താവ്, പുതിയ കുട്ടി, പുതിയ ജോലി, അങ്ങനെയൊന്നുമല്ല. ഇന്നലത്തെ ബാക്കി തന്നെ. സ്വപ്നം അങ്ങനെയാണെങ്കിലോ, ഇത് ഇന്നലെ രാത്രി കണ്ടതിൻ്റെ ബാക്കി ഇന്ന് രാത്രി കൊണ്ട് കിടന്നാൽ അതിൻ്റെ ബാക്കി കണ്ടു എന്ന് വിചാരിക്കുക, നമ്മൾ കുടുങ്ങിപ്പോകും. ഇതിപ്പോൾ രണ്ട് ജീവിതമാണ്. പലർക്കും അങ്ങനെ 2, 3, 4 ജീവിതമൊക്കെ ഉണ്ട്. എന്നും സീരിയൽ കാണുന്നവരൊക്കെ ഉണ്ടേ. ഇതൊക്കെ ഓരോ ജീവിതമാണ്. അതിലൊക്കെ ഓരോ കഥാപാത്രമായിട്ട് അവരെന്നെ ഇരിക്കുന്നുണ്ട്. കണ്ട് ഇങ്ങനെ നേരം കുറേ കളയുന്നവരുണ്ടല്ലോ. തൻ്റെ ജീവിതത്തിൻ്റെ വിഷമം കുറേ ഉണ്ട്, അതൊക്കെ ആലോചിച്ച് കരയുന്നുണ്ട്. അതും പോരായിട്ട് ഇനി സീരിയലത്തെ കഥ ആലോചിച്ച് അതും ഇനിയും കരയുക. അതും സ്വപ്നം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതിൽ നല്ലൊരു സിനിമ. ഇതൊരു കാശും കൊടുക്കേണ്ട, സുഖമായിട്ടിരുന്ന് കാണാം, നല്ല ലാഭമാണ്. ആ സ്വപ്നത്തിൽ പലതും നമ്മൾ കാണും, നമ്മളെയും കാണാറില്ലേ? സ്വപ്നത്തിൽ അധികം എന്തുണ്ടാവും? അധികം അതിൽ ഞാനും ഉണ്ടാവും. ഞാനാണല്ലോ ഉള്ള ഒരു കഥാപാത്രം. ആരായിരിക്കും? ഞാനങ്ങനെ പുലിയെ പേടിച്ച് ഓടുക. ആരാ ഓടണമെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? ഇന്നലെ നിങ്ങളെന്ത് സ്വപ്നം കണ്ടു? ഞാൻ പുലിയെ പേടിച്ച് ഓടുന്ന സ്വപ്നം കണ്ടത്. ആരാ ഓടിയത്? ആരാ ഓടിയത്? പുലിയോ? പുലിയുടെ മുന്നിലാരാ? പുലിയുടെ മുന്നിൽ ഞാൻ ഓടുന്നുണ്ടല്ലോ. ഓടിയത് ഞാനാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഓടിയത് താനാണ്, കണ്ടതാരാ?
ഞാനാണ്. ഓടിയതപ്പോൾ ആരാ? ഓടിയത് ഞാനാണ്. കണ്ടതോ? താൻ എന്താ കണ്ടത്? അപ്പോൾ നമ്മളങ്ങനെ ആലോചിക്കും മനസ്സിലാവും. നമ്മളങ്ങനെ വാസ്തവത്തിൽ പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അനുഭവിച്ചിട്ടേ ഉള്ളൂ. സ്വപ്നത്തിൽ ഭാഷ ഉണ്ടായോ? ഡയലോഗൊന്നും സ്വപ്നത്തിലില്ല. ഉണ്ടോ? നിങ്ങൾ ഡയലോഗ് പറയും. സ്വപ്നത്തിൽ കല്ലില്ല. സ്വപ്നത്തിൽ നിങ്ങൾ മലയാളത്തിലാണ് സ്വപ്നം കണ്ടത്? ഇംഗ്ലീഷിലോ ഹിന്ദിയിൽ തമിഴിൽ എങ്ങനെയാണ് കണ്ടത്? സ്വപ്നത്തിന് ഭാഷ ഇല്ലല്ലോ. ജന്തുക്കൾ സ്വപ്നം കാണാറുണ്ട്. ഏത് ഭാഷയിലാണ് കാണുക? തെരുവുനായ മലയാളത്തിലും, ജർമ്മൻ ഷെപ്പേർഡ് ജർമ്മനിയിൽ സ്വപ്നം കാണുമോ? അങ്ങനെയല്ല. സ്വപ്നത്തിൽ എന്താ വെച്ചാൽ അനുഭവിക്കുക മാത്രമേ ഉള്ളൂ. അതിൽ ഭാഷ ഇല്ല. അങ്ങനെ അനുഭവിക്കും. അതും കുറഞ്ഞ സമയം കൊണ്ട് കുറേ അനുഭവിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ആകെ 2 മിനിറ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മളൊരു വർഷമൊക്കെ കണ്ട് കഴിഞ്ഞ് നോക്കി കാണും സ്വപ്നത്തിൽ. ചിലപ്പോൾ തിരിച്ചും ഉണ്ടാവും. 6-7 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. കോഴിക്കോട് നിന്ന് കയറി തിരുവനന്തപുരത്ത് എത്തി. നമ്മൾ നോക്കിയപ്പോൾ 2 മിനിറ്റല്ലേ ആയുള്ളൂ, ഒന്ന് കണ്ണടച്ചപ്പോഴേക്ക് എത്തിയോ? അങ്ങനെ എത്തുന്നതുകൊണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോക്കല്ല സ്വപ്നത്തിലെ ക്ലോക്ക്, അതല്ല സുഷുപ്തിയിലെ ക്ലോക്ക്. 3 അവസ്ഥയിലും 3 ക്ലോക്കാണ് നമുക്ക്. ഓരോ സമയത്തും വ്യത്യാസമുണ്ട്. ഇതിനാണ് കാലത്തിലൊന്നും വലിയ അർത്ഥമില്ല പറയാൻ കാരണം അതാണ്. അതാണ് കാലദേശാവധിഭ്യാം നിർമുഖതം. ഇതിലൊക്കെ അപ്പുറത്താണ് ആര്? ആ ഗുരുവായൂരപ്പൻ എന്ന് പറയാൻ കാരണം അതാണ്. അതുതന്നെയാണ് നമ്മുടെ സ്വരൂപം. സ്വപ്നം കാണുന്നവനെ അയാളെ കണ്ടാൽ മതി. നമ്മളിപ്പം പുലിയെ പേടിച്ച് ഓടുന്നത് ഞാനാണെന്ന് പറഞ്ഞു. അത് വാസ്തവം പറഞ്ഞാൽ ഞാനല്ല, അത് ഞാൻ കൽപ്പിച്ചതാണ്. കാണുന്നവനാണ് ശരിക്കുള്ള ഞാൻ. സ്വപ്നം കണ്ട ഒരാളുണ്ടല്ലോ, കണ്ണുകൊണ്ടല്ലല്ലോ സ്വപ്നം കണ്ടത്, ആണോ? കണ്ട വയ്ക്കാറുണ്ട് സ്വപ്നം കാണുമ്പോൾ. ഭാഗവതം വായിക്കുമ്പോൾ വയ്ക്കാറുണ്ട്. സ്വപ്നം കാണുമ്പോൾ കണ്ണട കണ്ടെടുക്കും, നേരെ കണ്ട് കാണുന്നില്ല. അങ്ങനെയൊന്നുമില്ല. കാരണം കണ്ണട ആവശ്യമില്ല. കണ്ണടച്ചിട്ട് സ്വപ്നം കാണുന്നുണ്ട്. ഒക്കെ കൃത്യമായിട്ട് അങ്ങനെ കാണുന്നു. പുലിയെ പേടിച്ച് ഞാൻ ഓടുന്നത് ഞാനാണ്, കാണുന്നത് ഞാനാണ്. ശരിക്കുള്ള ഞാൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് മടിയില്ലാണ്ട് ഉറപ്പിച്ച് തന്നെ പറയാം, ഓടുന്ന ഞാനല്ല ശരിക്കുള്ള ഞാൻ. ഓടുന്ന ഞാൻ എന്നെ പുലി പിടിച്ചാലും ഒരു വിഷമമൊക്കെ ഉണ്ടാവും. ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നമായിരുന്നു അല്ലേ, അത്രയേ ഉള്ളൂ. അതുപോലെയുള്ളൂ ഈ ശരീരത്തെ പുലി പിടിച്ചാലും തക്ഷകം കടിച്ചാലും അത്രയേ ഉള്ളൂ. നമ്മളവിടെ ഉണരുമ്പോൾ എന്നെ അല്ലല്ലേ പിടിച്ചത്, ഞാൻ എന്നെ എന്ന് വിചാരിക്കുകയാണ്. സ്വപ്നത്തിലും അങ്ങനെ തന്നെയാണ്. ശരിക്കും പുലി വരുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്തൊക്കെ നമ്മൾ സ്വപ്നത്തിലും. അപ്പം BP ഒന്ന് നോക്കണം അയാളെ, അങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല എന്ന് അറിയുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതുതന്നെയാണത്. മരിച്ചാൽ അത്ര തന്നെയേ ഉള്ളൂ. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കതിനെ ഗൗരവം കൂടി കാണുക, അതാണ് പ്രശ്നം. അത് സരളമാക്കി മാറ്റുകയാണ് ഭാഗവതം ചെയ്യുന്നത്. സ്വപ്നത്തിൽ നമ്മൾ ആരോപിച്ചു എന്നെ ഒന്നിൽ, എന്നിട്ട് ഓടുകയാണ്, അതാണ് ഞാൻ എന്ന് വിചാരിക്കുകയാണ്. ശരിക്കും ഞാൻ കാണുന്നവനാണ്. അതുപോലെ തന്നെയാണ് ഈ ശരീരവും ഞാൻ ആരോപിച്ചതാണ്, ഇത് ഞാനല്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആരുണ്ടതിൻ്റെ ഉള്ളിൽ? ഒരാൾ നോക്കിയിരിക്കുന്നുണ്ട്. നീ പറഞ്ഞോ, നീ എന്തൊക്കെ ബടായിയാ പറയണത്, ഞാനുള്ളത് കൊണ്ടല്ലടോ എന്നൊരാൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് യോ അന്തപ്രവിശ്യ, അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതൊന്ന് വിചാരം ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അതാണ് അകത്തേക്ക് നോക്കുക എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് തിരിയുക പറഞ്ഞാൽ എൻഡോസ്കോപ്പി ചെയ്യാനല്ല, ക്യാമറ ഇട്ടിട്ട് എന്തൊക്കെ ഉണ്ട് അതല്ല, കിഡ്നി ഹാർട്ടും നോക്കാനല്ല. അകത്തേക്ക് തിരിയുക പറഞ്ഞാൽ നമ്മളുടെ അടിസ്ഥാനം അന്വേഷിക്കുക. അതാണ് നമ്മളുടെ അടിക്കൽ അറിയാൻ ശ്രമിക്കുക. ഞാൻ എന്താണ് എന്ന് വിചാരം ചെയ്യുക. ഈ കാണുന്ന ശരീരമാണോ, മനസ്സാണോ, ഈ കാണുന്ന പ്രതിഭാസം, ഇതെങ്ങനെ, ഈ സ്വപ്നമൊക്കെ എങ്ങനെ കാണുന്നു, ആരാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ശക്തി, എന്താ അടിസ്ഥാനം എന്ന് അന്വേഷിച്ചാൽ ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അതാണ് ആരുടെ സ്വരൂപം? ഭഗവാന്റെ സ്വരൂപം. ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ഒറ്റൊന്നേ ഉള്ളൂ, മാറാതെ നിൽക്കുന്നത് ഒന്നേ ഉള്ളൂ. ആരാ? സ്വപ്നം എല്ലാ ദിവസവും മാറുന്നുണ്ട്. എന്ത് സ്വപ്നമല്ല നാളെ കാണുക. ഇന്നിപ്പോൾ നിങ്ങളെ കണ്ടു, നാളെ നിങ്ങളെ കാണുന്നില്ല, അപ്പോൾ നിങ്ങളും മാറുന്നുണ്ട്. ഈ ശരീരവും നാളെയും മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയുമ്പോഴും ചെറിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. മനസ്സും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മാറുന്നില്ല. ആര്? കാണുന്ന ഞാനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പഴയ ഫോട്ടോ നോക്കിയിട്ടും ഞാൻ തന്നെയാണ് പറയുക, ഇപ്പോഴുള്ള ആളെ നോക്കിയിട്ടും ഞാൻ. 2 വയസ്സുള്ള കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ഞാനാ, നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഞാനൊരു മാറ്റം ഇപ്പോഴും ഇല്ല. ഞാനിന് പ്രായം കൂടണമൊന്നുമില്ല. എൻ്റെ ശരീരത്തിനും മനസ്സിനൊക്കെ പ്രായം കൂടണുണ്ടാവാം. പക്ഷേ ഞാൻ എന്നുള്ള ബോധത്തിന് ഒരു മാറ്റവും ഒരിക്കലും സംഭവിക്കുന്നില്ല. അതാണ് ഈശ്വരൻ്റെ സ്വരൂപം. അതിനൊരിക്കലും ഒരു ഓഫാവലില്ല. ആത്മാവിനൊരിക്കലും ബാക്കിയുള്ളതൊക്കെ നശിക്കും. നശിക്കാത്ത ഒരേ ഒരു വസ്തു അത് ആത്മവസ്തു മാത്രമാണ്. അതാണ് അറിയേണ്ടത്. സാക്ഷാത് യഥാ അമലദൃശ സവിതൃപ്രകാശ, സാക്ഷാത് യഥാ അമലദൃശോ സവിതൃപ്രകാശ. ഈ ഒരു സത്യത്തെ ആ ഗുരുനാഥൻ പറഞ്ഞു തരും. അപ്പോൾ തെളിഞ്ഞ് നല്ല സൂര്യനെ വ്യക്തമായിട്ട് കളങ്കമില്ലാത്ത കണ്ണുകൊണ്ട് നോക്കിയാൽ സൂര്യനെ കാണുന്നത് പോലെ
ഈ സത്യവസ്തുവിനെ ഒരു കളങ്കവും ഇല്ലാതെ ഒരു മങ്ങലും ഇല്ലാണ്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മളുടെയൊക്കെ ലക്ഷ്യം. ഇതിനാണ് ഇവിടെ സകല കർമ്മങ്ങളും വിധിച്ചത്. അമ്പലത്തിൽ പോണതും നാമം ജപിക്കണതും പുഷ്പാഞ്ജലി കഴിക്കണതും നെയ്വിളക്ക് കത്തിക്കണതും ഇനി എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ, യാഗം ചെയ്യണത്, പൂജ ചെയ്യണത്, ഇതൊക്കെ എന്തിനു ചോദിച്ചാൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു സത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. അപ്പോൾ ഇവിടെ ചോദ്യം വന്നു. രാജാവ് ചോദിച്ചു, പക്ഷേ അങ്ങനെയല്ലല്ലോ പറയാറ്. എന്ത് പറയാറ്? യാഗം ചെയ്താൽ സ്വർഗം കിട്ടുന്നല്ലേ, സ്വർഗകാമോ യജേത, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതെന്തിനാ? അത് പരോക്ഷവാദോ വേദോയം ബാലാനാം അനുശാസനം. അത് ബാലന്മാർക്കാടോ. ചെറിയ കുട്ടികളോടൊപ്പം അങ്ങനെ പറഞ്ഞാലല്ലേ അവർ കേൾക്കുള്ളൂ. പഠിച്ചോളൂ നന്നാവും എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമോ? പഠിച്ച നല്ല ഭാഗവതം കേൾക്കും നന്നാവും പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? അപ്പോൾ എന്തെങ്കിലും പറയേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ഫലശ്രുതി പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ. അതാണ് സപ്താഹത്തിൻ്റെ നോട്ടീസിലൊക്കെ ഉണ്ടാവും, ഫലശ്രുതി ഉണ്ടാവും. നോക്കട്ടെ ഉണ്ടോന്ന്. നിലയ്ക്ക് ഉണ്ടാവും, അങ്ങനെ എഴുതും. എന്താ വെച്ചാൽ എല്ലാവരും വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. 1-ാം ദിവസം കേട്ടോളൂ ഇന്ന ഫലം ഉണ്ടാവും. 1-ാം ദിവസം കേട്ടാൽ ഭൂമിലാഭം ആണ് പറയുക. കഥാശ്രവണ ഫലം, ജ്ഞാനാഭിവൃദ്ധി, അതെടുക്കടില്ല. ശത്രുദോഷ നിവാരണം. അപ്പോൾ അങ്ങനെ നാടൊരാൾ ചോദിച്ചു, ശത്രുവിൻ്റെ പേരാണോ തരേണ്ടത് ചോദിച്ചു. ശത്രു സംഹാരം, ശത്രുവിൻ്റെ പേരെന്നാണ് അത് ചോദിച്ചു വരാം. തുടക്കം അങ്ങനെയൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ജനങ്ങൾ വരുള്ളൂ. അതല്ലാതെ ഭാഗവതം കേട്ടാൽ മനസ്സ് നന്നാവും എന്ന് പറഞ്ഞാൽ ആര് വരും? ആദ്യം തിരുമേനൊന്നും ഇരുന്ന് നന്നാക്കൂ എന്ന് പറയാനേ തോന്നുള്ളൂ, അല്ലാണ്ട് അതിപ്പോൾ നമുക്ക് വരാൻ തോന്നില്ല. അപ്പം പറയും ഇങ്ങനെ ഓരോന്ന് ശത്രുനാശം ഉണ്ടാവും, ഭയനാശം ഉണ്ടാവും. അങ്ങനെ ഓരോന്ന് 1-ാം ദിവസം കേട്ടാൽ ഭൂമി ലാഭം, വരാഹവതാരം കേട്ട ഭൂമി ഇങ്ങനെ കൊണ്ടുവരലുണ്ടായത്. അപ്പോൾ അത് കേൾക്കുമ്പം ഇപ്പം ഭൂമി ലാഭം ഉണ്ടാവേണ്ടവരൊക്കെ എത്തി. 2-ാം ദിവസം കേട്ടോളൂ ഭദ്രകാളി പ്രാദുർഭാവം കേട്ടാൽ പേടി പോവും. കുറച്ച് ദിവസമായിട്ട് കിടന്ന ഒരു പേടി, ആരോ വന്ന് കഴുത്തിന് പിടിക്കുക. എന്നാൽ കേട്ടാൽ മാറും, ആയിക്കോട്ടെ ഒന്നോളൂ. അങ്ങനെ പലതരത്തിൻ്റെ വിഷമം ഉണ്ടാവും. അത് കഴുത്തിന് പിടിക്കണമൊക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രശ്നം കേട്ടോ. ജീവനുള്ളതിനെയൊക്കെ കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഈ ജന്തുക്കളൊക്കെ പിടിച്ച് തിന്നാൽ രാത്രി അതൊക്കെ തന്നെയാണ് രൂപം ധരിച്ച് വന്ന് കഴുത്തിന് പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശത്രുനാശം എന്ന് പറഞ്ഞാൽ നരസിംഹം കേട്ടോളൂ, ശത്രു പോവും, ശത്രുനാശം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ വരും. കൃഷ്ണാവതാരം കേട്ടോളൂ, സന്താനലബ്ധി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാകുമ്പം കുട്ടികളൊന്നും ഇല്ലാണ്ട് വിഷമിക്കുന്നവർ കല്യാണം കഴിഞ്ഞു അങ്ങനെ കഴിക്കുന്നവരെത്തും. അപ്പോൾ കല്യാണം കഴിയാത്തവരെത്തണ്ടേ, അതിനല്ലേ സ്വയംവരം. അപ്പോൾ കല്യാണം കഴിയാത്തവരെത്തി. പണ്ടത്തെ ആചാര്യന്മാരുടെ ഒരു ബുദ്ധി നോക്കൂ, സകലരി എത്തിക്കുകയാണ്. ഇനിയിപ്പോൾ ആരെ എത്താൻ ബാക്കിയാരെ ചോദിച്ചാൽ ദാരിദ്ര്യമുള്ളവരൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരും കൂടി എത്തി. കുചേലൻ്റെ കഥ ഇത് കേട്ടാൽ ദാരിദ്ര്യം തീരുമെന്ന് പറഞ്ഞു അവരും എത്തി. എല്ലാ വിഭാഗക്കാരും ഇനിയിപ്പോൾ ആരെയും വരാൻ പാകില്ല, എല്ലാവരും എത്തിയപ്പോൾ പറയാം ഇനിയിപ്പോൾ ഏകാദശം കേട്ടോളൂ. ഇത് കേൾപ്പിക്കാനുള്ള പണിയാണ് ഇപ്പോൾ എടുത്തതൊക്കെ. പക്ഷെ നമ്മളതിലും വലിയ വളവന്മാരാട്ടോ. നമ്മൾ കുചേലം കഴിഞ്ഞാൽ പുസ്തകം മടക്കി വെച്ച് നമ്മൾ ഇനിയിപ്പോൾ വിഭവം വിളമ്പണുള്ളൂ. ചോറ് വിളമ്പാറായപ്പോഴേക്ക് ഇല മടക്കി പോയാൽ അങ്ങനെ ഉണ്ടാവും. പ്രധാന വിഭവം ഏകാദശ സ്കന്ധമാണ്. പക്ഷേ നമ്മൾ പുളിയിഞ്ചി ഉപ്പിട്ടൊക്കെ ലേശം കഴിച്ച് വറുത്തപ്പേരൊക്കെ കഴിച്ച് ഓലം കഴിച്ച് എലിശ്ശേരിയൊക്കെ കഴിച്ച് അവസാനം ഉദ്ധവനും കൃഷ്ണനും കൂടി ആ നേദ്യച്ചോറായിട്ട് വരിക. നമ്മൾ ഇല മടക്കി ദോഷമായി എന്നും പറഞ്ഞ് പോവുകയാണ്. ഇത് കഴിക്കാനായിരുന്നു ഇത്രയും വിഭവങ്ങൾ ഇവിടെ വിളമ്പിയത്. അതുകൊണ്ട് രോചനാർത്ഥ ഫലശ്രുതി. ഫലശ്രുതി പറയണത് രുചി ഉണ്ടാവാനാണ്. ബാലാനാം അനുശാസനം. വളച്ച് പറയണ സ്വഭാവം വേദത്തിനുണ്ട്, അതങ്ങനെയാണ് പറയേണ്ടത്. അതാണ് അതിൻ്റെ രസം. വക്രോക്തി കാവ്യജീവിതം എന്ന് പറയും. കാവ്യമാകുമ്പോൾ അങ്ങനെയാണ്. നേരെ പറഞ്ഞാൽ അതിന് രസമില്ല, അത് വാർത്തയാവേ ഉള്ളൂ. വളച്ച് പറയുമ്പോൾ അതിനെന്തുണ്ട്, അതിനൊരു കൗതുകം, അതിനൊരു ഭംഗിയുണ്ട്. ഋഷിമാരങ്ങനെയാണ്, അവരൊക്കെ ഒന്ന് വളച്ചിട്ടാ പറയുക. ഇവിടെ കുട്ടികൾക്ക് അവരുടെ രോഗം മാറാൻ മരുന്ന് കൊടുത്താൽ അവരത് കുടിക്കില്ല. കാരണം അവർക്ക് രോഗം മാറണമെന്ന് അവർക്കില്ല. എന്തു ചെയ്യും? അമ്മയ്ക്കേ ഉള്ളൂ കുട്ടിയുടെ രോഗം മാറണമെന്ന് ആഗ്രഹം. കുട്ടിക്കിപ്പോൾ അതിൻ്റെ ഗൗരവം നിശ്ചയില്ല, മാറണമെന്നും ആഗ്രഹമില്ല. പക്ഷേ ഈ കഷായം ഒന്ന് കുട്ടി കുടിച്ച് കിട്ടിയാൽ മാത്രമേ ശ്വാസം മുട്ടൽ മാറുള്ളൂ. ആ അമ്മയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. ഇതിങ്ങനെ കൊടുക്കുക, അപ്പോൾ അത് കുട്ടി കുടിക്കണമില്ല. അമ്മയ്ക്കാണെച്ചാൽ ആ കൃപ, കാരുണ്യം, ഋഷിമാർക്കും ഈശ്വരനും നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് നമ്മൾ ഈ കഷായം ഒന്ന് കുടിക്കണം. എന്നാലേ നമ്മളുടെ ഈ സംസാരമാകുന്ന രോഗം നമ്മൾ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, നല്ല രസമുണ്ടെന്നാ, ആ രോഗം അവിടെ ഇരിക്കട്ടെ. അത് പറ്റില്ല. ആ രോഗം വലിയ ബുദ്ധിമുട്ട്, നാളെ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, അത് ഇല്ലാണ്ടാക്കണ്ടേ. അപ്പം ആ ശ്വാസം മുട്ടൽ മാറാൻ വേണ്ടി അമ്മ അവസാനം എന്ത് പറയും? ഞാൻ നിനക്ക് ശർക്കര തരാം. അത് കേട്ടാൽ എന്ത് ചെയ്യും കുട്ടി? എന്നാൽ പിന്നെ കഷായം കുടിക്കാം. അങ്ങനെ ശർക്കര കൊടുത്താൽ കഷായം കുടിക്കുക. അല്ലെങ്കിൽ കഷായം കുടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മ ശർക്കര കൊടുക്കും. കുട്ടിയോട് ചോദിച്ചു നോക്കൂ, എന്തിനാ അപ്പം നീ ഇങ്ങനെ കഷായം കുടിക്കണത് എന്തിനാ ചോദിച്ചാൽ കുട്ടി പറയും കഷായം കുടിച്ചാലുള്ള ഫലം ശർക്കര കിട്ടും. ഇതുപോലെയാണ് ഈ ഫലശ്രുതി. ശർക്കര കിട്ടുന്ന കുട്ടി പറയാം. ഇനി നമ്മൾ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം, വിവരമുള്ള അമ്മയോടൊന്ന് ചോദിച്ചു നോക്കൂ, എന്തിനാ അപ്പം ആ കുട്ടിക്ക് കഷായം കൊടുത്തത്? ശർക്കര കൊടുക്കാൻ.
ശർക്കര കൊടുക്കാണ്ടിരിക്കുകയല്ല, അത് പിന്നെ ഞാൻ കൊടുക്കണമെന്നേ ഉള്ളൂ. പ്രധാനം അവൻ്റെ രോഗം ഒന്ന് മാറാനാണ്, അയാൾക്കുള്ള രോഗം മാറാനാണ്. അതുപോലെ നമ്മളോട് ഭഗവാനോട് ചോദിച്ചു നോക്കും, എന്തിനാ ഇപ്പോൾ നമ്മളെ കൊണ്ടിരുത്തി ഭാഗവതം കേൾപ്പിക്കുന്നത്? നമ്മളെന്താ പറയുക? കല്യാണം കഴിയാനോ? കുട്ടിയുണ്ടാവാൻ? ലോട്ടറി അടിക്കാൻ? നമ്മളിപ്പോൾ എന്തിനാ കേൾക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് പറയും. ഭഗവാനോട് ചോദിച്ചു നോക്കും, എന്തിനാ ഇപ്പോൾ അയാളെ കേൾപ്പിച്ചു? അജ്ഞാനം നീങ്ങാൻ. ദുഃഖിച്ചിരിക്കുകയാണ്. അജ്ഞാനമാണ് ദുഃഖമായിട്ട് ഇങ്ങനെ വരുന്നത്. ദുഃഖം പോയാൽ അടുത്ത ദുഃഖം വരും. എന്താണ്? അജ്ഞാനം പോയാൽ മാത്രമേ ഒക്കെ പോവുള്ളൂ. ഇതിപ്പോൾ അജ്ഞാനം തന്നെ ഓരോ കാലത്ത് ഓരോന്നിൻ്റെ രൂപത്തിൽ വരും. കുട്ടിക്കാലത്ത് കളിപ്പാട്ടത്തിൻ്റെ രൂപത്തിൽ വന്നു, പിന്നെ കുറച്ച് കഴിയുമ്പം പഠിപ്പിൻ്റെ രൂപത്തിൽ വന്നു, പിന്നെ ജോലിയുടെ രൂപത്തിൽ വന്നു, പിന്നെ കാശിൻ്റെ രൂപത്തിൽ വന്നു, പിന്നെ കല്യാണത്തിൻ്റെ രൂപത്തിൽ, കുട്ടിയുടെ രൂപത്തിൽ, ഇപ്പം പേരക്കുട്ടിയുടെ രൂപത്തിൽ, പിന്നെ പെൻഷൻ്റെ രൂപത്തിൽ, അങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കുന്നത് അജ്ഞാനം തന്നെയാണ്. ഇത് പോണ്ടേ? അപ്പോൾ ദുഃഖം ഓരോ കാലത്ത് ഓരോന്നാവും പ്രലോഭനം എപ്പോഴൊന്നും ഉണ്ടാവും, അജ്ഞാനം നീങ്ങുന്നത് വരെ. ആ അജ്ഞാനം നീങ്ങാനാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്ന് കരുതിയിട്ട് ഫലം ഉണ്ടാവില്ല പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ശ്രദ്ധിക്കണം. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഭാഗവതം കേട്ടിട്ട് കല്യാണം കഴിയണമെന്നുള്ള വിചാരത്തിലാണ് കേൾക്കുന്നതെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കല്യാണം കഴിയും, അതിലൊന്നും സംശയമില്ല. എത്രയോ പേര് നമ്മളോടനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സന്തതി ഇല്ലാണ്ട് വിഷമിച്ച കുറേ പേര് ഇത് വായിച്ചിട്ട് സന്തതി ഉണ്ടായി ഭാഗവതം കേട്ടിട്ടുണ്ടായിട്ടുണ്ട്. അവരുടെ ശ്രദ്ധയ്ക്കും ആ ഒരു ഭക്തിക്കും ഫലം ഇല്ലാണ്ടിരിക്കൊന്നുമില്ല, അതൊക്കെ ഉണ്ടാവും. ഇവിടെ കുട്ടിക്ക് ശർക്കര കൊടുക്കാണ്ടിരുന്നില്ല. എന്താ? അമ്മ പറ്റിച്ചിട്ടൊന്നുമില്ല, ശർക്കര തരുമെന്ന് പറഞ്ഞാൽ അമ്മ ശർക്കര കൊടുത്തിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ ഉദ്ദേശം എന്താണ്? ശർക്കര കൊടുക്കലല്ല. ഭഗവാന്റെ ഉദ്ദേശം കല്യാണം കഴിപ്പിക്കലോ കുട്ടികളുണ്ടാവലോ ഒന്നുമല്ല. അത് കിട്ടിക്കോട്ടെ, പക്ഷേ അതൊന്നല്ല ഉദ്ദേശം. എന്നല്ലെങ്കിൽ നാളെ അയാൾക്ക് സത്യം മനസ്സിലാവും, ഇത് കേൾക്കന്നെയാണ് വേണ്ടത്. കുട്ടി ഉണ്ടായാലും കല്യാണം കഴിച്ചാലൊന്നും സമാധാനമൊന്നും ആവില്ല, ഭഗവാനെ അറിഞ്ഞാൽ മാത്രമേ സമാധാനം ആവുള്ളൂ എന്ന് അറിയണം എന്നുള്ള വിചാരത്തിലാണ്. അതാണ് മുഖ്യം, അതാണ് പ്രധാനം. ഈ തത്വം അറിയലാണ്. ഏത് അവതാര കേമെന്ന് ചോദിച്ചു. പറഞ്ഞു സംശയമൊന്നുമില്ല, അവതാരത്തിൽ എല്ലാ അവതാരവും കേമാണെങ്കിലും ഇവിടെ ദ്രുമളം പറഞ്ഞു അവതാരങ്ങളിൽ നരനാരായണ അവതാരം ഒന്ന് കേമം തന്നെയാണ്. കാരണം ഇവിടെ വിഷയം മോക്ഷമായതുകൊണ്ട് ഹൃദയം ശുദ്ധമാക്കാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നരനാരായണ മഹർഷിയെയാണ്. അദ്ദേഹം കാമത്തെയും ക്രോധത്തെയും ജയിച്ചതാണ്. ഇവിടെ ജയിക്കാൻ വളരെ പ്രയാസമുള്ള രണ്ടെണ്ണമാണിത്, കാമവും ക്രോധവും. പണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ തപസ് കണ്ടിട്ടേ അത് മുടക്കാനായിട്ട് ഇന്ദ്രൻ അപ്സരസ്ത്രീകളെ വിട്ടു. സുന്ദരികളായിട്ടുള്ള അപ്സരസ്ത്രീകൾ വന്ന് കേമായിട്ട് നൃത്തം വെച്ചിട്ടും നരനാരായണ മഹർഷി അതിൽ ഒട്ടും ഭ്രമിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുമ്പം നമ്മുടെ അടുത്തേക്ക് പ്രലോഭനങ്ങൾ പലതും വരും. അധികം പേരെന്ത് പറ്റും? പ്രലോഭനങ്ങളിൽ വീഴും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് വീണുപോയാൽ കഴിഞ്ഞു കഥ. അതാണ് അപ്സരസ്ത്രീകൾ എന്ന് പറഞ്ഞത്. അത് പണമായിട്ടും പ്രശസ്തിയായിട്ടും പലതിൻ്റെ രൂപത്തിലും വരും. അതിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് പോകും? തപസ് നഷ്ടപ്പെടും. പക്ഷെ നരനാരായണ മഹർഷി അതിലൊന്നും പെട്ടില്ല. അപ്സരസ്ത്രീകൾ വന്ന് കുറേ നൃത്തം വെച്ചിട്ടും ഇവർ ഉണരണില്ല. അവസാനം അവർക്ക് ലജ്ജ തോന്നി, കഷ്ടം തോന്നി. അവർ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ പുറപ്പെട്ട സമയത്ത് നരനാരായണ മഹർഷി കണ്ണു തുറന്നു, ഒന്ന് കൈയടിച്ച് വിളിച്ചു. അവരാകെ പേടിച്ചു. ഇവർക്ക് കാമുണ്ടായില്ലെങ്കിൽ ഇനിയിപ്പോൾ ക്രോധം ഉണ്ടാവുമെന്ന് പേടിച്ച സമയത്ത് നരനാരായണ മഹർഷി പറഞ്ഞു, ശപിക്കാനൊന്നുമല്ല, അങ്ങോട്ട് വരും, ഇത്ര നേരം നൃത്തം വെച്ചതല്ലേ, ക്ഷീണിച്ചിട്ടുണ്ടാവും. മുകളിൽ ടീ പാർട്ടി നേരെയാക്കിയിട്ടുണ്ട്, അവിടെ ചായയും വടയും കഴിച്ചു പോയിക്കോളൂ എന്ന് പറയാനാണ് വിളിച്ചത്. അവർക്ക് അത്ഭുതമായി. അവർ പോയ സമയത്ത് കുറേ സുന്ദരികൾ, നരനാരായണ മഹർഷി തന്നെ തുടക്കം അങ്ങോട്ട് അടിച്ചപ്പം അതിൽ നിന്ന് കുറേ സുന്ദരികൾ അങ്ങോട്ട് ഉണ്ടായി. അവർ നല്ല ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു. ഈ അപ്സരസ്ത്രീകളൊക്കെ കഴിച്ചു. തിരിച്ചു പോകുന്ന സമയത്ത് തൻ്റെ തുടയിലടിച്ച സമയത്ത് കുറേ സുന്ദരികളുണ്ടായല്ലോ, അതിലെ ഒരു ഭംഗിയില്ലാത്തൊരു കുട്ടി, അവളെ ആരുടെ കൂടെ വിട്ടു? ഈ അപ്സരസ്ത്രീകളെ കൂടെ വിട്ടു. അവർ പറഞ്ഞു, ഇന്ദ്രന് കൊടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുന്ദരി. അവളുടെ പേരാണ് ഉർവശി. ഊരുവിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ഉർവശി എന്ന് പേര്. ഊരു പറഞ്ഞാൽ തൊടാന്നർത്ഥം. നരനാരായണ മഹർഷി തുടയിൽ കയ്യം കണ്ടിട്ട് തേച്ച സമയത്തെ അടിച്ചു എന്നല്ല, തുടർന്ന് ചളി ഉരുട്ടിയെടുത്തതാണ്. എന്താണ്? പിന്നെ അത്ര പറയേണ്ട കരുതിയിട്ടാണ്. അവരുടെ ചളി നിന്നുണ്ടായതാണ് ആര് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് കാണിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അതാണ് ഉർവശി, ഏറ്റവും വലിയ സ്വർഗത്തിലെ സുന്ദരിയാണ് ഇയാളുടെ ചളി നിന്നുണ്ടായത് എന്ന് പറയും. ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല, അതിൻ്റെ അപ്പുറത്ത് കണ്ടവരാണ്, ഞങ്ങളെയാണോ ഭ്രമിപ്പിക്കാൻ വരുന്നത് എന്നാണ് ഇപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ആ കാണിച്ചതിൻ്റെ അർത്ഥം. ഏതായാലും അങ്ങനെ ആ കാമത്തെയും ക്രോധത്തെയും ജയിച്ച നരനാരായണ അവതാരത്തെയാണ് നമ്മളെപ്പോഴും സ്മരിക്കേണ്ടത് എന്നർത്ഥം. അതിനുശേഷം യുഗങ്ങളെപ്പറ്റി, യുഗങ്ങളിലുള്ള ഏത് അവതാരത്തെ പറ്റിയാണ്, എങ്ങനെയാണ് ഭഗവാന്റെ അവതാര രീതി എന്നൊക്കെ ചോദിച്ചു. കലികാലത്ത് ആരെയാണ് ആരാധിക്കേണ്ടത് ചോദിച്ചു. അപ്പം വർണ്ണിച്ചു, ഈ കലികാലത്ത് നമ്മളുടെ മനസ്സ് നിൽക്കണമെങ്കിൽ രണ്ടവതാരത്തെ മുറുക്കി പിടിക്കണം നല്ലതാണ്. ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ഈ ഒരു തോണി ഭവാബ്ധിബോധം, ഭവമാകുന്ന ഈ സമുദ്രം,
ദുഃഖക്കടൽ താണ്ടാൻ ഉള്ളൊരു തോണിയാണെന്ത് ഭഗവാന്റെ പാദം. നമ്മുടെ കയ്യിലുള്ള തോണി ഇപ്പം ഒരു ഓട്ടത്തോണിയാണ്. 9 ദ്വാരമുള്ള തോണിയായിട്ട് നമ്മൾ നടക്കുകയാണ് ഈ സംസാര സാഗരം കടക്കാൻ. അതൊന്ന് മാറ്റി ഭഗവാന്റെ പാദമാകുന്ന തോണിയെ ആശ്രയിച്ചാൽ എളുപ്പം ഈ സംസാരക്കടൽ കടക്കാൻ സാധിക്കും. കൃഷ്ണനെയും രാമനെയും ഓർക്കുക. യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ്റെ ഉപദേശമാകുന്ന ഗീത, ഉദ്ധവഗീത, ഇതൊക്കെ പഠിക്കുക. പിന്നെ ധർമ്മിഷ്ഠനായിട്ടുള്ള രാമൻ, തെക്വാ സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവചസായതഗാതരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവത് വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. ആ മഹാപുരുഷൻ, ഏത് മഹാപുരുഷൻ? ശ്രീരാമൻ. ആ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ്റെ ഗീത അത് പഠിക്കുക. ധർമ്മിഷ്ഠനായിട്ടുള്ള രാമൻ്റെ ആ രാമായണ കഥ കേൾക്കുക. രാമനെപ്പോലെ ധർമ്മം അനുഷ്ഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കലി ബാധിക്കാതെ ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കും. ഇങ്ങനെ വർണ്ണിച്ചു. ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? നിമിരാജാവിന് നവയോഗികൾ പറഞ്ഞു കൊടുത്തതാണ്. ആ നവയോഗി സംവാദം ആരാ പറഞ്ഞു കൊടുക്കുന്നത്? നാരദ മഹർഷി കൃഷ്ണൻ്റെ അച്ഛനായ വസുദേവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ജഹതുർമോഹമാത്മന, ആ വസുദേവർക്ക് ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങിയത്രയാണ്. ഇപ്പോഴേ നീങ്ങിയുള്ളൂ. ഭഗവാനെ തന്നെ മകനായിട്ട് കിട്ടിയിട്ടും നീങ്ങാത്ത അജ്ഞാനം നാരദ മഹർഷിയുടെ മുഖത്തുനിന്ന് ഭാഗവത ധർമ്മം കേട്ട സമയത്ത് നീങ്ങി. നമുക്കുള്ള ഉപദേശത്രയേ ഉള്ളൂ. ഭഗവാനെ മകനായിട്ടും അച്ഛനായിട്ടും ഭർത്താവായിട്ടും ഒക്കെ കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അജ്ഞാനം നീങ്ങണമെങ്കിൽ ഭഗവാനെ അറിയണം. നല്ല ഗുരുനാഥന്മാരുടെ മുഖത്തുനിന്ന് തത്വം ഗ്രഹിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇപ്പം ഈ കഥയുടെ താല്പര്യം. ഇതാണ് ഭാഗവത ധർമ്മം, നവയോഗി സംവാദം. അതിനുശേഷം പിന്നീട് ഭഗവാൻ ഇവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നു. ഉദ്ധവർ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ സംശയങ്ങൾ, അങ്ങനെ വില കുറഞ്ഞ സംശയങ്ങളൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട സംശയങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് പിന്നെ, അതാണ് ഉദ്ധവഗീത എന്ന പേരിൽ പ്രസിദ്ധമായത്. ജി ബാലകൃഷ്ണൻ സാറ് പറയും, ഭാഗവതത്തിലെ ഭഗവത്ഗീതയാണത്, ഭഗവാന്റെ ഉപദേശം, വളരെ പ്രധാനമായിട്ടുള്ള ഉപദേശം. അതൊക്കെ നമുക്കിനി അടുത്ത സത്സംഗത്തിൽ കാണാം. ഇന്നത്തെ ഈ ഒരു പാരായണവും പ്രഭാഷണവും ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഒരു സത്സംഗം വലിയ കുഴപ്പമില്ലാണ്ട് നടന്നു. ഭഗവാന്റെ കാരുണ്യമായിട്ട് കണക്കാക്കാം.